എല്ലാവർക്കും എം ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന കഥ 2004 മുതൽ 2010 വരെയുള്ള ഇന്ത്യൻ രാഷ്ട്രീയവുമായി ബന്ധിപ്പിച്ചാണ്. ആ കാലഘട്ടത്തിലാണ് ഇന്ത്യക്ക് മേൽ മറ്റ് രാജ്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന ആണവ നിരോധനം പിൻവലിക്കപ്പെടുന്നത്. ആ ആണവ നിരോധന കരാറിന്റെ പിറവിയാണ് ഇന്നത്തെ കഥയുടെ വിഷയം. ഈ പിറവി വെറുതെ സംഭവിച്ചതല്ല. ഒരുപാട് ദിവസങ്ങളുടെയും മാസങ്ങളുടെയും വർഷങ്ങളുടെയും നിരന്തരമായ പരിശ്രമത്തിന്റെ എൻഡാണ് അത്തരമൊരു കരാറിലേക്ക് നമ്മൾ എത്തപ്പെടാനിടയായത്. ഈ കരാർ നടപ്പാക്കാതിരിക്കാൻ ശ്രമിച്ച ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വമുണ്ട്. മൻമോഹൻ സിംഗ് സർക്കാരിനെ പിറകിൽ നിന്ന് കുത്തിയ ഇടതുപക്ഷ നേതാക്കളുണ്ട്. ചതി ഒളിപ്പിച്ചു വെച്ച പ്രകടനത്തിലൂടെ എല്ലാവരെയും ഞെട്ടിച്ച LK അദ്വാനിയുണ്ട്. സാന്ത്വനത്തിന്റെ കരസ്പർശം നീട്ടിയ വാജ്പേയിയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ അഡ്വൈസറായിരുന്ന ബ്രിജേഷ് മിശ്രയുണ്ട്. ഈ കരാർ നടപ്പാക്കുവാനായിട്ട് ഓടി നടന്ന അന്നത്തെ വിദേശകാര്യ വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായ ഇന്നത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കറുണ്ട്. രാഷ്ട്രീയത്തിൽ രണ്ട് അധികാര കേന്ദ്രങ്ങൾ പറ്റില്ല എന്ന് ഉറപ്പിച്ച് നിശ്ചയിച്ചിരുന്ന സമയത്ത് സോണിയാഗാന്ധിയുടെ അധികാരത്തിന്മേൽ മൻമോഹൻ സിംഗ് നേടിയ വിജയമാണോ, അത് സോണിയാഗാന്ധിയുടെ ആശീർവാദത്തോടെ മൻമോഹൻ സിംഗ് നേടിയ വിജയമാണോ? അതൊക്കെയാണ് ഈ കഥ അന്വേഷിക്കുന്നത്. വളരെ രസകരമായ അനവധി മുഹൂർത്തങ്ങൾ, ഓരോ വ്യക്തിയുടെയും ഇൻസൈഡും ഔട്ട്സൈഡും ഒക്കെ തിരിച്ചറിഞ്ഞ ഒരു കഥയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. മൻമോഹൻ സിംഗിന്റെ മീഡിയ അഡ്വൈസറായിരുന്ന സഞ്ജയ ബാരു എഴുതിയ ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകവും ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ ന്യൂസ് പേപ്പറുകളും ഗൂഗിൾ സെർച്ച് വഴി ലഭിച്ച വിവരങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ഞാൻ ഈ എപ്പിസോഡ് അവതരിപ്പിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചത് ജപ്പാനുമേൽ അമേരിക്ക നടത്തിയ ആണവ ആയുധ പ്രയോഗത്തിന്റെ ഫലമായിട്ടാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആണവ ആയുധങ്ങൾ ഉപയോഗിച്ചതിന്റെ ഫലമായി അതിഭീകരമായ ദുരന്തം ലോകത്തെമ്പാടും ആണവ ആയുധങ്ങളെക്കുറിച്ച് കാര്യമായ ചർച്ചയ്ക്ക് വഴിവെച്ചു. ആണവ ആയുധങ്ങൾ മാനവരാശിയുടെ നിലനിൽപ്പിന് നല്ലതല്ല എന്ന ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ആണവ വ്യാപനം തടയുന്നതിനായിട്ട് ഒരു ഓർഗനൈസേഷൻ രൂപം കൊണ്ടു. നോൺ പ്രൊലിഫറേഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് NPT എന്നുള്ള പേരിൽ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ്. ആണവ നിർവ്യാപനമാണ് ലക്ഷ്യം. 1968 അന്നുണ്ടായിരുന്ന വൻ ശക്തികളും തുടർന്ന് മറ്റ് രാജ്യങ്ങളൊക്കെ 1 by 1 ആയിട്ട് ആണവ വ്യാപനം തടയുന്നതിനുള്ള കരാറിൽ ഒപ്പിട്ടു തുടങ്ങി. 1968 പ്ലൂട്ടോണിയം ചൈന ടെസ്റ്റ് ചെയ്യുന്നത്. 1964 മുതൽ 1968 വരെയായപ്പോൾ ഏകദേശം 10ഓളം ടെസ്റ്റുകൾ ചൈന ന്യൂക്ലിയർ മേഖലയിൽ നടത്തി കഴിഞ്ഞിരുന്നു. ഇന്ത്യ ആദ്യമായിട്ട് ആണവ ടെസ്റ്റ് നടത്തുന്നത് 1974 പൊക്രാനിലാണ്. പൊക്രാനിൽ നമ്മൾ അണുവായുധം പരീക്ഷിച്ചപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള ഈ ആണവ വ്യാപന നിരോധന കരാറിൽ ഒപ്പിട്ടുള്ള എല്ലാ രാജ്യങ്ങളും അടങ്ങിയ ടീം ഇന്ത്യയെ ബഹിഷ്കരിക്കാൻ തുടങ്ങി. ഇന്ത്യക്ക് ഹൈ എൻഡ് ടെക്നോളജികൾ വിൽക്കാൻ ഈ രാജ്യങ്ങൾക്ക് അനുവാദമില്ലാതായി. ഇന്ത്യക്ക് ആണവ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള റോ മെറ്റീരിയൽസോ പ്രോഡക്റ്റോ വിൽക്കുവാൻ ഈ രാജ്യങ്ങൾക്ക് അനുവാദമില്ലാതായി. അതിന്റെ പരിണിത ഫലം ഇന്ത്യയിൽ വൻതോതിൽ അനുഭവപ്പെട്ടു. കാരണം ഇന്ത്യയുടെ ആകെ ഊർജ സംവിധാനത്തിന്റെ 80% തെർമൽ മേഖലയിൽ നിന്നാണ് കിട്ടുന്നത്. കുറെ കൂടി സുരക്ഷിതമായ ഊർജ്ജ മേഖലയാണ് ആണവ മേഖല. തെർമൽ മേഖലയെ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുമ്പോൾ വൻതോതിൽ ഫോസിൽ ഇന്ധനം ആണ് ഉപയോഗിക്കുന്നത്. അത് ആത്യന്തികമായി ആഗോള താപനത്തിനും നമ്മുടെ തന്നെ നാശത്തിനും ഇടയാക്കുമെന്നതുകൊണ്ട് പുതിയ ഊർജ്ജ സോഴ്സുകൾ കണ്ടെത്തുക എന്നുള്ളത് എല്ലാ രാജ്യങ്ങളുടെയും ലക്ഷ്യമായിരുന്നു. ജല സോഴ്സുകളെ വളരെ പരിമിതമായി മാത്രമേ ഉപയോഗപ്പെടുത്താൻ കഴിയൂ. ആണവ ആയുധങ്ങൾ ഉണ്ടാക്കാൻ അല്ലാതെ ആണവ ഇന്ധനം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ഇന്ത്യക്ക് താല്പര്യം. പക്ഷെ അതിന് നമ്മളെ അനുവദിക്കാൻ പറ്റാത്ത ശൈലിയിലായിരുന്നു ലോകത്ത് അതുവരെയുള്ള ആണവ വ്യാപന കരാറിന്റെ രീതി എന്ന് പറയുന്നത്. നമ്മുടെ റോക്കറ്റ് വിക്ഷേപണത്തെയും നമ്മുടെ എല്ലാവിധ സാങ്കേതിക സംവിധാനങ്ങളെയും സൂപ്പർ കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാത്തിനും പിറകോട്ട് വലിച്ചുകൊണ്ടിരുന്നത് ഈ കരാറാണ്. ഈ കരാർ അനുസരിച്ച് റഷ്യക്കോ ഫ്രാൻസിനോ US-നോ അതുപോലെ ഓസ്ട്രേലിയക്കോ മറ്റു ഒരു രാജ്യങ്ങൾക്കും അവർ നേടിയ ഹൈ എൻഡ് ടെക്നോളജി ഇന്ത്യക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഇന്ത്യക്ക് മേലുള്ള ഈ ബഹിഷ്കരണം അവസാനിപ്പിക്കുവാനായിട്ടാണ് മൻമോഹൻ സിംഗ് സർക്കാർ തുടക്കം കുറിച്ചത്. ഇന്ത്യ ഈ കരാറിൽ ഒപ്പിടാൻ മടിച്ചതിന് വ്യക്തമായ കാരണമുണ്ട്. ഈ കരാറ് ഒപ്പിട്ട് തുടങ്ങുന്നതിന് മുമ്പ് ആണവ ശക്തികളായ രാജ്യങ്ങൾ മാത്രമേ ആണവ ശക്തികളായിട്ട് ഈ കരാർ അംഗീകരിക്കത്തുള്ളൂ. അവർക്ക് മാത്രമേ ആണവ പരീക്ഷണങ്ങൾ നടത്താനുള്ള അനുവാദമുള്ളൂ. ബാക്കി ഒരു രാജ്യത്തിനും ആണവ പരീക്ഷണം നടത്താനുള്ള അനുവാദമില്ല എന്നാണ് ഈ കരാറിന്റെ ബേസ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല. കാരണം ഇന്ത്യയുടെ സമീപ രാജ്യമായ ചൈന
ആണവ ശക്തിയാണ്, ത്രെട്ടാണ്. അപ്പൊ ആ ത്രെട്ട് നിലനിൽക്കെ ആ ത്രെട്ടിനെ മറികടക്കണമെങ്കിൽ നമ്മളും അതിശക്തമായ ആണവ രാജ്യമായി മാറേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ഈക്വൽ സ്റ്റാറ്റസ് ലഭിക്കത്തുള്ളൂ. നമ്മൾ ആണവ ശക്തിയാണ് തെളിയിക്കാൻ വേണ്ടിയാണ് 74 അന്ന് ഇന്ത്യ പൊഖ്രാനിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ ആണവ ബോംബ് പൊട്ടിച്ചത്. അതിനുശേഷം 98 വാജ്പേയി സർക്കാരും ഒരിക്കൽ കൂടി ഇത് പൊട്ടിച്ചു. അപ്പോൾ അതുവരെ നിലനിന്നിരുന്ന നിരോധനങ്ങൾക്ക് പുറമെ കൂടുതൽ നിരോധനമാണ് 98 ബോംബ് സ്ഫോടനം വഴി നമുക്ക് ലഭ്യമായത്. അതായത് കൂടുതൽ മേഖലകളിൽ നമ്മളെ തടയാൻ മറ്റു രാജ്യങ്ങൾ ശ്രമം ആരംഭിച്ചു. അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ പുതിയ യുഗത്തിലേക്ക് കടക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണവ ശക്തി നമ്മൾ 2 കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. ഒന്ന്, ആണവ ആയുധങ്ങൾ ഉണ്ടാക്കാൻ. 2, സമാധാനപരമായ ആവശ്യങ്ങൾക്ക്. ഇത് രണ്ടും നമ്മളെ അനുവദിച്ചാൽ മാത്രമേ ഇന്റർനാഷണൽ ആണവ ഏജൻസിയിൽ നമ്മൾ അംഗമാകത്തുള്ളൂ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആണവ ഏജൻസിക്ക് നമ്മുടെ ആണവ റിയാക്ടറുകൾ പരിശോധിക്കാൻ നമ്മൾ അനുവദിക്കും. ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഈ കഥ ഇനി മുന്നോട്ട് പോകേണ്ടത്. 98 ഏർപ്പെടുത്തിയ സാമ്പത്തിക നിരോധനം ഏകദേശം 2004 മിക്കവാറും രാജ്യങ്ങളൊക്കെ പിൻവലിച്ചുവെങ്കിലും 1974 മുതൽ നിലവിലിരിക്കുന്ന നിരോധനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇത് ഇന്ത്യയോട് കാണിക്കുന്ന ഒരു ചതിയാണ് എന്ന് തിരിച്ചറിഞ്ഞ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോർജ് ബുഷാണ്. അദ്ദേഹം വളരെ പബ്ലിക്കായിട്ട് തന്നെ പറഞ്ഞു, ഇത് അൺഫെയർ ആണ്, നീതിയല്ല, ഇന്ത്യയോട് ഈ കാണിക്കുന്നത് ഒട്ടും നീതിയല്ല, ഇതിന് എന്താണ് തടസ്സമെന്ന് കണ്ടെത്തി ആ തടസ്സങ്ങൾ പരിഹരിക്കണം എന്നാണ് ജോർജ് ബുഷിന്റെ അഭിപ്രായം. ബുഷ് അതിൽ കണ്ട ഒരു അപകടം വളരെ വ്യക്തമാണ്. ഹൈ ടെക്നോളജി ബിസിനസ് അമേരിക്ക ഇപ്പോൾ കൂടുതൽ ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയുമായിട്ടാണ്. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ അതിൽ നിന്ന് തടയുകയും ചെയ്യുന്നു. ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് ഈ വിവേചനമെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ബുഷിന്റെ പ്രത്യേകത. അതിനു പുറമെ US-ന് ഈ ചിന്ത ഉണ്ടാകാൻ വേറെയും കാരണങ്ങളുണ്ട്. 1990 മുതൽ ഇന്ത്യ നടപ്പിൽ വരുത്തുന്ന ആഗോളവൽക്കരണത്തിന്റെ ഫലമായിട്ട് ഒരുപാട് രാജ്യങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റ് തുറന്നു കൊടുത്തിരിക്കുകയാണ്. അതുമാത്രമല്ല, 2000 മില്ലേനിയം എറർ എന്ന ശൈലിയിൽ വന്ന സോഫ്റ്റ്വെയർ എറർ പരിഹരിക്കുവാൻ ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ കപ്പാസിറ്റിയാണ് അമേരിക്ക പരമാവധി ഉപയോഗിച്ചതും. ചൈനയുടെ വളർച്ചയായാലും ഇസ്ലാമിക് മൗലികവാദത്തിന്റെ വളർച്ചയായാലും രണ്ടായാലും അപകടമാണ്. അതിന് പരിഹാരം ഇന്ത്യയെ പോലുള്ള ജനാധിപത്യ രാജ്യങ്ങളുടെ വളർച്ചയാണെന്ന് വ്യക്തമായൊരു ചിന്ത അമേരിക്കയിൽ എമ്പാടും ഉണ്ടായിരുന്നു. അതിനും പുറമെ അമേരിക്കയിൽ വളർന്നു വരുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുണ്ട്. അവർ വിവിധ സ്ഥാപനങ്ങളുടെ മേലധികാരികളാവുകയും വല്ലാതെ ഓയിസുള്ള ആളുകളായി മാറുകയും ചെയ്തപ്പോൾ അവരുടെ ഒരു പ്രഷർ ഉണ്ടായി. ഇന്ത്യക്ക് മേൽ അമേരിക്ക നടപ്പിലാക്കി നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഈ നിരോധനം തികച്ചും ജനാധിപത്യ വിരുദ്ധവും അതേസമയം അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് എതിരുമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിൽ അവിടുത്തെ കമ്മ്യൂണിറ്റി വിജയിച്ചു എന്നുള്ളതാണ് സത്യം. ഇത് 2000 തന്നെ കോണ്ടലിസ റൈസ് എഴുതിയ ഒരു ലേഖനത്തിൽ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിരുന്നു. ഏഷ്യയിലെ ശാക്തിക ബാലൻസ് നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയോടുള്ള അമേരിക്കയുടെ ശൈലിയിൽ മാറ്റം വരുത്തണമെന്നും അമേരിക്ക ഇന്ത്യക്ക് അനുകൂലമായി നയങ്ങളിൽ മാറ്റം വരുത്തണമെന്നുമാണ് കോണ്ടലിസ റൈസ് തന്റെ ലേഖനത്തിൽ സമർത്ഥിച്ചത്. അതുവരെയുള്ള അമേരിക്കൻ നയം എന്ന് പറയുന്നത് പാകിസ്ഥാനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വ്യക്തമായ കാരണമുണ്ട്. പാകിസ്ഥാനെ പ്രൊമോട്ട് ചെയ്യാൻ അമേരിക്ക തീരുമാനിച്ചത് തന്നെ റഷ്യയുടെ അഫ്ഗാനിസ്ഥാൻ ആക്രമണവുമായി ബന്ധിപ്പിച്ചാണ്. റഷ്യക്കാരുടെ അഫ്ഗാനിസ്ഥാനിലെ സാന്നിധ്യം അവസാനിപ്പിക്കാനായിട്ട് വൻതോതിൽ പണവും ആയുധങ്ങളും പാകിസ്ഥാനിൽ ഡംപ് ചെയ്ത അമേരിക്ക അറിയാതെ ഇസ്ലാമിക് മൗലികവാദത്തെ വളർത്തുകയാണ് ചെയ്തത്. അത് തിരിഞ്ഞുകുത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് അമേരിക്ക ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കോണ്ടലിസ റൈസിന്റെ ആ ലേഖനം വളരെയേറെ ചർച്ചകൾക്ക് വിധേയമായി. അതുമാത്രമല്ല, കോണ്ടലിസ റൈസ് വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഇന്ത്യ ഇപ്പോൾ ശക്തമായ രാജ്യം അല്ലായിരിക്കും, പക്ഷേ ഭാവിയിലെ ഏറ്റവും ശക്തമായ രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി ഒരു സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് അമേരിക്ക ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് പറ്റിയ സമയം ഇതാണ്, ഇപ്പോഴാണ്, നമ്മളത് ചെയ്തിരിക്കണം എന്നാണ് കോണ്ടലിസ റൈസ് തന്റെ ലേഖനത്തിലൂടെ സമർത്ഥിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് 2004 ജൂൺ 24 മൻമോഹൻ സിംഗ് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിന്റെ എൻഡിൽ ഇങ്ങനെ സൂചിപ്പിച്ചത്, നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരണമെങ്കിൽ ഹൈ എൻഡ് ടെക്നോളജിയിൽ നമ്മൾ ഒരുപാട് മുന്നേറേണ്ടിയിരിക്കുന്നു. അതിന് നമ്മളും US-ഉം അതുപോലെയുള്ള രാജ്യങ്ങളുമായിട്ട് കൂടുതൽ അടുപ്പമുണ്ടാകേണ്ടിയിരിക്കുന്നു എന്നാണ് മൻമോഹൻ സിംഗ് ആ പ്രസംഗത്തിൽ അല്ലെങ്കിൽ ആ അഭിസംബോധനയിൽ സൂചിപ്പിച്ചത്. ഹൈ എൻഡ് ടെക്നോളജി എന്ന നിലയിൽ മൻമോഹൻ സിംഗ് സൂചിപ്പിച്ചത് സ്പേസുമായി ബന്ധിപ്പിച്ചത്, അതുപോലെ ന്യൂക്ലിയറുമായി ബന്ധിപ്പിച്ചത്, അതുപോലെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ചത് ഒക്കെയാണ്. അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ടെക്നോളജി ലഭ്യമായാൽ മാത്രമേ കൂടുതൽ വളർച്ച ഇന്ത്യക്ക് നേടാൻ കഴിയൂ എന്നാണ് മൻമോഹൻ സിംഗ് ആദ്യമായി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. 2004 സെപ്റ്റംബർ അവസാനം UN ജനറൽ അസംബ്ലി നടക്കുകയാണ്. അതിൽ
മൻമോഹൻ സിംഗ് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ മൻമോഹൻ സിംഗ് പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ മൻമോഹൻ സിംഗും അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷും തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇതിനിടയിൽ ആരംഭിച്ചത്. അപ്പോൾ അതിനുവേണ്ടി അന്നത്തെ വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥനായ ജയശങ്കർ നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ നമ്മുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി, അദ്ദേഹത്തെ US അയച്ചു. US അന്നത്തെ നമ്മുടെ അംബാസിഡർ റോണൻ സെൻ ആണ്. ജയശങ്കറും റോണൻ സെന്നുമായി US കറസ്പോണ്ടിങ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് ഒരു വെന്യൂവും തീയതിയും സമയവും തീരുമാനിച്ചു. മൻമോഹൻ സിംഗും പ്രസിഡന്റ് ബുഷും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി. അവിടെ നിന്നാണ് ഈ കഥയിലെ ചടുലമായ രംഗങ്ങളുടെ ആരംഭം. ബുഷും മൻമോഹൻ സിംഗും തമ്മിലുള്ള ചർച്ചയിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് സ്ട്രാറ്റജിക് പ്ലാനിംഗ് NSSP എന്ന ഒരു ശൈലിയിലുള്ള ചർച്ചയാണ് നടന്നത്. എന്താണ് ഇനി ഇന്ത്യയും US തമ്മിലുള്ള മുന്നോട്ടുള്ള പോക്കിലെ അടുത്ത ഘടകങ്ങൾ അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്സ് എന്നാണ് അവർ ആലോചിച്ചത്. ഇത് നടക്കുന്നത് സെപ്റ്റംബർ 29, 2004 അപ്പോൾ അതിനുശേഷം ഡിസംബർ ആയപ്പോൾ അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറി റൊണാൾഡ് റാംസ്ഫീൽഡ് ഇന്ത്യ സന്ദർശിക്കാനും തീരുമാനമായി. ബുഷ് അഡ്മിനിസ്ട്രേഷന്റെ ഇന്ത്യക്ക് നേരെയുള്ള തിരിവ് സ്വാഭാവികമായിട്ടും അമേരിക്കൻ ഭരണകൂടത്തിലെ ഇന്ത്യക്കെതിരായുള്ള ശക്തികളെ ഒന്ന് ചലിപ്പിച്ചു തുടങ്ങിയിരുന്നു. അവര് റാംസ്ഫീൽഡിന്റെ ഇന്ത്യൻ സന്ദർശനം ഒന്ന് ലേറ്റാക്കാൻ അല്ലെങ്കിൽ തടസ്സപ്പെടുത്താൻ ശ്രമം നടത്തിയെങ്കിലും ബുഷ് അതിനെ ഓവർകം ചെയ്ത് നടപടിയെടുത്തത് കൊണ്ടാണ് കൃത്യമായും പിന്നീട് വേഗത ഉണ്ടാകുന്നത്. നട്വർ സിംഗ് എന്ന വിദേശകാര്യ വകുപ്പ് മന്ത്രിക്ക് കീഴിൽ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് മണി ദീക്ഷിത് എന്ന വിദേശകാര്യ വകുപ്പ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ ആകസ്മികമായ മരണം ഈ ചർച്ചകളെ ഒന്ന് പിന്നോട്ട് വലിച്ചെങ്കിലും അതിനുശേഷം നാരായണൻ ആ ചുമതലയിലേക്ക് വന്നു. ബുഷും മൻമോഹൻ സിംഗും തമ്മിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് സ്ട്രാറ്റജിക് അലയൻസ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് പ്ലാൻ ആണ് നടത്തിയെന്ന് പറയുമ്പോൾ എന്തൊക്കെ നെക്സ്റ്റ് സ്റ്റെപ്പിനെ കുറിച്ച് ചർച്ച നടത്തിയെന്ന് കൂടുതൽ വ്യക്തമായ ധാരണയുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇന്ത്യയുടെ അംബാസിഡറായ റോണൻ സെൻ ആണ്. കാരണം അദ്ദേഹം അംബാസിഡർ ആകുന്നതിന് മുമ്പ് അറ്റോമിക് എനർജി കമ്മീഷന്റെ സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അറ്റോമിക് കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വളരെ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏത് ചർച്ചയ്ക്കും റോണൻ സെൻ അനിവാര്യമായ ഒരു ഘടകവുമായിരുന്നു. ഇതേ സമയത്ത് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ മേഖലയിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആണവ നിർവ്യാപന കരാറിന്റെ ശക്തിയിൽ അമേരിക്ക ചൈനയെ ഒരുപാട് സഹായിച്ചതിന്റെ ഫലമായിട്ട് ചൈന വൻ രാഷ്ട്രമായി വളർന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നമ്മുടെ കൺമുന്നിലൂടെയാണ് ചൈന വളർന്നു വലുതായത്. അതേ സമയത്ത് ചൈന പിൻവാതിലൂടെ പാകിസ്ഥാനെ ന്യൂക്ലിയർ ശക്തിയാക്കുന്നതിൽ വിജയിച്ചു. ഈ രണ്ട് കാര്യങ്ങൾ, അമേരിക്കയുടെ അതിർവിട്ട ചൈനീസ് സഹായവും ചൈനയുടെ അതിർവിട്ട പാകിസ്ഥാൻ സഹായവും, ഇത് രണ്ടും ഇന്ത്യക്ക് ദോഷകരമായി വന്നതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിനും സയന്റിസ്റ്റുകൾക്കും അമേരിക്കയോട് വല്ലാത്തൊരു കലിപ്പുള്ള സമയം കൂടിയാണ്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടുമുക്കാൽ ശാസ്ത്രജ്ഞരും അതികഠിനമായി ശ്രമിച്ചതുകൊണ്ടാണ് അമേരിക്ക ഒരുപാട് നിരോധനങ്ങളും അമേരിക്കയുമായി ബന്ധിപ്പിച്ച രാജ്യങ്ങൾ ഒരുപാട് തടസ്സങ്ങളും നടത്തിയിട്ടും ഇന്ത്യ ബഹിരാകാശ മേഖലയിൽ അവരെയൊക്കെ അമ്പരപ്പിക്കുന്ന വളർച്ച നേടിയത്. അപ്പോൾ ഇവിടെ സ്വയം വളരുന്നതിൻ്റെ ഒരു സന്തോഷവും ഒരു ചാരിതാർത്ഥ്യമൊക്കെ ഉള്ളൊരു ടീമുമുണ്ട്. അതേസമയം ടെക്നോളജി വൻതോതിൽ ഡിലേ ആകുന്നതിൻ്റെ വൈഷമ്യമുള്ള വേറൊരു ടീമുണ്ട്. ഇവർ രണ്ടുപേരും ഇന്ത്യയുടെ ഭാഗമാണ്. ഇവരൊക്കെ കൂടിയാണ് കഥ ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. 2005 മെയ് 9 രണ്ടാം ലോകമഹായുദ്ധം വിജയിച്ചതിന്റെ വാർഷിക ചടങ്ങുകൾ ക്രെംലിനിൽ നടക്കുകയാണ്. അവിടെ ഡോക്ടർ സിംഗും അദ്ദേഹത്തിന്റെ വൈഫും നിൽക്കുന്നതിനടുത്തേക്ക് ബുഷും ഭാര്യയും നടന്നു വന്നു. മൻമോഹൻ സിംഗിന്റെ അടുത്ത് എത്തിയുടൻ തന്നെ ബുഷ് മൻമോഹൻ സിംഗിനെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പരിചയപ്പെടുത്തുകയാണ്. നോക്കൂ ലോറ, ഇതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. 100 കോടിയിൽ പരം ജനങ്ങളുള്ള, ധാരാളം ഭാഷകളും ധാരാളം മതങ്ങളുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അതിന്റെ ഭരണാധികാരിയാണ് ഈ ഡോക്ടർ മൻമോഹൻ സിംഗ്. ഒരു വല്ലാത്ത ഇൻട്രൊഡക്ഷനാണ്. അതിനുശേഷം അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇന്ത്യക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്, അതിന് ധാരാളം ഊർജ്ജം ആവശ്യമുണ്ട്. ആ ഊർജ്ജ പ്രതിസന്ധി, ഇന്ത്യ അനുഭവിക്കുന്ന ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുവാൻ US സഹായിക്കാം എന്ന് ബുഷ് സംസാരമധ്യേ മൻമോഹൻ സിംഗിനോട് പറഞ്ഞു. ഇവിടെയൊക്കെ കാണുന്നത് ബുഷിന് മൻമോഹൻ സിംഗിനോടുള്ള ഒരു കരുതലാണ്. കാണുന്ന ഓരോ സമയത്തും അടുത്തു വരികയും സംസാരിക്കുമ്പോൾ തന്നെ ഒരു ശ്രദ്ധയുണ്ട്. സർ എന്ന് സംബോധന ചെയ്താണ് ബുഷ് മൻമോഹൻ സിംഗിനോട് സംസാരിക്കുക. അത് പലപ്പോഴും അമേരിക്കയിൽ തന്നെയുള്ള ആൾക്കാർക്ക്, മറ്റ് രാഷ്ട്രതലവന്മാർക്കൊക്കെ ഒരു അതിശയമാണ്. ബുഷ് അങ്ങനെ ചെയ്യുന്നത്, ഇദ്ദേഹം പ്രൊഫസറായിരുന്ന ആളാണ്, ഇദ്ദേഹം ആരാധിക്കപ്പെടുന്ന ഒരു ബഹുമാന്യനായ, ഒരു ദീക്ഷണാശാലിയായ ഒരു സാമ്പത്തിക വിദഗ്ധനാണ് എന്നൊക്കെ കൊണ്ടാണ്. അപ്പോൾ ബുഷ് ആ ഒരു കരുതലും ബഹുമാനവും എപ്പോഴും മൻമോഹൻ സിംഗിനെ കാണുമ്പോഴൊക്കെ പ്രകടിപ്പിക്കുമായിരുന്നു. അത് ആത്യന്തികമായി ഇന്ത്യയുടെ വിജയത്തിലേക്ക് എത്തി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്ന് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ, അതായത് ജൂൺ 4, 2005 മുംബൈയിലെ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിൽ അവിടുത്തെ ശാസ്ത്രജ്ഞരെ അഭിസംബോധന ചെയ്തുകൊണ്ട് മൻമോഹൻ സിംഗ് ഒരു കാര്യം പറഞ്ഞു. 2020 ആകുമ്പോൾ
ആണവ ഇന്ധനം ഉപയോഗിച്ച് 20,000 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുവാൻ ഇന്ത്യക്ക് കഴിയണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ലോകം ഇപ്പോ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന സകല തടസ്സങ്ങളും അവസാനിപ്പിക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ആ തടസ്സങ്ങൾ മാറ്റാൻ നമുക്ക് കഴിഞ്ഞാൽ ഉറപ്പായും ആണവ ഇന്ധനം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ വേഗം എത്തും. റോ മെറ്റീരിയൽസ് ആയാലും ഉൽപ്പന്നങ്ങളായാലും സ്ട്രാറ്റജിക് പ്ലാനുകളാണെങ്കിലും ടെക്നിക്കൽ നോളജ് ആണെങ്കിലും സ്കിൽ സെറ്റ് ആണെങ്കിലും എല്ലാം നമ്മളെ തേടി വരും. നമുക്ക് വളരെ വേഗം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും. അതായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി. അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കാനുള്ള എല്ലാ നടപടികളിലൂടെയും ഈ സർക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വളരെ ബോൾഡായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് മൻമോഹൻ സിംഗ് അവിടെ നടത്തിയത്. സകല ശാസ്ത്രജ്ഞരും അത്ഭുതത്തോടെയും ആഹ്ലാദത്തോടെയുമാണ് ആ വാർത്ത കേട്ടത്. പക്ഷെ അതേ സമയത്ത് US-ലും ഇന്ത്യയിലുമുള്ള എതിർ താല്പര്യക്കാരുണ്ട്. പാകിസ്ഥാനോട് പ്രത്യേക താല്പര്യമുള്ള ഒരു സമൂഹം US-ന്റെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ ചൈനയോടും കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളോടും പ്രത്യേക താല്പര്യമുള്ള ആളുകൾ ഇന്ത്യയിലുമുണ്ട്. ഇടതുപക്ഷം കൊടുക്കുന്ന സ്ട്രാറ്റജിക് സപ്പോർട്ട് കൊണ്ടാണ് അന്നത്തെ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ നിലനിൽക്കുന്നത്. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായിട്ട് ഇന്ത്യ അടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ പറ്റത്തില്ല. ചൈന എന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യം അമേരിക്കൻ സഹായത്താൽ വലിയ സൈനിക ശക്തിയായിട്ട് വലിയ ആണവ ശക്തിയായിട്ട് മാറിയതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ല എങ്കിലും ഇന്ത്യ എന്ത് സഹായവും തേടേണ്ടത് റഷ്യ പോലുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നാണ് എന്നൊരു അഭിപ്രായമാണ് പൊതുവെ ഇടതുപക്ഷത്തിനുള്ളത്. അമേരിക്കയോട് വല്ലാത്തൊരു എതിർപ്പുണ്ട്. അതുമാത്രമല്ല, അമേരിക്കയും മുസ്ലിം ജനവിഭാഗങ്ങളുമായുള്ള ഒരു എതിർപ്പുണ്ട്. അപ്പോൾ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഇന്ത്യ അമേരിക്കയുമായി അടുക്കുന്നത് എന്നൊരു കാഴ്ചപ്പാട് കൂടി പൊതുവെ വച്ചു പുലർത്തുന്ന ഒരു സംവിധാനം ഇടതുപക്ഷത്തിനുണ്ട്. ഇടതുപക്ഷത്തിന് വോട്ട് ബാങ്ക് മുസ്ലിം ന്യൂനപക്ഷവുമായി ബന്ധിപ്പിച്ച് വളർത്തിയെടുക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. സ്വാഭാവികമായിട്ടും വൻ എതിർപ്പാണ് മൻമോഹൻ സിംഗിന്റെ ഈ പ്രസ്താവന ഇന്ത്യയിൽ വിളിച്ചു വരുത്തിയത്. അല്ലെങ്കിൽ ഇടതുപക്ഷം ഇടയാൻ തുടങ്ങിയെന്നർത്ഥം. ഇടതുപക്ഷം മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ഇടതു മനോഭാവമുള്ള അനവധി ആളുകളുണ്ട്. അവരും ഇടയാൻ തുടങ്ങി. അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞ 30 വർഷമായി നിലനിൽക്കുന്ന വിവേചനം അല്ലെങ്കിൽ നിരോധനം അവസാനിപ്പിക്കുവാനായിട്ട് മൻമോഹൻ സിംഗ് മുൻകൈ എടുക്കുന്നു. അങ്ങനെ ഇപ്പം മുൻകൈ മൻമോഹൻ സിംഗ് എടുക്കണ്ട എന്ന് രഹസ്യമായിട്ടും പരസ്യമായിട്ടും പറയുന്ന അനവധി നേതാക്കളുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. മൻമോഹൻ സിംഗ് ഞങ്ങൾ പറയുന്നത് അങ്ങോട്ട് ചെയ്താൽ മതി, മൻമോഹൻ സിംഗ് ആയിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് കാര്യങ്ങൾ ചെയ്യരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ള അനവധി നേതാക്കൾ ആ കാലഘട്ടത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഈ വ്യാപാര കരാറിനെതിരായി സംസാരിച്ചു തുടങ്ങി. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി, ആണവ ഊർജ വകുപ്പ്, അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക മുന്നോട്ട് വെച്ച സന്മനസ് ഒരു സംശയമാണ് ഉണ്ടാക്കിയത്. ഇത്രയും കാലം കഴിഞ്ഞ 30 വർഷമായിട്ട് ഇന്ത്യയെ ആണവ വ്യാപന പ്രക്രിയയിൽ നിന്ന് മാറ്റി നിർത്തിയ അമേരിക്ക ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യയുടെ ആണവ വ്യാപനത്തിൽ താല്പര്യം കാണിക്കുന്നത് സംശയത്തോടെ മാത്രമേ നമ്മുടെ ആണവ വകുപ്പിന് കാണാൻ കഴിയുമായിരുന്നുള്ളൂ. ആണവ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ അമേരിക്ക ഇന്ത്യയെ ചതിക്കാനുള്ള ബോധപൂർവമായ ഒരു കെണി ഒരുക്കുകയാണ്. ഇതുവരെ സ്വന്തമായി അധ്വാനിച്ച് വികസിപ്പിച്ചെടുത്ത ടെക്നോളജിയുടെ ഫലമായി ഇന്ത്യ സ്ഥാപിച്ചിരിക്കുന്ന റിയാക്ടറുകളും ആണവ ആയുധങ്ങളും ഒക്കെ നമുക്കൊരു അഭിമാനവും അന്തസ്സുമാണ്. ഇനി അമേരിക്ക നൽകുന്ന ടെക്നോളജി നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ അറിയാതെ അമേരിക്കൻ ടെക്നോളജിയുടെ അടിമകളായി മാറുകയാണ്. നമ്മളെ അങ്ങനെ ബോധപൂർവം അടിമകളാക്കാനുള്ള വളരെ കാര്യമായ ഒരു ചിന്തയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളതെന്നാണ് അറ്റോമിക് വകുപ്പിലെ ഉദ്യോഗസ്ഥർ പരസ്പരം സംസാരിച്ചു തുടങ്ങിയത്. 2005 ജൂലൈ അവസാനം US പ്രസിഡന്റും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിൽ ഒരു ചർച്ച നടക്കുകയാണ്. അതിനുവേണ്ടി ദില്ലിയിൽ നിന്ന് പ്രൈം മിനിസ്റ്ററുടെ ഔദ്യോഗിക പ്ലെയിനിൽ ഉദ്യോഗസ്ഥരുടെ സംഘം US-ലേക്ക് പോവുകയാണ്. ആ വിമാനത്തിൽ ഇരുന്നു കൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ ആണവ വകുപ്പിന്റെ സെക്രട്ടറിയായ ശാസ്ത്രജ്ഞനായ അനിൽ കക്കോത്കർ വളരെ ഉറക്കെ എല്ലാവരും കേൾക്കെ പറഞ്ഞ ഒരു വാചകം ഇതാണ്: ഞാൻ ഒരു കാരണവശാലും അമേരിക്കക്കാരെ വിശ്വസിക്കത്തില്ല, അവര് ചതിയന്മാരാണ്. ഒരിക്കലും എനിക്കെന്നല്ല ആർക്കും അവരെ വിശ്വസിക്കാൻ കഴിയില്ല. നമ്മുടെ ഇന്ത്യയിലെ വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ശൈലി നോക്കിയാൽ IAS-കാരും IFS-കാരൊക്കെയാണ് മിക്കവാറും വകുപ്പുകളുടെയൊക്കെ തലവന്മാരായിരിക്കാം. പക്ഷേ ആണവ വകുപ്പിൽ വരുമ്പോൾ അവിടെ മിക്കവാറും ഒക്കെ ശാസ്ത്രജ്ഞന്മാരാണ്. അതുകൊണ്ട് തന്നെ ആണവ മേഖലയുമായി ബന്ധിപ്പിച്ച് നടക്കുന്ന ഏത് ചർച്ചയിലും വല്ലാത്തൊരു വീറ്റോ പവർ എൻജോയ് ചെയ്തിരുന്നവരാണ് ഈ ആണവ വകുപ്പിലെ ഉദ്യോഗസ്ഥർ. അനിൽ കക്കോത്കർ ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഇങ്ങനെ ഉറപ്പിച്ചു പറയുമ്പോൾ ബാക്കിയുള്ളവർക്കും സ്വാഭാവികമായും അമേരിക്കയുടെ ചെയ്തിയിൽ ഒരു സംശയം ഉണ്ടാകുന്നതിൽ വലിയ അതിശയമില്ല. എന്നാൽ കാര്യങ്ങൾ എപ്പോഴും തീരുമാനിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ്. രാഷ്ട്രീയ നേതൃത്വത്തിനെ പ്രതിനിധീകരിക്കുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അവസരമാണ്. കഴിഞ്ഞ 30 കൊല്ലങ്ങളായി ഇന്ത്യ അനുഭവിക്കുന്ന വിവേചനം, നമ്മൾ വർണ്ണവിവേചനവും ഒക്കെ
സൗത്ത് ആഫ്രിക്കയെക്കുറിച്ച് പറയും പോലെ ഇവിടെ ആണവ വിവേചനം, ഹൈ ടെക്നോളജിയുമായി ബന്ധിപ്പിച്ച വിവേചനം, സൂപ്പർ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ച വിവേചനം, ആ വിവേചനങ്ങളിൽ നിന്നൊക്കെ പുറത്തു കടക്കാനുള്ള അല്ലെങ്കിൽ ആ വിവേചനം അവസാനിപ്പിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഭാരതത്തിൽ ലഭിച്ചിരിക്കുന്നതെന്നുള്ള കാഴ്ചപ്പാടാണ് മൻമോഹൻ സിംഗിനുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം രണ്ട് കൈ നീട്ടി ഈ ഓഫർ എടുക്കാനുള്ള ശ്രമത്തിലുമാണ്. പക്ഷെ ഉദ്യോഗസ്ഥരാണെങ്കിലോ ഇങ്ങനെ രണ്ട് തട്ടിലാണ് താനും. എന്നാൽ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു അഭിപ്രായവും ഇന്ത്യയിൽ വിവിധ വകുപ്പുകളുമായി ബന്ധിപ്പിച്ച് വിവിധ രാഷ്ട്രീയ കക്ഷികളുമായി ബന്ധിപ്പിച്ചുകൊണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ശീത സമരം നടക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ചേർച്ച കാണിച്ചിരുന്നത് റഷ്യൻ പക്ഷത്തോടൊപ്പമാണ്. യഥാർത്ഥത്തിൽ നമ്മളൊരു ചേരിചേരാ നയമാണ് പിന്തുടരുന്നതെങ്കിലും താത്വികമായി അവലോകനം നടത്തിയാൽ നമുക്കൊരു റഷ്യൻ മനസ്സുണ്ടായിരുന്നു എന്ന് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾക്കും യുഎസിനേക്കാൾ ഇഷ്ടം റഷ്യയും അവരുമായി ബന്ധിപ്പിച്ച കാര്യങ്ങളും ഒക്കെയാണ്. കോൺഗ്രസ് മിനിസ്ട്രിക്ക് ഉള്ളിൽ തന്നെ ഈ രണ്ട് അഭിപ്രായവുമുണ്ട്. യു എസ് നൽകുന്ന ഓപ്പർച്യൂണിറ്റി പിടിച്ചെടുക്കണം എന്ന് അഭിപ്രായപ്പെടുന്നവരും യു എസ് ചതിക്കാൻ ശ്രമിക്കുകയാണ്, നമുക്ക് നമ്മുടെ പഴയ കൂട്ടുകാരായ റഷ്യയോടൊപ്പം നിൽക്കുന്നതാണ് നല്ലത് എന്ന അഭിപ്രായമുള്ളവരുമുണ്ട്. അപ്പൊ ഈ രണ്ട് അഭിപ്രായത്തെയും ചൂണ്ടിയാണ് BJPയും ലെഫ്റ്റും കോൺഗ്രസ് മുന്നണിക്കെതിരെ, കോൺഗ്രസ് മന്ത്രിസഭയ്ക്കെതിരെ, ഡോക്ടർ മൻമോഹൻ സിംഗിനെതിരെ ഇന്ത്യയിൽ എമ്പടം ആഞ്ഞടിച്ചുകൊണ്ടിരുന്നത്. യു എസിൽ ഈ ടീം എത്തിക്കഴിഞ്ഞപ്പോൾ അറ്റോമിക് എനർജി വകുപ്പിലെ ഉദ്യോഗസ്ഥരും വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരും പ്രൈം മിനിസ്റ്റർ ഓഫീസിലെ ഉദ്യോഗസ്ഥരും ഒന്നിച്ചിരുന്നു. അവർ ചർച്ച ചെയ്യാൻ ആരംഭിച്ചു. ഇതേ സമയത്ത് യു എസിൽ വളരെ വിപുലമായ ചർച്ച നടക്കുകയാണ്. ഇതുവരെ ഇന്ത്യയെ അകറ്റി നിർത്തിയിരുന്ന യു എസിന് അതിൻ്റെതായ ന്യായങ്ങളുണ്ട്, വ്യക്തമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യക്ക് ടെക്നോളജികൾ നൽകാതിരുന്നത്. യു എസിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ സ്കോട്ട്ലൻഡിൽ വെച്ച് G8+5 അതായത് G13 ഉച്ചകോടിയിൽ വെച്ച് ഡോക്ടർ സിംഗും ബുഷും തമ്മിൽ കണ്ടിരുന്നു. അവർ തമ്മിൽ ഈ വിഷയങ്ങൾ സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് ജൂലൈ അവസാനമായിട്ട് വാഷിംഗ്ടൺ DC എല്ലാവരും കൂടെ എത്തിയിരിക്കുന്നത്. വിമാനത്തിൽ പ്രധാനമന്ത്രിയുടെ സ്പെഷ്യൽ ഫ്ലൈറ്റിൽ വെച്ച് തുടങ്ങിയ വഴക്ക്, അതായത് വിദേശകാര്യ വകുപ്പും അറ്റോമിക് എനർജി വകുപ്പും തമ്മിലുള്ള വഴക്ക് അങ്ങ് വാഷിംഗ്ടൺ DC ലാൻഡ് ചെയ്തിട്ടും അവസാനിച്ചില്ല. ആ വഴക്ക് ഇങ്ങനെ തുടരുകയാണ്. ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചകൾക്ക് രണ്ട് വിഭാഗവും തയ്യാറല്ല എന്നതായിരുന്നു ആദ്യത്തെ സ്ഥിതി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ യു എസിലേക്ക് പോകുന്ന വഴി ഇടയ്ക്കൊരു താവളമുണ്ടായിരുന്നു, ഫ്രാങ്ക്ഫർട്ടിൽ ഇറങ്ങുന്ന സമയത്തും ഡോക്ടർ സിംഗിന്റെ മനസ്സിലൂടെ ഓടിപ്പോയത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തോട് അടുപ്പമുള്ള ആളുകളോട് അദ്ദേഹം അത് പങ്കുവയ്ക്കുകയും ചെയ്തു. തന്റെ കൂടെയുള്ള ടീമുകൾക്ക് പോലും ഒരു ധാരണയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് US ഡിപ്പാർട്ട്മെന്റിലെ വിവിധ ആളുകളെ നമുക്ക് പറഞ്ഞ് സമ്മതിപ്പിച്ചു ഒരു പൊതുധാരണയിൽ എത്തിക്കാൻ കഴിയുക? ഇതായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ചോദിച്ച ചോദ്യം. ഈ ചോദ്യം ഉണ്ടാകണമെന്ന് തന്നെയാണ് അറ്റോമിക് വകുപ്പിലെയും വിദേശകാര്യ വകുപ്പിലെയും ഒക്കെ ഉദ്യോഗസ്ഥരുടെ മനസ്സിലുള്ളതെന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ വിമാനം ഇറങ്ങുമ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് കാണുന്നത് ചിരിച്ചുകൊണ്ട് വരവേൽക്കാൻ നിൽക്കുന്ന നട്വർ സിംഗിനെയാണ്. നട്വർ സിംഗിനെ അത്ര സന്തോഷത്തിലല്ല യഥാർത്ഥത്തിൽ മന്ത്രിസഭയിൽ മൻമോഹൻ സിംഗ് ഉൾക്കൊള്ളിച്ചിരുന്നത്. സോണിയാഗാന്ധി ആവശ്യപ്പെട്ടതിന്റെ ഫലമായിട്ട് ഉൾക്കൊള്ളിച്ചെന്നേ ഉള്ളൂ. നട്വർ സിംഗിന് മൻമോഹൻ സിംഗിന് അത്ര ഇഷ്ടമല്ല, അല്ലെങ്കിൽ അത് നല്ല രമ്യത്തിലല്ല എന്നൊരു ശൈലിയാണ് പൊതുവെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ന്യൂയോർക്കിൽ കാണുമ്പോൾ വിദേശകാര്യ വകുപ്പ് മന്ത്രിയാണ്, അദ്ദേഹം വളരെ സന്തോഷത്തിൽ കാണുകയും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. ഈ സമയമായപ്പോൾ കോൺഗ്ലീസ റൈസാണ് അമേരിക്കയുടെ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്ന സെക്രട്ടറി. അപ്പോൾ കോൺഗ്ലീസ റൈസുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നട്വർ സിംഗ് ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷമാണ് പ്രൈം മിനിസ്റ്റർ എന്ന നിലയിൽ മൻമോഹൻ സിംഗിനെ കാണാൻ വരുന്നത്. അപ്പോൾ കോൺഗ്ലീസ റൈസ് ബുഷ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ബുഷ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നട്വർ സിംഗിനോട് പങ്കുവച്ചതെന്ന് നട്വർ സിംഗ് പ്രൈം മിനിസ്റ്ററോട് പങ്കുവച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു പോസിറ്റീവ്നെസ് പൊതുവെ US ഉണ്ട് എന്നുള്ളത് അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ മൻമോഹൻ സിംഗിന് മനസ്സിലായി. അന്ന് രാത്രി മുഴുവൻ, രാത്രി നേരം വെളുക്കുന്നവരെ ചർച്ച നടന്നു വേണമെങ്കിൽ പറയാം. ചർച്ചയിൽ ഒന്നും എത്തിയില്ല, അല്ലെങ്കിൽ എങ്ങും എത്തിയില്ല. ഇപ്പോഴും ഈ കരാറിന് എതിരായിട്ട് നിൽക്കുന്ന വിദ്വേഷികൾ അവരുടെ ഭാഗം ഭംഗിയായി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. രാവിലെ തന്നെ കോൺഗ്ലീസ റൈസ് എത്തുകയും മൻമോഹൻ സിംഗിനെ കാണുകയും ചെയ്തു. എങ്ങനെയും ഇത് കരക്കടിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ US പറയുന്ന കാര്യങ്ങളും ഇന്ത്യ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തമ്മിലുള്ള അന്തരമാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ ഇന്ത്യ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വേണമെന്ന് പറയും. അപ്പോൾ US നിലവിലുള്ള നിയമം അനുസരിച്ച് ഇങ്ങനെ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെടാതിരിക്കുന്നുണ്ട്. കോൺഗ്ലീസ റൈസിന്റെ ജോലി ഓടി വന്ന് പ്രൈം മിനിസ്റ്റർ എന്ന നിലയിൽ മൻമോഹൻ സിംഗിനെ കാണുക, ഇങ്ങോട്ടുള്ള ഒരു ഓട്ടമാണ് കോൺഗ്ലീസ റൈസ് നടത്തുന്നത്. ഇത് തന്നെയാണ് നട്വർ സിംഗും ചെയ്തുകൊണ്ടിരുന്നത്. രാവിലെ ഓവൽ ഹൗസിൽ ബുഷും മൻമോഹൻ സിംഗും തമ്മിലുള്ള ഒരു മീറ്റിംഗ് നടക്കുകയാണ്. എന്തായാലും മീറ്റിംഗിന്റെ എൻഡിൽ ഉച്ചയോടനുബന്ധമായിട്ട് ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടാകുമെന്നുള്ള സൂചന പത്രക്കാർക്കും കൂടെയുള്ള അംഗങ്ങൾക്കൊക്കെ ലഭിച്ചു. ഉച്ചയായിട്ടും ഏകദേശം ഒന്നും ആകാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ജയശങ്കർ ഓടിയെത്തി. ജയശങ്കർ ഇന്നത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം തമ്പ് ഉയർത്തി കാണിച്ചുകൊണ്ട് വന്നത്. അതിൻ്റെ അർത്ഥം എന്തൊക്കെയോ കാര്യങ്ങളിൽ മഞ്ഞുരുകിയിട്ടുണ്ടെന്നാണ്.
അപ്പൊ അദ്ദേഹം വന്നോടെ പറഞ്ഞു കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, നമ്മളൊരു എഗ്രിമെന്റിലേക്ക് നീങ്ങുകയാണ്. രണ്ട് നേതാക്കളും അവരുടെ ഭാഗത്തുള്ള ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ വളരെ കാര്യമായി ഗുണദോഷിച്ചതിന്റെ ഫലമായിട്ടാണ് ഏകദേശം ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം കൺട്രോൾ എപ്പോഴും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനാണ് എന്ന് കാണിക്കുന്ന നല്ലൊരു ഉദാഹരണമാണ്. ബുഷിന്റെ അഡ്മിനിസ്ട്രേഷനിലുള്ള മുഴുവൻ ആളുകളും എന്ന് വേണമെങ്കിൽ പറയാം, എല്ലാവർക്കും ഇന്ത്യയുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാകുന്നതിന് താല്പര്യക്കുറവുണ്ടായിരുന്നു. പക്ഷേ ബുഷ് എന്ന വ്യക്തിക്ക് ഇന്ത്യയുമായി എഗ്രിമെന്റ് ഉണ്ടാക്കുന്നതിൽ താല്പര്യമുണ്ട് എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ പതുക്കെ ചേഞ്ചസ് അവിടെ ദൃശ്യമാവുകയാണ്. അതുപോലെ മൻമോഹൻ സിംഗിന് അമേരിക്കയുമായിട്ടുള്ള ഈ കരാർ വയ്ക്കുന്നതിൽ ഉള്ള താല്പര്യം ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ പതുക്കെ ഇവിടെയും മഞ്ഞുരുകി തുടങ്ങി. എന്തായാലും ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു മ്യൂച്വൽ എഗ്രിമെന്റ് അടിസ്ഥാനത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറങ്ങി. അതിൻ്റെ വാചകം ഇതാണ്: അഡ്വാൻസ്ഡ് ന്യൂക്ലിയർ ടെക്നോളജി ഉള്ള ഒരു റെസ്പോൺസിബിൾ സ്റ്റേറ്റായി ഇന്ത്യയെ അംഗീകരിക്കുന്നു എന്നാണ് US പറഞ്ഞതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള രാജ്യം എന്ന നിലയിൽ ഇന്ത്യയെ ആദ്യമായി US അംഗീകരിക്കുകയാണ്. അപ്പം ന്യൂക്ലിയർ വെപ്പൺ ഉള്ള രാജ്യം ആണവ നിർവ്യാപന കരാറിലേക്ക് രംഗത്ത് വരുന്നതും ന്യൂക്ലിയർ വെപ്പൺ ഇല്ലാത്ത ഒരു രാജ്യം ആണവ നിർവ്യാപന കരാറിലേക്ക് വരുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അവിടെ തന്നെ അത് അംഗീകരിച്ചുകൊണ്ടാണ് US-ന്റെ മ്യൂച്വൽ എഗ്രിമെന്റ് അല്ലെങ്കിൽ മ്യൂച്വൽ സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് വരുന്നത്. ഈ എഗ്രിമെന്റ് പ്രകാരം US ഇന്ത്യയെ പല കാര്യങ്ങളിലും സഹായിക്കും. അമേരിക്കയുടെ ജനപ്രതിനിധി സഭയായ കോൺഗ്രസിന്റെ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ അമേരിക്കൻ ഗവൺമെന്റിന് ഇന്ത്യയെ സഹായിക്കാൻ കഴിയൂ. ആ അനുവാദം വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയുള്ള നടപടികൾ ബുഷ് ഗവൺമെന്റ് എടുക്കുമെന്നാണ് ഈ എഗ്രിമെന്റിന്റെ പ്രധാന വ്യവസ്ഥ. ഇത് നിയമമായി കഴിഞ്ഞാൽ US-ലെ കമ്പനികൾക്ക് ഇന്ത്യക്ക് ആണവ ടെക്നോളജിയും കൈമാറ്റം ചെയ്യുവാൻ അധികാരമുണ്ടായിരിക്കും. താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷന് ആവശ്യമായ ആണവ ഫ്യൂവൽ നൽകുന്നത് മാത്രമല്ല, ലോകത്തുള്ള മറ്റ് രാജ്യങ്ങളുമായി ബന്ധിപ്പിച്ച് ചർച്ച നടത്തി അവർക്കും ഇന്ത്യക്കും ഇടയിലുള്ള തടസ്സങ്ങളും നീക്കാൻ അമേരിക്ക സഹായിക്കാം എന്നുകൂടി കരാറിലുണ്ട്. എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ സപ്ലൈസിന്റെ ഗ്രൂപ്പ് NSGയിൽ ഇന്ത്യക്കുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റാൻ അമേരിക്ക സഹായിക്കാമെന്നാണ്. വളരെ വലിയൊരു ഓഫറാണ് US വെച്ചിരിക്കുന്നത്. അതിന് തിരിച്ച് ഇന്ത്യ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യയും ഒരേപോലെ ഉത്തരവാദിത്വം എടുക്കണം. ടെക്നോളജികൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ ഇന്ത്യയും തത്തുല്യമായ ഉത്തരവാദിത്വം എടുക്കണം എന്നാണ് ആ എഗ്രിമെന്റിൽ ഇന്ത്യ തിരിച്ചു ചെയ്യേണ്ടതായിട്ട് പറയുന്നത്. അതുപോലെ ഇന്ത്യയിലെ ആണവ പദ്ധതികളെ രണ്ടായി തരംതിരിക്കണം: സിവിലിയൻ ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ളതും മിലിറ്ററി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളതും. സിവിലിയൻ ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള ആണവ നിലയങ്ങളെ പരിശോധിക്കാൻ അന്താരാഷ്ട്ര ആണവ ഊർജ ഏജൻസിയെ അനുവദിക്കുകയും വേണം. അന്താരാഷ്ട്ര ആണവ ഊർജ ഏജൻസി നിർദ്ദേശിക്കുന്ന സുരക്ഷിതത്വ സംവിധാനങ്ങൾ ഈ നിലയങ്ങളിൽ ഉണ്ടാക്കുവാൻ ഇന്ത്യ ബാധ്യസ്ഥരുമാണ്. ഓരോ ആണവ നിലയവും പരമാവധി സുരക്ഷിതമായിരിക്കണമെന്നുള്ളത് അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ കർക്കശമായ നിബന്ധനകളിൽ ഒന്നാണ്. അതുമാത്രമല്ല, 1998 വാജ്പേയി സർക്കാർ അണുബോംബ് പരീക്ഷിച്ചതിന് ശേഷം ഏകപക്ഷീയമായി ഒരു കാര്യം ഉറപ്പ് നൽകിയിരുന്നു: ഇനി മുതൽ ഇന്ത്യ ആണവ ബോംബ് പരീക്ഷിക്കില്ല എന്നാണ് അന്ന് നൽകിയ ഉറപ്പ്. ആ ഉറപ്പ് തുടർന്നും പാലിക്കുന്നതായിരിക്കും എന്നാണ് എഗ്രിമെന്റിൽ പറയുന്നത്. അതുപോലെ ഒരു കാര്യം കൂടിയുണ്ട്: ന്യൂക്ലിയർ ശക്തികളല്ലാത്ത രാജ്യങ്ങൾക്ക് സമ്പുഷ്ട യുറേനിയം ഉണ്ടാക്കി നൽകാനോ അവരെ ന്യൂക്ലിയർ ശക്തികളായി കൺവെർട്ട് ചെയ്യാനോ ഇന്ത്യ ശ്രമിക്കാൻ പാടില്ല എന്നും കൂടി എഗ്രിമെന്റിന്റെ ഭാഗമാണ്. അതുപോലെ മിസൈൽ ടെക്നോളജി കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിലും ഇന്ത്യ ഒപ്പുവെക്കേണ്ടി വരും. അത് ന്യൂക്ലിയർ സപ്ലൈ ഗ്രൂപ്പിന്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ചാണ്. ആ ഗൈഡ് ലൈൻസ് നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണെന്ന് അർത്ഥം. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമല്ല, കാരണം ഇത് ഇന്ത്യ ഇതുവരെയും പാലിച്ചു വരുന്ന ഒരു ലൈൻ ഓഫ് ആക്ഷൻസ് ആണ്. അത് രേഖാമൂലമാക്കുന്നു എന്ന് മാത്രം. ഇനിയാണ് ഏറ്റവും കാതലായ പ്രശ്നം ഇരിക്കുന്നത്. US പ്രസിഡന്റിന് അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതി കിട്ടേണ്ടിയിരിക്കുന്നു. അനുമതി കിട്ടിയാൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ത്യക്ക് നൽകുവാൻ US-ന് കഴിയുകയുള്ളൂ. ഒരിക്കൽ ഇന്ത്യ എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഈ എഗ്രിമെന്റിനെ എഗ്രിമെന്റ് 123 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയും US-ഉമാണ് സൈൻ ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് ഇന്ത്യയുടെ പാർട്ടിൽ നിന്ന് ഈ എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കൻ കോൺഗ്രസിൽ ഇത് അവതരിപ്പിച്ച് പാസ്സാക്കുന്ന കാര്യമാണ് പിന്നെ ബുഷ് ഗവൺമെന്റിന്റെ ചുമതലയിലുള്ളത്. ജൂലൈ 18 ഈ ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് ബുഷും മൻമോഹൻ സിംഗും കൂടി നടത്തിയതോടുകൂടി മൻമോഹൻ സിംഗ് ചരിത്രത്തിന്റെ ഭാഗമാകുകയാണ് ഉണ്ടായത്. 2004 ജൂൺ മാസത്തിൽ മൻമോഹൻ സിംഗ് ഈ കാര്യം ഏറ്റെടുക്കുന്ന സമയത്ത് ഒരാളും കരുതിയില്ല 2005 ജൂലൈയിൽ ഈ ലെവലിലേക്ക് ഈ വിഷയം എത്തുമെന്ന്. ഇത് അത്ഭുതങ്ങളിൽ വെച്ച് ഏറെ അത്ഭുതമുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ 30 കൊല്ലമായി നടക്കാതിരുന്ന ഒരു കാര്യത്തിൽ ഇതാ മൻമോഹൻ സിംഗ് കൃത്യമായും അതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ അത് നടക്കണമെങ്കിൽ ഇത്
ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ ഭരിക്കുന്ന കക്ഷി എന്ന നിലയിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. ഇടതുപക്ഷത്തിന്റെയും മറ്റ് ചെറിയ കക്ഷികളുടെയും പിന്തുണയോടുകൂടിയാണ് കോൺഗ്രസ് മുന്നണി ഇവിടെ ഭരിക്കുന്നത്. എല്ലാവരുടെയും പരിപൂർണമായ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ പാർലമെന്റിൽ എഗ്രിമെന്റ് 1, 2, 3 ഒപ്പിടുന്നതിന് അനുവാദം കിട്ടത്തുള്ളൂ. അത് കിട്ടിയാൽ മാത്രമേ അതിൽ സൈൻ ചെയ്യാൻ കഴിയൂ. അത് സൈൻ ചെയ്താൽ മാത്രമേ US കോൺഗ്രസിൽ അത് അവതരിപ്പിക്കാൻ കഴിയൂ. കടമ്പകൾ ഒരുപാടാണ്. മൻമോഹൻ സിംഗിന് അത് കവർ ചെയ്യാൻ കഴിയുമോ എന്നതാണ് കാതലായ ചോദ്യം. മൻമോഹൻ സിംഗ് ബുഷ് ഉച്ചകോടിക്ക് ശേഷം അടുത്ത ചുമതല എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിലേക്ക് വേണ്ടി ഒരു പ്രസംഗം തയ്യാർ ചെയ്തു. സഞ്ജയ ബാരുവും മോണ്ടസിംഗ് ആലുവാലിയും ജയശങ്കറും ചേർന്ന് വളരെ ശ്രദ്ധാപൂർവം തയ്യാറാക്കിയ ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ പഞ്ച് ലൈനായി വരേണ്ടതൊക്കെ വളരെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് അടിയിൽ അണ്ടർലൈൻ ചെയ്താണ് പ്രസംഗം മൻമോഹൻ സിംഗിന് കൈമാറിയത്. മൻമോഹൻ സിംഗ് ആ പ്രസംഗം പല ആവർത്തി വായിച്ചു ഉറപ്പുവരുത്തി പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിൽ എത്തിയത്. അദ്ദേഹം സഭയിലൂടെ നടന്നു വരികയാണ്. അദ്ദേഹത്തെ കണ്ട മാത്രയിൽ കോൺഗ്രസിന്റെ മുഴുവൻ അംഗങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയും കൈയടിക്കുകയും ചെയ്തു. വല്ലാത്തൊരു സ്നേഹവും ബഹുമാനവും കോൺഗ്രസിൽ ഉടനീളം ദൃശ്യമായിരുന്നു. അദ്ദേഹം അഭിസംബോധന ചെയ്യേണ്ട സ്ഥലത്തേക്ക് നടക്കുന്നതിനിടയിൽ പലതവണ നിൽക്കേണ്ടി വന്നു. കാരണം ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് ഷേക്ക് ഹാൻഡ് കൊടുക്കാനായി മുന്നോട്ട് വന്നിരുന്നു. ഓരോ ആളിന്റെ അടുത്ത് നിൽക്കുകയും ഷേക്ക് ഹാൻഡ് കൊടുത്ത് സമയമെടുത്താണ് മൻമോഹൻ സിംഗ് മുന്നോട്ട് നടന്നത്. കൂടുതൽ നേരം അദ്ദേഹം നിന്നത് സെനറ്റർ ഹിലാരി ക്ലിന്റന്റെ അടുത്താണ്. സാധാരണഗതിയിൽ ഒരു നല്ല പ്രാസംഗികനേ അല്ല മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പ്രസംഗം അദ്ദേഹം കാഴ്ചവെക്കേണ്ട ഒരു സമയമാണ്. കാരണം അമേരിക്കയുടെ കോൺഗ്രസിന്റെ ജോയിന്റ് സമ്മേളനത്തെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്. ഈ സമ്മേളനം ഇന്ത്യയുടെ ന്യൂക്ലിയർ ക്ലബിലേക്കുള്ള പ്രവേശനത്തെ കാതലായി സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. ഇന്ത്യൻ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിന്റെ പരിപൂർണമായ ഒരു അവതരണമാണ് മൻമോഹൻ സിംഗ് വളരെ പ്രാധാന്യമുള്ള ഈ സഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം കൺവിൻസിംഗ് ആണെങ്കിൽ ഈ സഭ ഉറപ്പായും ഇന്ത്യയുടെ ന്യൂക്ലിയർ ഡീലിനെ അംഗീകരിക്കും. അദ്ദേഹത്തിന് ഈ സഭയെ കൺവിൻസ് ചെയ്യിക്കാൻ കഴിഞ്ഞാൽ ഉറപ്പാണ് ഇന്ത്യ വിജയിച്ചു. ഈ പ്രസംഗത്തിന്റെ അടിസ്ഥാനം തന്നെ അവിടെ ഇരിക്കുന്ന മനുഷ്യരുടെ ഹൃദയത്തെയും മനസ്സിനെയും കീഴടക്കുക എന്നുള്ളതാണ്. അതിശയം എന്ന് പറയട്ടെ, മൻമോഹൻ സിംഗ് ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് അന്ന് പ്രസംഗിച്ചത്. ജയശങ്കറും സഞ്ജയ ബാരുവും പ്രസംഗത്തിന്റെ കോപ്പിയുമായി ആ സദസ്സിന്റെ പുറകിൽ കാത്തു നിൽക്കുകയാണ്. എവിടെയൊക്കെയാണ് മൻമോഹൻ സിംഗ് നിർത്തേണ്ടത് എന്ന് അവർ വ്യക്തമായും അണ്ടർലൈൻ ചെയ്തതുകൊണ്ട് അവിടെ നിർത്തുമ്പോൾ ഉറപ്പായും സഭയിലെ അംഗങ്ങൾ കൈയിടിക്കുമെന്ന് അവർ മുൻകൂട്ടി കണ്ടിരുന്നു. അത് തന്നെ സംഭവിച്ചു. 3000 വാക്കുകളുള്ള ആ പ്രസംഗത്തിൽ കൃത്യമായി പറഞ്ഞാൽ 33 തവണയാണ് അദ്ദേഹത്തിന് പ്രസംഗം നിർത്തേണ്ടി വന്നത് കൈയടികൾ നിലയ്ക്കാൻ വേണ്ടി. സാധാരണഗതിയിൽ 100 വാക്കുകളൊക്കെയാണ് ഒരു മിനിറ്റിൽ മൻമോഹൻ സിംഗ് ഒരു പ്രസംഗത്തിൽ പറയുക. പക്ഷെ ഇവിടെ ഓരോ മിനിറ്റിലും ഏകദേശം 75 വാക്കുകൾ മാത്രമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഈ വേഗതയിൽ പ്രസംഗിച്ചാൽ ആ പ്രസംഗം തീരാനായിട്ട് ഏകദേശം 30 മിനിറ്റ് സമയമാണ് സാധാരണഗതിയിൽ എടുക്കേണ്ടത്. പക്ഷെ ഇവിടെ 45 മിനിറ്റോളം സമയമെടുത്തു. കാരണം വളരെ വ്യക്തമാണ്, ആളുകളുടെ നിലയ്ക്കാത്ത കൈയടി. ചില നേരത്ത് 5 നിമിഷങ്ങളോളം ആ കൈയടി തുടർന്നെങ്കിൽ ചിലതൊക്കെ 10 സെക്കൻഡോളം, ചിലതൊക്കെ അതിനേക്കാൾ ഏറെ നേരം കൈയടി നിന്നു എന്നുള്ളതാണ് സത്യം. അന്ന് അവിടെ സന്നിഹിതരായിരുന്ന പല മീഡിയ സുഹൃത്തുക്കളും പിൽക്കാലത്ത് മൻമോഹൻ സിംഗിനെ എതിരായിട്ട് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ന്യൂക്ലിയർ ഡീലിന് എതിരായിട്ട് എഴുതിയിട്ടുണ്ടാവും. പക്ഷേ അന്നത്തെ ആ നിമിഷം അത് ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ട നിമിഷമായിരുന്നു. അത് ഡോക്ടർ മൻമോഹൻ സിംഗിന് മാത്രം അവകാശപ്പെട്ട നിമിഷമാണ്. അദ്ദേഹം അത്ര ഭംഗിയായി, അത്ര മനോഹരമായി, അത്ര ഇന്റലക്ച്വൽ ആയിട്ട് അന്ന് അവിടെ തന്റെ പ്രസംഗം അവതരിപ്പിച്ചു. തന്റെ പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പങ്കാളിത്തം 2 വിധത്തിലാണ് ഉണ്ടാവുക. ഒന്ന് ഏതെങ്കിലും ആദർശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പങ്കാളിത്തം, മറ്റൊന്ന് പ്രായോഗികതയുടെ അടിസ്ഥാനത്തിലുള്ള പങ്കാളിത്തം. എന്റെ അഭിപ്രായത്തിൽ ഇവിടെ ഇന്ത്യയും US തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഉടമ്പടി രണ്ടുമുണ്ട്. ആദർശത്തിന്റെ അടിസ്ഥാനത്തിലും പങ്കാളിത്തത്തിന്റെ അടിസ്ഥാനത്തിലും കൂടിയുള്ള ഒരു ഉടമ്പടിയാണ് നമ്മളിവിടെ ഒപ്പുവെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിച്ചപ്പോൾ നിർത്താത്ത കയ്യടിയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉടനീളം അനുഭവിച്ച ആ കയ്യടി പ്രസംഗം അവസാനിക്കുമ്പോഴും തുടർന്നുകൊണ്ടിരുന്നു. ആ കൊച്ചു മനുഷ്യൻ, തലയിൽ ഒരു ടർബൻ കെട്ടിയ ഒരു സാധാ സിഖുകാരൻ, അദ്ദേഹം ആ നിമിഷം ആ ലോകത്തിലെ പല കാര്യങ്ങളും തീരുമാനിക്കാൻ കപ്പാസിറ്റിയുള്ള ആ സഭയുടെ മുന്നിൽ വളരെ വലിയൊരു ആളായി മാറുന്ന കാഴ്ച ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനത്തിന്റെ
ഒരുപാട് നിമിഷങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയത്തിനും അടിസ്ഥാനമില്ല. ഇത്ര മനോഹരമായി US സഭയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയ ഒരു പ്രധാനമന്ത്രി തിരികെ നാട്ടിൽ വരുമ്പോൾ എന്തായിരിക്കണം സ്വീകരണം? ഇന്ദിരാഗാന്ധിയോ രാജീവ് ഗാന്ധിയോ ആണ് ഇത്തരം ഒരു പ്രസംഗം നടത്തിയിരുന്നതെങ്കിൽ ഉറപ്പായും അവർ ഡൽഹിയിൽ വന്നിറങ്ങുമ്പോൾ ചുവപ്പ് പരവതാനി വിരിച്ച് ഇരുപുറത്തും ആളുകൾ കാത്തു നിൽക്കുന്ന ഒരു വലിയ സ്വീകരണമാകും ലഭിക്കുക. മൻമോഹൻ സിംഗ് US നിന്ന് മടങ്ങിയെത്തുമ്പോൾ പ്രതീക്ഷിച്ചിരുന്ന സ്വീകരണമല്ല ഇന്ത്യയിൽ ഉണ്ടായത്. അമേരിക്കയോടുള്ള എതിർപ്പ് വളരെ വ്യക്തമായി തന്നെ UP ഗവൺമെന്റിനെ പിന്താങ്ങിയിരുന്ന ലെഫ്റ്റ് കാണിച്ചു. മൻമോഹൻ സിംഗ് ചെയ്തത് തെറ്റാണ്, ഒരു കാരണവശാലും അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ അമേരിക്കയുമായി ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു എന്ന് ഇടതുപക്ഷം കൃത്യമായ ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നു. അമേരിക്കയുമായി ഒരു തരത്തിലുള്ള ധാരണയ്ക്കും ഇന്ത്യ ഇത്തരണത്തിൽ വഴങ്ങാൻ പാടില്ലായിരുന്നു എന്നാണ് ഇടതുപക്ഷത്തിന്റെ സുചിന്തിതമായ അഭിപ്രായം. അതേസമയം രസകരമായ ഒരു രംഗം ഉണ്ടായത് BJPയുടെ ഭാഗത്തു നിന്നാണ്. വാജ്പേയി സർക്കാർ അധികാരത്തിലിരിക്കെ അടൽ ബിഹാരി വാജ്പേയി മുൻകൈ എടുത്താണ് ന്യൂക്ലിയർ ഡീലിന്റെ വിവേചനം അവസാനിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. അതിന്റെ തുടർച്ചയാണ് മൻമോഹൻ സിംഗ് ചെയ്തത്. പക്ഷെ വാജ്പേയി ചെയ്യേണ്ട കാര്യം എന്തിനാ മൻമോഹൻ സിംഗ് ചെയ്തു എന്ന ശൈലിയിലായി BJPയുടെ ഇടപെടൽ. ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്തോളാം, നിങ്ങൾ ചെയ്യേണ്ട എന്നുള്ളൊരു ശൈലി പറഞ്ഞുകൊണ്ട് അവരും മൻമോഹൻ സിംഗിനെ കണക്കറ്റ് ആക്ഷേപിക്കാൻ തുടങ്ങി. ഇതാ ഇന്ത്യ അമേരിക്കയുടെ മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നു എന്നാണ് ആരോപണം. ഇതിനേക്കാൾ ഏറെ രസം കോൺഗ്രസിനുള്ളിലാണ്. കോൺഗ്രസ് നോക്കിയപ്പോൾ അവരുടെ മുസ്ലിം വോട്ട് ബാങ്ക് ഈ ഡീല് വന്നാൽ നഷ്ടമാകും എന്നുള്ള ഒരു പേടിയുണ്ടായി. അടിസ്ഥാനപരമായി ന്യൂനപക്ഷങ്ങളെ കൂടി പൊതുധാരയിൽ കൊണ്ടുവരണമെന്ന് താല്പര്യമുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ അപ്പൊ ന്യൂനപക്ഷങ്ങൾ അമേരിക്കയോട് ഇന്ത്യ അടുക്കുന്നത് കാണപ്പോൾ പാർട്ടിയിൽ നിന്ന് ഓടിപ്പൊക്കളയും അല്ലെങ്കിൽ ഓടി അകന്നുകളയും എന്നൊരു ഭയമുണ്ടായി. അവരും മൻമോഹൻ സിംഗിനെതിരായി. കഴിഞ്ഞ 30 വർഷമായി ഇന്ത്യയുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ഒരു പ്രധാന പ്രശ്നത്തിന് പരിഹാരവുമായി വന്ന മൻമോഹൻ സിംഗിനെ ചുറ്റുപാടും നിന്ന് സകലരും കൂടി, അതായത് ബന്ധുക്കളും ശത്രുക്കളും കൂടി ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അപ്പോൾ കാണാൻ കഴിഞ്ഞത്. പത്മവ്യൂഹത്തിൽ അകപ്പെട്ട അഭിമന്യുവിന്റെ കഥയാണ് ആ സമയത്ത് നമുക്ക് ഓർമ്മ വരിക. 10 ദിവസത്തിന് ശേഷം പാർലമെന്റിൽ മൻമോഹൻ സിംഗ് നൽകിയ മറുപടി ഇടതുപക്ഷത്തിനുള്ള ഒരു മറുപടിയായിരുന്നു. ഇടതുപക്ഷത്തിന്റെ പ്രധാന ആരോപണം തന്നെ ഇന്ത്യ അമേരിക്കയുമായി ചേർന്ന് ചൈനയ്ക്കെതിരായിട്ട് ഒരു അച്ചുതണ്ട് ഉണ്ടാക്കുന്നു എന്നാണ്. അങ്ങനെയുള്ള രഹസ്യ ധാരണയാണ് മൻമോഹൻ സിംഗ് ബുഷുമായി ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ഇടതുപക്ഷത്തിന്റെ ആരോപണം. മൻമോഹൻ സിംഗ് അതിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് പറഞ്ഞു, അങ്ങനെ ഒരു രഹസ്യ ധാരണയും ആർക്കെതിരെയും ഞാൻ ബുഷുമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ സർക്കാർ ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ഇന്ത്യയോടുള്ള വിവേചനം അവസാനിപ്പിക്കാനുള്ള ചില നടപടികൾ അമേരിക്ക കൊണ്ട് എടുപ്പിക്കാനായിട്ടാണ് ഞാനിത് ശ്രമിച്ചതെന്ന് വളരെ വളരെ വ്യക്തമായി മൻമോഹൻ സിംഗ് സഭയിൽ പറഞ്ഞു. പക്ഷേ ആരോട് പറയാൻ, സകലരും മൻമോഹൻ സിംഗിനെ ഒരു കുറ്റവാളിയെ പോലെ കാണുന്ന കാഴ്ചയാണ് നാം അവിടെ കണ്ടത്. പക്ഷേ ഇതേ സമയത്ത് പത്രങ്ങളും TV മീഡിയകളും ഒക്കെ മൻമോഹൻ സിംഗിന് അനുകൂലമായി സംസാരിച്ചു തുടങ്ങിയിരുന്നു. മൻമോഹൻ സിംഗിന്റെ ഔദ്യോഗിക ജീവിതത്തിലെ നല്ലൊരു സമയം ആണവ നിർവ്യാപന കരാറിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ നൽകുന്നതിനായി മാറ്റിവെക്കേണ്ടി വന്നു എന്നതാണ് ഈ കഥയുടെ ബാക്കി പത്രം. കോൺഗ്രസ് പാർട്ടിയുടെ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ലീഡേഴ്സിനെയും അതുപോലെ പാർട്ടിക്കുള്ളിലുള്ള മറ്റംഗങ്ങളെയും മാത്രമല്ല കൺവിൻസ് ചെയ്യേണ്ടി വന്നത്, ഓപ്പോസിഷൻ പാർട്ടികളിലായ BJP ആയാലും ലെഫ്റ്റ് ആയാലും മറ്റ് മുലായം സിംഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളൊക്കെ കൺവിൻസ് ചെയ്യേണ്ടി വന്നു. അതിനേക്കാളൊക്കെ ഏറെ പ്രസക്തമായ വിഷയം വന്നത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററിയും മിനിസ്ട്രി ഓഫ് അറ്റോമിക് എനർജിയും തമ്മിലാണ്. വിദേശകാര്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ മേഖല തുറന്നു കിട്ടിയിരിക്കുകയാണ്. അവരുടെ കാലഘട്ടത്തിൽ ഇതാ ഇന്ത്യക്ക് ഇതുവരെയുള്ള ആണവ വിവേചനം അവസാനിപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങുവാൻ കാരണമായത് അവരാണെന്ന് പറയാനുള്ള ഒരു അവസരം. അതേസമയം ആണവ ഊർജ്ജ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 30 വർഷത്തെ അമേരിക്കയോടുള്ള എതിർപ്പ് അങ്ങനെ കളയാൻ വയ്യ. അവർക്ക് അമേരിക്ക ഒട്ടും വിശ്വാസമില്ല. ഇപ്പോൾ അതിനേക്കാളേറെ അവിശ്വാസം വന്നിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പ്രൈം മിനിസ്റ്ററിലാണ്. പ്രധാനമന്ത്രിയെ അവിശ്വസിക്കുന്ന ഒരു വകുപ്പായി മാറി ആണവ ഊർജ്ജ വകുപ്പ്. അതിൻ്റെ തലവന്മാരും അതിൽ ഇടപെടുന്ന ആളുകളുമൊക്കെ പ്രധാനമന്ത്രിയെ അവിശ്വസിക്കുക ഒരു വല്ലാത്ത കാലഘട്ടവും വല്ലാത്തൊരു അവസ്ഥയുമായി മൻമോഹൻ സിംഗിനെ സംബന്ധിച്ചിടത്തോളം. മൻമോഹൻ സിംഗ് ആണവ ആയുധങ്ങൾക്ക് എതിരായതുകൊണ്ട് അമേരിക്കയ്ക്ക് ഇന്ത്യയെ വളരെ ചീപ്പായിട്ട് വിറ്റുകളയും എന്നുള്ള ശൈലിയിലായി ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലെ പരസ്പരമുള്ള സംഭാഷണത്തിന്റെ പൊതുവായ ശൈലി. അവർക്ക് മൻമോഹൻ സിംഗിൽ അവിശ്വാസം വരുന്നതിന് വേറെയും ഒരു കാരണമുണ്ട്. 1995 അന്നത്തെ നരസിംഹറാവു ഗവൺമെന്റ് പൊഖ്രാനിൽ ആണവ പരീക്ഷണം നടത്താൻ തത്വത്തിൽ തീരുമാനിച്ചതാണ്. ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മൻമോഹൻ സിംഗിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് അത് നടക്കാതെ പോയത്. അന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞ ന്യായം വളരെ വ്യക്തമാണ്. നമ്മളിപ്പോൾ ആണവ ആയുധം ടെസ്റ്റ് ചെയ്താൽ ഉറപ്പായും മറ്റു രാജ്യങ്ങൾ നമ്മുടെ മേൽ പല സാമ്പത്തികമായ നിരോധനങ്ങളും കൊണ്ടെത്തിക്കും.
അത് തരണം ചെയ്യാനുള്ള ശക്തി ഇപ്പോൾ നമ്മുടെ സാമ്പത്തിക മേഖലയ്ക്ക് ഇല്ല എന്നായിരുന്നു മൻമോഹൻ സിംഗിന്റെ അഭിപ്രായം. 98 ആയപ്പോൾ കുറെ കൂടി മെച്ചപ്പെട്ട സാമ്പത്തിക അവസ്ഥ വന്നതുകൊണ്ടാണ് അന്നത്തെ അടൽ ബിഹാരി വാജ്പേയി ഗവൺമെന്റിന് ആണവ ആയുധം പരീക്ഷിക്കാൻ കഴിഞ്ഞതെന്നുള്ളത് ചരിത്രത്തിന്റെ ബാക്കി പത്രം കൂടിയാണ്. പക്ഷേ ആണവായുധം പരീക്ഷിക്കാൻ വെമ്പൽ കൊണ്ടുവന്ന ആണവ ഊർജ്ജ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം മൻമോഹൻ സിംഗ് അന്ന് മുതലേ അവരുടെ കണ്ണിലെ കരടാണ്. ഇക്കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കി മൻമോഹൻ സിംഗ് മറ്റൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തു. ഒരു എനർജി കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കി. കൃത്യമായും അറ്റോമിക് എനർജി വകുപ്പിന്റെ വീറ്റോ പവർ അരിഞ്ഞു കളയാൻ വേണ്ടി ഉണ്ടാക്കിയ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ മറ്റ് മിനിസ്ട്രികളിലെ തലവന്മാരെ കൂടി അംഗങ്ങളാക്കി. അതായത് ധനകാര്യ വകുപ്പ് മന്ത്രിയായ ചിദംബരത്തെയും പവർ മിനിസ്റ്ററായ സുശീൽ കുമാർ ഷിൻഡെയൊക്കെ ഈ കമ്മിറ്റിയുടെ ഭാഗമായി. ഇവരൊക്കെ ഹൈക്കമാൻഡുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന നേതാക്കളാണ് എന്നതുകൊണ്ട് തന്നെ അറ്റോമിക് എനർജി വകുപ്പ് അതുവരെ കൈകാര്യം ചെയ്തിരുന്ന ഒരു വീറ്റോ പവർ ഉണ്ട്. ആ വീറ്റോ പവർ അവർക്ക് പൂർണ്ണമായി നഷ്ടമായി എന്നതാണ് സത്യം. 2006 മാർച്ച് 2 ബുഷ് ഇന്ത്യ സന്ദർശിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ആണവ നിലയങ്ങളെ സെപ്പറേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ആണവ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള നിലയങ്ങൾ ഏതൊക്കെയാണ്, ആണവ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള നിലയങ്ങൾ ഏതൊക്കെയാണ്, റിസർച്ച് ആവശ്യങ്ങൾക്കുള്ള നിലയങ്ങൾ ഏതൊക്കെയാണെന്ന് വളരെ വ്യക്തമായ ഒരു വേർതിരിവ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. ആകെയുള്ള 22 റിയാക്ടറുകളിൽ എത്ര എണ്ണം ആണവ ആയുധങ്ങൾക്ക് ഉപയോഗിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു തർക്കം ഇന്ത്യയും US തമ്മിൽ ഉടലെടുത്തിരിക്കുന്ന സമയം കൂടിയാണ്. മാർച്ച് ആകാറായിട്ടും ഇതിനകത്ത് ഒരു ധാരണ എത്തിയില്ല. 14 എണ്ണം വൈദ്യുത ആവശ്യങ്ങൾക്ക്, ബാക്കിയുള്ളവ ആണവ ആവശ്യങ്ങൾക്കും എന്നതാണ് ഇന്ത്യയുടെ സ്റ്റൈല്. അമേരിക്ക പറയുന്നത് നിങ്ങൾ 18 എണ്ണവും വൈദ്യുത ആവശ്യങ്ങൾക്ക് തന്നെ ഉപയോഗിക്കണം, 4 എണ്ണം മാത്രമേ ആണവ ആയുധം നിർമ്മാണത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നതാണ് അവരുടെ രീതി. അപ്പൊ ഇത് തമ്മിൽ 18-4 അല്ലെങ്കിൽ 14-8 ഈ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ശക്തമായി തുടർന്നതിന്റെ ഫലമായിട്ട് പല ചർച്ചകൾ നടന്നിട്ടും ഫെബ്രുവരി ആയിട്ടും മാർച്ച് ആവാറായിട്ടും ഒരു എഗ്രിമെന്റിലേക്ക് എത്തിയില്ല. ബുഷ് ആണെങ്കിൽ കരാർ ഒപ്പിടുന്നതിനുള്ള അടുത്ത നടപടി എന്ന നിലയിൽ മാർച്ച് 2 ഇന്ത്യയിൽ എത്തുകയുമാണ്. മൻമോഹൻ സിംഗിനോട് എതിർപ്പുള്ള ആണവ ഊർജ്ജ വകുപ്പ് ആയതുകൊണ്ട് തന്നെ അവർ 14-8 എന്നതിൽ നിന്ന് പിൻവാങ്ങാൻ ഒരു കാരണവശാലും തയ്യാറായില്ല. അപ്പൊ പിന്നെ പിൻവാങ്ങാൻ പറ്റുന്നത് അമേരിക്കക്കാർക്കാണ്. പക്ഷെ അമേരിക്കയുടെ നയമനുസരിച്ച് 8 റിയാക്ടർക്ക് ആണവ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആണവ നിർവ്യാപനം എന്ന ആഗോള ഡിമാൻഡിൽ നിന്നുള്ള പിന്നോട്ട് പോക്കലായി വ്യാഖ്യാനിക്കപ്പെട്ടാൽ സെനറ്റിലും ഇത് പാസ്സാകത്തില്ല. അമേരിക്കയിൽ ഈ നിയമം പാസ്സാകില്ല എന്ന് അവർക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥന്മാർ പൂർണ്ണമായി എതിരാണ്. പക്ഷെ മൻമോഹൻ സിംഗിന് ബുഷിൽ വല്ലാത്ത വിശ്വാസമാണ്. അത് മൻമോഹൻ സിംഗ് സഞ്ജയ് ബാരുവിനോട് പറയുകയും ചെയ്തു, ബുഷിനെ എങ്ങനെയെങ്കിലും കോൺടാക്ട് ചെയ്തിട്ട് ഈ ക്രൈസിസ് അവതരിപ്പിച്ചാൽ ബുഷ് എന്തായാലും 14-8 സമ്മതിക്കും എന്ന് ഒരു വിശ്വാസം എന്തുകൊണ്ടോ മൻമോഹൻ സിംഗിനുണ്ടായിരുന്നു. ബുഷ് വരുന്നത് പ്രമാണിച്ച് ആണവ ഊർജ്ജ വകുപ്പ് ഒരു പാര കൂടി ഉണ്ടാക്കി. അവർ വളരെ വ്യക്തമായി ആവശ്യപ്പെട്ടു, പാർലമെന്റിൽ മൻമോഹൻ സിംഗ് ഒരു പ്രസ്താവന നടത്തണം. നമ്മുടെ 22 റിയാക്ടറുകളിൽ 14 എണ്ണം ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനും കൽപ്പാക്കത്തുള്ള 2 എണ്ണം റിസർച്ച് ആവശ്യങ്ങൾക്കും ബാക്കിയുള്ള 6 എണ്ണം ആണവ ആയുധ നിർമ്മാണത്തിനുമായി നമ്മൾ വിനിയോഗിക്കും. ഇത് നമ്മുടെ അടിസ്ഥാനപരമായ ആവശ്യമാണ്. ഈ ആവശ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മാത്രമേ അമേരിക്കയുമായിട്ടുള്ള കരാറ് നമ്മൾ ഒപ്പിടൂ എന്ന് മൻമോഹൻ സിംഗ് സഭയെ അറിയിക്കണം എന്നാണ് ആണവ വകുപ്പിന്റെ ഡിമാൻഡ്. മൻമോഹൻ സിംഗിന് വേറെ നിവർത്തിയില്ല, അതങ്ങനെ ചെയ്തേ പറ്റൂ. അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അന്താരാഷ്ട്ര ആണവ ഏജൻസിക്ക് സിവിലിയൻ ആവശ്യങ്ങൾക്കുള്ള, അതായത് ഊർജ്ജ ഉൽപാദനത്തിനുള്ള ആണവ റിയാക്ടറുകളിൽ കയറി പരിശോധിക്കാനുള്ള പെർമിഷൻ ലഭിക്കും. അപ്പോൾ 14 ആണവ റിയാക്ടറുകൾ എല്ലാ സെക്യൂരിറ്റി സംവിധാനങ്ങളും ഉണ്ട് എന്ന് ഉറപ്പാക്കുന്ന ജോലി ആണവ ഏജൻസിയുടെയാണ്. അവർ വരും, നോക്കും, പരിശോധിക്കും, കണ്ടീഷൻസ് വെക്കും, അതനുസരിച്ച് നമ്മൾ തിരുത്തൽ നടത്തണം. നമ്മുടെ റിസർച്ച് സ്ഥാപനത്തിലോ നമ്മുടെ ആണവ ആയുധ നിർമ്മാണ സ്ഥാപനത്തിലോ കടക്കുവാൻ അവർക്ക് അവകാശമില്ല. അപ്പോൾ ഇവിടെ റിസർച്ചും ബാക്കിയുള്ള 6 എണ്ണം കൂടെ ചേർത്ത് 8 റിയാക്ടറുകൾ ആണവ ആയുധ നിർമ്മാണത്തിന് വിനിയോഗിക്കുന്നു. അതിന് അമേരിക്ക അനുവദിച്ചു എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ സപ്ലൈസ് ആയിട്ടുള്ള മറ്റ് 35ഓളം രാജ്യങ്ങൾ ഒരു കാരണവശാലും ഇന്ത്യ അംഗീകരിക്കത്തില്ല. കാരണം ആണവ നിർവ്യാപനമാണ് ലോകത്തിന്റെ ലക്ഷ്യം. എല്ലാ ആണവ ആയുധങ്ങളും 1 by 1 നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആണവ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായി 6 റിയാക്ടറുകൾ ബോധപൂർവം ഇന്ത്യക്ക് അമേരിക്ക വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം നീക്കാൻ ലോകത്ത് ഒരു രാജ്യങ്ങളും തയ്യാറാകില്ല എന്നൊരു കാഴ്ചപ്പാട് പൊതുവെ എല്ലാവർക്കും ഉണ്ട്. അപ്പോഴാണ് മൻമോഹൻ സിംഗിനെ കൊണ്ട് പാർലമെന്റിൽ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിപ്പിക്കാൻ ആണവ ഊർജ്ജ വകുപ്പ് ശ്രമിച്ചത്. വേറെ നിവർത്തിയില്ലാതെ 2006 ഫെബ്രുവരി 27 മൻമോഹൻ സിംഗ് അത് തന്നെ ചെയ്തു. ആ പ്രസ്താവന അങ്ങനെ തന്നെ വായിച്ചു.
പ്രസ്താവന വായിച്ച് വിത്തിൻ സെക്കൻഡ്സ് ലോകത്തെ എല്ലായിടത്തും അതറിഞ്ഞു. ഇതാ ഇന്ത്യ ആണവ നിർവ്യാപനത്തിനല്ല, ആണവ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന ശൈലിയിലായി അതിനെക്കുറിച്ചുള്ള പ്രൊപ്പഗാൻഡ. ബുഷിന്റെ ടീം US നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് നിരന്തരമായി US അഡ്മിനിസ്ട്രേഷനിലുള്ള ആളുകൾ ഇവിടെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനിലുള്ള ആളുകളുമായി സംസാരിച്ചു കൊണ്ടേയിരുന്നു. എങ്ങനെയെങ്കിലും മൻമോഹൻ സിംഗ് നടത്തിയ പ്രസ്താവനയിൽ നിന്ന് താഴോട്ടിറങ്ങാൻ പറ്റുമോ? കാരണം മാർച്ച് 2 എഗ്രിമെന്റ് ഒപ്പിടുന്നതിന് വേണ്ടിയാണ് ബുഷ് എത്തുന്നത്. എഗ്രിമെന്റ് ആയിട്ടില്ലെങ്കിൽ പിന്നെ ഒപ്പിടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. എന്തായാലും പഠിച്ച പണി 18 നോക്കിയിട്ടും രണ്ട് ഭാഗത്തൊന്നും അയവ് വന്നില്ല. മാർച്ച് 1 വൈകുന്നേരം 4 മണിയായപ്പം പാലം എയർപോർട്ടിൽ ബുഷിന്റെ വിമാനം ഇറങ്ങി. വിമാനത്താവളത്തിൽ വിമാനം വന്നു നിന്നു. അവിടെ നിന്ന് 1 by 1 ആയിട്ട് ആളുകൾ വരുമ്പോൾ ബുഷിനെ സ്വീകരിക്കാൻ നിൽക്കുന്ന കൂട്ടത്തിൽ MK നാരായണനുണ്ട്, നമ്മുടെ സെക്യൂരിറ്റി ഉപദേഷ്ടാവാണ്. ബുഷ് നടന്നു വരുമ്പോൾ MK നാരായണനെ കണ്ടു. അവിടെ നിന്നിട്ട് ബുഷ് MK നാരായണന്റെ ഷോൾഡറിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഐ വാണ്ട് ദാറ്റ് ഡീൽ. ആ ഡീൽ നടക്കണം എന്നാണ് എന്റെ വ്യക്തമായ അഭിപ്രായം. അതാണ് ബുഷ് പറഞ്ഞത്. ബുഷ് ഈ പറഞ്ഞത് MK നാരായണനും ഇന്ത്യൻ സൈഡിലുള്ള ഉദ്യോഗസ്ഥർ മാത്രമല്ല, അമേരിക്കൻ സൈഡിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും കേട്ടു. സകലർക്കും കേൾക്കാൻ കഴിയുന്ന അളവിൽ ഉറക്കെ തന്നെയാണ് ബുഷ് പറഞ്ഞത്, എനിക്ക് ഈ ഡീല് നടക്കണം എന്നാണ് ആഗ്രഹം. സന്ദേശം വളരെ വ്യക്തമാണ്. അമേരിക്കൻ ഗവൺമെന്റിനെ നയിക്കുന്ന പ്രസിഡന്റിന് കരാർ ഒപ്പിടാൻ താല്പര്യമുണ്ട്. ഇനി എന്താണ് അടുത്ത മാർഗം? നാളെ രാവിലെ മൻമോഹൻ സിംഗിനോടൊപ്പം ബുഷ് ഇരിക്കുന്ന സമയത്തിനുള്ളിൽ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്ത് കരാറ് റെഡി ആയിരിക്കണം. അതാണ് ബുഷിന്റെ ആ ഒറ്റ വരിയിലുള്ള വാചകത്തിന്റെ പൂർണ്ണമായ അർത്ഥം. ഇന്ത്യയുടെയും US-ന്റെയും മുഴുവൻ ഉദ്യോഗസ്ഥരും ഒന്നിച്ചിരുന്ന് ചർച്ച ആരംഭിച്ചു. ആ നിമിഷം മുതൽ രണ്ട് ടീമും പരസ്പരം ചർച്ച ചെയ്ത് രാത്രി വെളുപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നേരം വെളുത്ത് ഏകദേശം 8:30 മണിയായപ്പോൾ റൊണാൾഡ്സൺ രാഷ്ട്രപതി ഭവന്റെ മുന്നിൽ നിൽക്കായിരുന്ന സഞ്ജയ് ബാരുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഏകദേശം നമ്മൾ ഒരു കരയ്ക്ക് എടുത്തിട്ടുണ്ട്. ഒരു കാര്യം കൂടി റൊണാൾഡ്സൺ സഞ്ജയ് ബാരുവിനോട് പറഞ്ഞു, നമ്മുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായ പ്രണാബ് കുമാർ മുഖർജിക്ക് ഈ കരാറിൽ താല്പര്യമുണ്ട്, ഇത് നടക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. കരാർ നടക്കാതെ പോയാലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ദോഷവശങ്ങളെക്കുറിച്ചും പ്രണാബ് കുമാർ മുഖർജി വളരെ ബോധവാനാണ് എന്നും കൂടി റൊണാൾഡ്സൺ സഞ്ജയ് ബാരുവിനോട് പറഞ്ഞു. വെസ്റ്റ് ബംഗാൾക്കാരൻ എന്ന നിലയിൽ പ്രണാബ് മുഖർജിക്ക് ഇടതുപക്ഷത്തോട് വ്യക്തിപരമായി ഒരു അടുപ്പമുണ്ട്. അടുത്ത ഇലക്ഷൻ വരുമ്പോൾ അവിടെ നിന്ന് ഇടതുപക്ഷത്തിന്റെ സപ്പോർട്ട് വേണം എന്നൊക്കെ ആഗ്രഹമുള്ള കൂട്ടത്തിലാണ് പ്രണാബ് കുമാർ മുഖർജി. അതുമാത്രമല്ല, മൻമോഹൻ സിംഗിനോട് അത്ര രമ്യതയിലല്ല മുന്നോട്ട് പോകുന്നതെന്നാണ് പൊതുവായ ഒരു വിലയിരുത്തൽ. അപ്പോഴാണ് പറയുന്നു, മൻമോഹൻ സിംഗ് മുൻകൈ എടുത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്ന ന്യൂക്ലിയർ ഡീല് കരാറാകുന്നതിൽ പ്രണാബ് കുമാർ മുഖർജിക്കും അതിയായ താല്പര്യമുണ്ടെന്ന്. ഇവർ ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും മൻമോഹൻ സിംഗിന്റെ വാഹന വ്യൂഹം രാഷ്ട്രപതി ഭവന്റെ മുമ്പിലെത്തി. മൻമോഹൻ സിംഗ് കാറിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ സഞ്ജയ് ബാരു റൊണാൾഡ്സൺ പ്രണാബ് കുമാർ മുഖർജിയെ കുറിച്ച് പറഞ്ഞ കാര്യം അവതരിപ്പിച്ചു. മൻമോഹൻ സിംഗ് ഒറ്റ ചോദ്യമാണ് ചോദിച്ചത്, ക്യാൻ ഐ ട്രസ്റ്റ് ഹിം? എനിക്ക് അദ്ദേഹത്തെ വിശ്വസിക്കാമോ? പ്രണാബിനെ ഉറപ്പായും വിശ്വസിക്കാം എന്നാണ് റൊണാൾഡ്സൺ പറഞ്ഞതെന്നുകൂടി സഞ്ജയ് ബാരു മൻമോഹൻ സിംഗിനോട് സൂചിപ്പിച്ചു. രാഷ്ട്രപതി അബ്ദുൽ കലാമിന്റെ വാഹനവ്യൂഹവും അപ്പോഴെത്തി. അതിന്റെ പുറകിലായിട്ട് ബുഷിന്റെ വാഹനവ്യൂഹം കൂടി രാഷ്ട്രപതി ഭവനിലേക്ക് നീങ്ങിയപ്പോൾ മൻമോഹൻ സിംഗ് അതിനെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോഴാണ് പ്രണാബ് കുമാർ മുഖർജി ഇറങ്ങി വരുന്ന കണ്ടത്. ഉടൻ തന്നെ പ്രണാബിനെ കൂടി മൻമോഹൻ സിംഗ് തന്റെ കാറിലേക്ക് കയറ്റി. ആ കൈ കൊടുക്കുന്ന രംഗം കാണുമ്പോൾ തന്നെ നമുക്ക് അവർ തമ്മിലുള്ള മഞ്ഞുരുകുന്നതിന്റെ ലക്ഷണം ഫീൽ ചെയ്യുമായിരുന്നു. രണ്ടുപേരും കൂടി ഒരേ കാറിലാണ് രാഷ്ട്രപതി ഭവനിലേക്ക് പോകുന്നതെന്ന് പലരും അസ്വസ്ഥതയോടെ, അസൂയയോടെ, അത്ഭുതത്തോടെ നോക്കി നിന്ന കാഴ്ചയും ഇത്തരണത്തിൽ ഓർമ്മിക്കേണ്ടതാണ്. അന്ന് കരാർ ഉറപ്പിക്കുകയാണ്. 14 റിയാക്ടറുകൾ മാത്രം ഇന്ത്യ അന്താരാഷ്ട്ര ആണവ ഏജൻസിക്ക് മുമ്പിൽ തുറന്നു കൊടുത്താൽ മതി. കൽപ്പാക്കത്തുള്ള 2 റിയാക്ടറുകൾ ഇന്ത്യക്ക് ആണവ റിസർച്ചിന് വേണ്ടി ഉപയോഗിക്കാം. ബാക്കിയുള്ള 6 എണ്ണം നമുക്ക് ആണവ ആയുധ നിർമ്മാണ പ്രക്രിയകൾക്ക് ഉപയോഗിക്കാം എന്നുള്ള വ്യക്തമായ ഉറപ്പ് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വെച്ച കരാറിനകത്തുണ്ടായി. അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. നമ്മുടെ ആണവ ഊർജ വകുപ്പിന്റെ ഡിമാൻഡുകൾ മൻമോഹൻ സിംഗും ബുഷും അംഗീകരിച്ചിരിക്കുന്നു എന്നാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട രംഗം എന്ന് പറയുന്നത്, ഇന്ത്യ ഏതൊക്കെ റിയാക്ടറുകളാണ് ആണവ ആയുധ നിർമ്മാണത്തിന് നീക്കിവെക്കുന്നത്, ഏതൊക്കെയാണ് ഊർജ ആവശ്യത്തിന് നീക്കിവെക്കുന്നതെന്ന് വ്യക്തമായ ഒരു സെപ്പറേഷൻ പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാൻ നമ്മൾ US-ന് സബ്മിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ആ പ്ലാൻ US കോൺഗ്രസ് അംഗീകരിച്ചാൽ മാത്രമേ അടുത്ത നടപടികളിലേക്ക് കടക്കാൻ കഴിയും. അതൊരു ലോങ് പ്രോസസ്സാണ്. കാരണം അതിനെതിരായിട്ടുള്ള ധാരാളം നിയമങ്ങൾ US നിലവിലുണ്ട്.
ആ നിയമങ്ങളൊക്കെ റദ്ദ് ചെയ്ത് പുതിയ നിയമങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിന് പുതിയ നിയമം അവതരിപ്പിക്കണം. അതിന് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് സെപ്പറേഷൻ പ്ലാൻ എത്രയും വേഗം കൊടുക്കുകയാണ് വേണ്ടത്. ഇന്ത്യയിലെ പോലെ തന്നെ ദീർഘമായ നടപടികളാണ് US കോൺഗ്രസിലും ഇതുമായി ബന്ധിപ്പിച്ചുണ്ടാകേണ്ടത്. ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിടാതെ ഇന്ത്യയെ മാത്രം ഒഴിവാക്കിയ ബുഷ് അഡ്മിനിസ്ട്രേഷന്റെ നടപടി അമേരിക്കയിലുള്ള അനവധി ആളുകളുടെ എതിർപ്പിനും ഇതിനിടയിൽ വഴി തുറന്നിരുന്നു. ഇന്ത്യക്ക് മാത്രം എന്താ കൊമ്പുണ്ടോ എന്നാണ് ഡെമോക്രാറ്റുകളായ പല ലീഡേഴ്സിന്റെയും ചോദ്യം. ഹിലാരി ക്ലിന്റനും ഒബാമയൊക്കെ അതിശക്തമായി തന്നെ ബുഷിന്റെ നയങ്ങളെ എതിർത്തു തുടങ്ങി. ഇന്ത്യയിലാണെങ്കിൽ മൻമോഹൻ സിംഗിന് ഈ കരാർ വഴി ലഭിക്കുന്ന അധിക മൈലേജ് ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം കോൺഗ്രസ് നേതാക്കൾ സഖ്യകക്ഷികളുടെ സഹകരണത്തോടുകൂടി മൻമോഹൻ സിംഗിനെ അട്ടിമറിക്കുന്നതിനുള്ള പ്ലാനുകളും ഈ തരുണത്തിൽ പതുക്കെ അവിടെ ഇവിടെയൊക്കെയായി പൊട്ടിമുളച്ചു തുടങ്ങി. ഇതിനിടയിൽ കാതലായ ഒരു ചോദ്യം കൂടി US-ലെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടു. അമേരിക്ക ഇത്രയേറെ വിട്ടുവീഴ്ച ചെയ്ത് ഇന്ത്യക്ക് അനുകൂലമായി ആണവ നയം പൊളിച്ചെഴുതുമ്പോൾ പകരം ഇന്ത്യ എന്ത് നൽകും? ഇതിനെക്കുറിച്ചുള്ള ഹീറ്റഡ് ചർച്ചകൾ എല്ലായിടത്തും ഉണ്ടായപ്പോൾ 2008 ജൂലൈ മാസത്തിൽ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നൽകിയ ഒരു മറുപടിയുണ്ട്. ലോകം നമ്മളെ എങ്ങനെ കാണും എന്നതിനെക്കുറിച്ച് ആലോചിച്ചു നമ്മൾ തല പൊണ്ണാക്കേണ്ട കാര്യമില്ല. നമുക്ക് ലോകത്തിനു വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്ന് മാത്രമാണ് നമ്മൾ കാര്യമായി ആലോചിക്കേണ്ടത് എന്നാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ തന്നെ ഗവൺമെന്റിനെ അനുകൂലമായി സംസാരിച്ചുകൊണ്ട് പറഞ്ഞ വാചകം. ആ വാചകത്തിന്റെ പിന്തുടർച്ച നിലയിൽ എല്ലാ ആളുകളും പിന്നീട് ബിൽഡ് ചെയ്തത് ആ വിശ്വാസമാണ്. നമുക്ക് തിരികെ എന്ത് ചെയ്യാൻ കഴിയും, മറ്റുള്ളവർ നമ്മളിൽ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട, തിരിച്ച് നമുക്ക് എന്ത് കൊടുക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ഇന്ത്യയെപ്പോലെ തന്നെ ആണവ രാജ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു രാജ്യമാണ് ഈ സമയത്ത് ഇറാൻ. ഇറാനെയും ആണവ കരാർ ഒപ്പിടുന്ന പ്രക്രിയയിൽ നിന്ന് ഒഴിവാക്കി കിട്ടണമെന്ന ആഗ്രഹമുള്ള പലരും ഇന്ത്യയിലുണ്ട്. പക്ഷേ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് വളരെ വ്യക്തമായി പറഞ്ഞു, ഇറാൻ അന്താരാഷ്ട്ര ആണവ ഏജൻസി നിർദ്ദേശിക്കുന്ന എല്ലാ നയങ്ങളിലൂടെയും കടന്നുപോയേ പറ്റൂ. നമ്മളെയും ഇറാനെയും ഒരേ ത്രാസിൽ തൂക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ത്രാസ് അങ്ങ് മാറ്റിവെച്ചാൽ മതി എന്നാണ് മൻമോഹൻ സിംഗിന്റെ അഭിപ്രായം. അതിനെ നമ്മുടെ പല സുഹൃത്തുക്കളും കൂട്ടിക്കുഴച്ച് വലുതാക്കി പറഞ്ഞ വാചകം ഏതാണ്, ഇനി ഒരു ന്യൂക്ലിയർ രാജ്യം കൂടി ഉണ്ടായി വരാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ ശൈലിയിൽ ഇന്ത്യ പറഞ്ഞു എന്നും മൻമോഹൻ സിംഗ് പറഞ്ഞു എന്നൊക്കെയുള്ള പ്രചാരണമുണ്ടായി. എന്തായാലും മൻമോഹൻ സിംഗിനെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും പലരും ബോധപൂർവ്വം ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും മീഡിയ മൻമോഹൻ സിംഗിനോടൊപ്പമായിരുന്നു എന്നുള്ളതും ഇത്തരണത്തിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. ഔദ്യോഗിക തലത്തിലുള്ള ചില ചേഞ്ചസ് ഒക്കെ ഇതിനിടയിൽ സംഭവിച്ചതുകൊണ്ട് 2007 വളരെ സ്ലോ ആയാണ് കരാറുമായി ബന്ധിപ്പിച്ചുള്ള കാര്യങ്ങളുടെ ചർച്ച നടന്നതും അതിന്റെ തയ്യാറെടുപ്പുകൾ നടന്നതും. ഇതിനിടയിൽ UP നിയമസഭാ ഇലക്ഷൻ നടക്കുകയാണ്. മുലായം സിംഗ് അധികാരത്തിൽ വന്നാൽ മൻമോഹൻ സിംഗിന് ഈ കരാറിൽ നിന്ന് പിന്മാറേണ്ടി വരും എന്നൊരു പ്രതീക്ഷ ഇപ്പോഴും ആണവ ഊർജ്ജ വകുപ്പിലെ പല ഉദ്യോഗസ്ഥരും വെച്ച് പുലർത്തുന്നുണ്ട്. അവർക്ക് അമേരിക്കയുമായി ഇന്ത്യ കരാർ ഒപ്പിടുന്ന കാര്യം ഒരു കാരണവശാലും ദഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ സത്യം. അവരെല്ലാം ആലോചിക്കുന്നത് ഇങ്ങനെ ഒരു കരാർ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇതുവരെയുള്ള വീറ്റോ പവറുകൾ നഷ്ടമാകും, അവരുടെ സ്വന്തം ഈഗോകളുടെ മേൽ പല നടപടിക്രമങ്ങളും കടന്നു വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഉള്ളൊരു ഭയമാണ് പൊതുവെ അറ്റോമിക് എനർജി വകുപ്പിലെ ഓരോ ഉദ്യോഗസ്ഥരും വെച്ച് പുലർത്തിയിരുന്നത്. അന്താരാഷ്ട്ര ആണവ ഊർജ്ജ ഏജൻസിക്ക് കീഴിൽ 14 റിയാക്ടറുകൾ വരുമ്പോൾ ആ റിയാക്ടറിൽ ഇതുവരെ തനിഷ്ടം ആയിട്ട് ഇവർ ചെയ്തിരുന്ന കാര്യങ്ങൾ നടക്കില്ല എന്ന് വരുന്നത് അവരുടെ പല താല്പര്യങ്ങൾക്കും വിഘാതമാകും എന്നതുകൂടി ആകാം അവരുടെ എതിർപ്പിന്റെ പിന്നിലുള്ള ബേസ് എന്നാണ് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവർക്കും ബോധ്യമാകുന്നത്. ഒരു ദിവസം MK നാരായണനോട് മൻമോഹൻ സിംഗ് വളരെ കാര്യമായി ഒരു കാര്യം പറഞ്ഞു. മിസ്റ്റർ നാരായൺ, ഞാൻ എന്താണ്, എൻ്റെ കഴിവുകൾ എന്താണ് എന്ന് ഞാൻ ഇതിനു മുമ്പ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. 91 സാമ്പത്തിക പരിഷ്കരണ നടപടിക്രമങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസക്തി ഈ സമൂഹത്തിൽ ഉറപ്പിച്ച വ്യക്തിയാണ്. നാരായൺ, നിങ്ങൾ ഒരു ടെക്നോക്രാറ്റാണ്, നിങ്ങളൊരു സുരക്ഷാ വിദഗ്ധനാണ്. നിങ്ങളുടേതായ എന്ത് സംഭാവനയാണ് ഈ സമൂഹത്തിൽ നിലവിലുള്ളത്? നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അവസരമാണ് ഈ കരാർ നടപ്പാക്കുക എന്നുള്ളത്. ആ കരാർ നടപ്പാക്കിയാൽ ഇതിന് ചുക്കാൻ പിടിച്ചത് MK നാരായണനാണെന്ന് നാളെ എല്ലാവരും പറയും. MK നാരായണനെ സംബന്ധിച്ചിടത്തോളം ആ വാചകം വല്ലാത്തൊരു ഊർജ്ജമാണ്. ഇതുവരെ ഒന്ന് ന്യൂട്രൽ ആടിക്കളിച്ചിരുന്ന ഒരു വ്യക്തിയാണ് MK നാരായൺ. MK നാരായൺ എടുത്ത ഇനിഷ്യേറ്റീവ്സ് ആണ് തുടർന്ന് ഈ ചർച്ചയെ അല്ലെങ്കിൽ ഈ കരാറിനെ കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകാൻ സഹായിച്ചത്. 2007 ഓഗസ്റ്റ് 3 ആയപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണവ നിർവ്യാപന കരാറിന്റെ ഡ്രാഫ്റ്റ് പൂർത്തിയാക്കി. ആ ഡ്രാഫ്റ്റ് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് അത് പ്രസന്റ് ചെയ്യുകയും ചെയ്തു. എഗ്രിമെന്റ് പൂർണ്ണ തോതിൽ വായിച്ചു മനസ്സിലാക്കിയ ഹിന്ദു പത്രത്തിന്റെ പത്രാധിപർ N. റാം ഹിന്ദു പത്രത്തിൽ
ഒരു ഫുൾ പേജ് എഡിറ്റോറിയൽ എഴുതി. എ സൗണ്ട് ആൻഡ് ഓണറബിൾ ഓൺ 23 എന്നാണ് ഹെഡിങ്. വിശ്വസനീയവും ശക്തവുമായ ആണവ നിർവ്യാപന കരാർ ഇതാ എന്നാണ് ആ ഹെഡിങ്സിലും തുടർന്ന് നടത്തിയിരിക്കുന്ന എഴുത്തിലും എൻ റാം സൂചിപ്പിച്ചത്. റാമിന്റെ എഡിറ്റോറിയലോടുകൂടിയ പത്രം രാവിലെ വായിച്ച മൻമോഹൻ സിംഗിന്റെ മീഡിയ അഡ്വൈസർ സഞ്ജയ് ബാരുവിനും ഒക്കെ സന്തോഷമായി. ഉടൻ തന്നെ സഞ്ജയ് ബാരു എൻ റാമിനെ വിളിച്ചപ്പോൾ എൻ റാമും അതുപോലെ സന്തോഷത്തിലാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് ഇന്ത്യയുടെ ചരിത്ര വിജയമാണ്. ഇതുവരെ ആണവശക്തിയായി നമ്മളെ പരിഗണിക്കാതിരുന്ന രാഷ്ട്രങ്ങൾ ഇതാ നമ്മളെ ആണവശക്തിയായി പരിഗണിക്കുന്നു. നമ്മൾ ഉന്നയിച്ച എല്ലാ തടസ്സങ്ങളെയും അവർ അംഗീകരിച്ചിരിക്കുന്നു. നമ്മൾ പറഞ്ഞതുപോലെ എഗ്രിമെന്റ് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇതൊരു വല്ലാത്ത അച്ചീവ്മെന്റ് ആണ്. മൻമോഹൻ സിംഗിന്റെ തൊപ്പിയിലെ ഒരു സുവർണ തൂവലാണ് ഈ എഗ്രിമെന്റ് എന്നാണ് റാം സഞ്ജയ് ബാരുവിനോട് പറഞ്ഞത്. ഇത്രയും കേട്ടപ്പോൾ സഞ്ജയ് ബാരു റാമിനോട് പറഞ്ഞു, ദയവായി റാം ദില്ലിയിലേക്ക് വരണം, വന്നിട്ട് ഇക്കാര്യം മൻമോഹൻ സിംഗിനോട് നേരിട്ട് പറയണം എന്ന് പറഞ്ഞു. അന്നത്തെ ഫ്ലൈറ്റിൽ തന്നെ ദില്ലിയിലെത്തിയ എൻ റാം പിറ്റേന്ന് രാവിലെ മൻമോഹൻ സിംഗിനോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോൾ ഇക്കാര്യം വളരെ ഭംഗിയായി മൻമോഹൻ സിംഗിനോട് പറഞ്ഞു. മൻമോഹൻ സിംഗ് നേടിയിരിക്കുന്നത് കഴിഞ്ഞ 33 വർഷമായിട്ട് ഒരു പ്രധാനമന്ത്രിക്കും കഴിയാത്ത ഒരു വലിയ നേട്ടമാണ്. മൻമോഹൻ സിംഗിന്റെ ഈ നേട്ടം ഈ രാഷ്ട്രത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് ഏറ്റവും ഗുണകരമായ ഒന്നാണ് എന്നാണ് റാം മൻമോഹൻ സിംഗിനോട് പറഞ്ഞത്. ഇതൊക്കെ കേട്ടപ്പോൾ മൻമോഹൻ സിംഗിന്റെ മുഖത്ത് ആത്മവിശ്വാസം കലർന്ന ഒരു പുഞ്ചിരി ഉണ്ടായി. ഇറങ്ങുമ്പോൾ സഞ്ജയ് ബാരു എൻ റാമിനോട് ഒരു കാര്യം കൂടി പറഞ്ഞു. റാമിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും കമ്മ്യൂണിസ്റ്റുമാണ് പ്രകാശ് കാരാട്ട്. റാമും പൂർണ്ണമായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. പ്രകാശ് കാരാട്ടിനോട് കൂടി ഈ കാര്യം ഒന്ന് പറഞ്ഞ് കാരാട്ടിനെ കൂടി ഒന്ന് സമ്മതിപ്പിക്കണമെന്ന് റാമിനോട് സഞ്ജയ് ബാരു പറഞ്ഞു. റാം വളരെ സന്തോഷത്തോടെ അത് കേട്ടു. കാരണം ഇത് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എല്ലാവരും മുന്നോട്ട് വെച്ച് എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് വന്നിരിക്കുന്ന കരാറാണ്. അതുകൊണ്ട് ഉറപ്പായും പ്രകാശ് കാരാട്ട് ഇതിനെ അംഗീകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്നാണ് റാം സൂചിപ്പിച്ചത്. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ റാം സഞ്ജയ് ബാരുവിനെ തിരികെ വിളിക്കുന്നു. പ്രശ്നമാണ്, പ്രകാശ് കാരാട്ട് ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ല. പ്രകാശ് കാരാട്ടിന്റെ എതിർപ്പ് കരാറിനോടല്ല, മറിച്ച് രാഷ്ട്രീയമാണ്. അമേരിക്ക ഒരു മുതലാളിത്ത രാജ്യമാണ്. ആ മുതലാളിത്ത രാജ്യമായ അമേരിക്കയുടെ സഖ്യകക്ഷിയായി ഇന്ത്യ മാറുന്നതാണ് പ്രകാശ് കാരാട്ടിന്റെ എതിർപ്പിന്റെ കാതൽ എന്നാണ് റാമിന്റെ അഭിപ്രായത്തിൽ നിന്ന് സഞ്ജയ് ബാരുവും മൻമോഹൻ സിംഗും മനസ്സിലാക്കിയത്. സഞ്ജയ് ബാരു ഉടൻ തന്നെ സീതാറാം യെച്ചൂരിയെ വിളിച്ചു. സീതാറാം യെച്ചൂരിയോട് ഈ കാര്യം പറഞ്ഞു. യെച്ചൂരിയും പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഞങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടും കാരാട്ട് സമ്മതിക്കുന്നില്ല. കാരാട്ട് ഒരേ പിടിവാശിയിലാണ്. യെച്ചൂരിക്ക് അങ്ങനെ പറയുന്നതിനൊരു കാരണമുണ്ട്. കാരണം സീതാറാം യെച്ചൂരിയാണ് രാജ്യസഭയിൽ ഇടതുപക്ഷത്തിന്റെ ഡിമാൻഡ് അവതരിപ്പിച്ചത്. 1, 2, 3, 4 എന്ന് റെഡ് ലൈൻ ഇട്ടുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇടതുപക്ഷം ഈ കരാറിനെ അംഗീകരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞ വ്യക്തിയാണ് സീതാറാം യെച്ചൂരി. സീതാറാം യെച്ചൂരി അവതരിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും അതേപടി അംഗീകരിച്ചിരിക്കുന്ന കരാറാണ് വന്നിരിക്കുന്നത്. എന്നിട്ടും ആ കരാറിനെ എതിർക്കുക എന്ന് പറഞ്ഞപ്പോൾ യെച്ചൂരിക്ക് അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ഡിഗ്നിറ്റിയാണ് നഷ്ടമായത്. യെച്ചൂരിക്ക് ഉണ്ടായിരുന്ന ഒരു വിശ്വാസ്യതയും കൂടി അവിടെ പോയി കിട്ടുകയാണ്. യെച്ചൂരി പറഞ്ഞു, ഞാൻ എന്താ ചെയ്യാനാ, പ്രകാശ് കാരാട്ട് ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, ഒരേ പിടിവാശിയാണ്, അമേരിക്കയുമായിട്ടുള്ള കരാറാണ്, അതുകൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന ശൈലിയില്ല പ്രകാശ് കാരാട്ട് സംസാരിക്കുന്നത്. ഇതറിഞ്ഞ മൻമോഹൻ സിംഗ് ഇടതുപക്ഷത്തിന്റെ നേതാക്കളുടെ ഒരു മീറ്റിംഗ് വിളിച്ചു. അവിടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയിലെ ആളുകളും പ്രൈം മിനിസ്റ്റർ ഓഫീസിലെ ആളുകളും ഒക്കെ അടങ്ങിയ ടീം മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ഇടതുപക്ഷത്തിന് കൃത്യമായും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും, ഇടതുപക്ഷം ആവശ്യപ്പെട്ട കാര്യങ്ങളും അത് കരാർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതൊക്കെ വളരെ വ്യക്തമായിട്ട് രേഖാമൂലം ബോധ്യപ്പെടുത്തി. അത് കഴിഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങി നേരെ പോയി പത്രസമ്മേളനം വിളിച്ചു. പത്രസമ്മേളനം നടത്തുന്നതിന്റെ ലൈവ് ടെലികാസ്റ്റ് മൻമോഹൻ സിംഗ് തന്റെ വസതിയിൽ നിന്ന് വീക്ഷിക്കണം. പ്രകാശ് കാരാട്ട് പത്രസമ്മേളനത്തിൽ പറയുകയാണ്, ഇത് ചതിയാണ്, അമേരിക്കയുടെ മുന്നിൽ ഇന്ത്യയെ അടിയറവ് വെച്ചിരിക്കുകയാണ് മൻമോഹൻ സിംഗ് സർക്കാർ ചെയ്യുന്നത്. ഞങ്ങൾക്കൊരു കാരണവശാലും ഇതിനെ അംഗീകരിക്കുവാനാവത്തില്ല. ഇന്ത്യയുടെ നിലനിൽപ്പാണ് ഈ കരാർ വഴി ചോദ്യം ചെയ്യപ്പെടുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇന്ത്യയുടെ അഖണ്ഡതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇന്ത്യയുടെ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കപ്പാസിറ്റിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാരാട്ട് അടിച്ചു പോഴ്ത്തുമ്പോൾ മൻമോഹൻ സിംഗ് പറയുകയായിരുന്നു, ഇവര് ഇതേ നയത്തിന്റെ പേരിലാണ് പണ്ഡിറ്റ് നെഹ്റുവിനെ ആക്ഷേപിച്ചത്. അന്ന് നമ്മൾ ചേരിചേരാ നയം പിന്തുടരുന്നു എന്നായിരുന്നു ഇവരുടെ പരാതി. നമ്മൾ റഷ്യൻ ചേരിയിലേക്ക് കൂടുന്നില്ല എന്നായിരുന്നു പരാതി. അത് കഴിഞ്ഞപ്പോൾ ചേരിചേരാ നയത്തിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തോട് താല്പര്യം കാണിച്ചാൽ ഉടൻ പറയുക ചേരിചേരാ നയം വിട്ട് നമ്മൾ ആ രാഷ്ട്രത്തോട് താല്പര്യം കാണിക്കുന്നതായി. അത് ഇന്ദിരയുടെ കാലത്ത് അങ്ങനെ വന്നു. 1971 ബംഗ്ലാദേശ് യുദ്ധ സമയത്ത് ഇന്ദിരയെ കുറ്റപ്പെടുത്താനായിട്ട് അവരുപയോഗിച്ചത് നമ്മൾ ചേരിചേരാ നയം വിട്ട് റഷ്യയോട് താല്പര്യം കാണിച്ചു എന്നാണ്. അത് കഴിഞ്ഞ് നരസിംഹറാവു വന്നപ്പോഴത്തേക്ക് നമ്മൾ ഉദാരവൽക്കരണം കൊണ്ടുവന്നപ്പോഴത്തേക്ക് അതിനെതിരായി.
ഇതാ ലോകത്തുള്ള മുഴുവൻ ആൾക്കാർക്ക് ഇന്ത്യയിലേക്ക് കടന്നു വരാൻ അവസരം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ കരച്ചിൽ. എന്തായാലും ഇവരുടെ ഈ ബാലിശ്യമായ പരിപാടികൾക്ക് വേണ്ടി ഈ രാഷ്ട്രത്തെ ബലി കൊടുക്കുവാൻ ഞാൻ തയ്യാറല്ല എന്നാണ് ശക്തമായി മൻമോഹൻ സിംഗ് പ്രകാശ് കാരാട്ടിന്റെ പത്രസമ്മേളനത്തോട് പ്രതികരിച്ചത്. ഈ സംഭവങ്ങൾക്ക് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ടെലഗ്രാഫ് പത്രത്തിന്റെ ഡൽഹി ബ്യൂറോ ചീഫ് മാറി മാനിനി ചാറ്റർജി ചാർജ് എടുത്തു. മാനിനി ചാറ്റർജി മൻമോഹൻ സിംഗിനെ കാണാനായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുകയും മൻമോഹൻ സിംഗിനെ വന്ന് കാണുകയും ചെയ്തു. അവർ തമ്മിൽ സംസാരിക്കുന്ന കൂട്ടത്തിൽ ആണവ കരാറ് വിഷയമായി. അപ്പോൾ ആണവ കരാറിനെ കുറിച്ചുള്ള മൻമോഹൻ സിംഗിന്റെ വ്യൂ ഇതുവരെയും കൃത്യമായിട്ടും ഒരിടത്ത് റിഫ്ലക്ട് ചെയ്തിട്ടില്ല. സംസാരമധ്യേ ന്യൂക്ലിയർ ഡീലിനെ കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ അക്കാര്യങ്ങളൊക്കെ പത്രത്തിൽ എഴുതിക്കൂട്ടെ എന്ന് മാനിനി ചാറ്റർജി മൻമോഹൻ സിംഗിനോട് ചോദിക്കുകയും മൻമോഹൻ സിംഗ് അത് സമ്മതിക്കുകയും ചെയ്തു. അപൂർവം പത്രക്കാർക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ടെലഗ്രാഫിന്റെ ഡൽഹി ബ്യൂറോ ചീഫിന് ലഭിച്ചിരിക്കുന്നത്. അവർ അത് മുഴുവൻ എഴുതിയെടുക്കുകയും സഞ്ജീവ് ഭാര്യയുമായി ചർച്ച ചെയ്ത് അത് എഡിറ്റ് ചെയ്യുകയും ചെയ്തതിന് ശേഷം പിറ്റേന്ന് ടെലഗ്രാഫ് പത്രത്തിന്റെ പ്രധാന സ്റ്റോറിയായിട്ട് അത് അവതരിപ്പിച്ചു. ആ സ്റ്റോറി ഹെഡ്ലൈൻ തന്നെ ഇങ്ങനെയാണ്: ഇഫ് യു വാണ്ട് ടു വിത്ഡ്രോ ഇറ്റ്. ഇടതുപക്ഷത്തിനോട് ധൈര്യമുണ്ടെങ്കിൽ തന്റെ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കാൻ മൻമോഹൻ സിംഗ് ആവശ്യപ്പെട്ടു എന്നാണ് ടെലഗ്രാഫ് പത്രത്തിന്റെ ഹെഡിങ്. ആ പത്രത്തിലെ ലേഖനത്തിലൂടെ കടന്നു പോകുമ്പോൾ മൻമോഹൻ സിംഗ് വളരെ വ്യക്തമായി പറയുന്നു, ഇടതുപക്ഷത്തിന്റെ അധിക്ഷേപം ഇനിയും കേട്ടുകൊണ്ടിരിക്കുവാൻ നമുക്ക് പറ്റത്തില്ല. പാർലമെന്റിൽ അവതരിപ്പിച്ച് അംഗീകാരം വാങ്ങിച്ച ബില്ലാണ്. ഇതിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇടതുപക്ഷത്തിന് താല്പര്യമില്ലെങ്കിൽ അവർക്ക് പിരിഞ്ഞു പോകാം. എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിന് ചെയ്യാം. പിന്തുണ പിൻവലിക്കാനാണ് താല്പര്യമെങ്കിൽ പിൻവലിക്കട്ടെ. ഒരു കാരണവശാലും കരാറിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് മൻമോഹൻ സിംഗ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയത്. പത്രം പുറത്തെത്തി, സകല ആളുകളും ന്യൂസ് വായിച്ചു, ആകെ പ്രശ്നമായി. ഇതറിഞ്ഞ പ്രൈം മിനിസ്റ്റർ ഓഫീസിലെ ആളുകൾ ഞെട്ടി. അതുപോലെ കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളൊക്കെ ആകെ അസ്വസ്ഥരായി. അഹമ്മദ് പട്ടേൽ പൊട്ടിത്തെറിച്ചു. ഡോക്ടർ സിംഗ് അല്ല ഇടതുപക്ഷത്തിനെ യു പിയിലേക്ക് കൊണ്ടുവന്നത്, അതുകൊണ്ട് തന്നെ അവരോട് ഇറങ്ങിപ്പോകാൻ പറയാൻ ഈ സിംഗിന് എന്താ അവകാശം എന്നാണ് അഹമ്മദ് പട്ടേൽ പച്ചയ്ക്ക് ചോദിച്ചത്. കോൺഗ്രസ് പാർട്ടിയുടെ ആവശ്യം വളരെ വ്യക്തമാണ്. ഇങ്ങനൊരു പ്രസ്താവന മൻമോഹൻ സിംഗ് നടത്തിയിട്ടില്ല. അത് മാനിനി ചാറ്റർജി ഉണ്ടാക്കിയ കഥയാണെന്ന് മൻമോഹൻ സിംഗ് മറ്റു പത്രങ്ങൾക്കൊരു കുറിപ്പ് നൽകണം. ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഉള്ളിലുള്ള ചർച്ച. മൻമോഹൻ സിംഗ് ഇതിന് യാതൊരുവിധ മറുപടിയും ആ സമയത്ത് പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആഗസ്റ്റ് 14 റെഡ് ഫോർട്ടിൽ സ്വാതന്ത്ര്യദിന സന്ദേശമെത്തി. ആ സന്ദേശത്തിന്റെ പ്രത്യേകത എഗ്രിമെന്റ് 123 കുറിച്ച്, അതായത് ആണവ നിർവ്യാപന കരാറിനെ കുറിച്ച് ഒരു അക്ഷരവും മൻമോഹൻ സിംഗ് സൂചിപ്പിച്ചില്ല എന്നുള്ളതാണ്. സകല ആളുകളും അത്ഭുതപ്പെട്ടു പോയി. ഒരു കാര്യവും മൻമോഹൻ സിംഗ് അതിനെക്കുറിച്ച് പറഞ്ഞതേയില്ല. മൻമോഹൻ സിംഗ് കോൺഗ്രസ് പാർട്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കരാറിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചു എന്നുവരെ സംശയം സകല പത്രക്കാരുടെ ഇടയിലുമുണ്ടായി. ഇടതുപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് വളരെ വ്യക്തമായത് 2 ദിവസം കഴിഞ്ഞാണ്. ഹിന്ദുവിൽ ഒരു എഡിറ്റോറിയൽ വന്നു. നേരത്തെ ആണവ നിർവ്യാപന കരാറിനെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് എഴുതിയ അതേ എൻറാം ഒരു എഡിറ്റോറിയൽ പുതുതായിട്ട് എഴുതിയിരിക്കുന്നു. ആണവ നിർവ്യാപന കരാറിന് എതിരായിട്ടുള്ള എഡിറ്റോറിയൽ. പ്രകാശ് കാരാട്ടിന്റെ വ്യൂ അതേപടി പങ്കുവച്ചിരിക്കുന്ന എഡിറ്റോറിയൽ. നിന്ന നിൽപ്പിൽ തകിടമറിയാന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു ശൈലിയാണ് എൻറാം കാണിച്ചത്. ഇടതുപക്ഷത്തിന്റെ ഒരു സവിശേഷമായ സ്വഭാവമാണ് അവിടെ എൻറാമിന്റെ ഭാഗമായി ഉണ്ടായത്. യെച്ചൂരി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചു തന്നെയാണ് കരാർ എഴുതിയിരിക്കുന്നതെന്ന് സമ്മതിച്ച് യെച്ചൂരി പോലും പബ്ലിക്കായിട്ട് കരാറിനെ തള്ളിപ്പറയുന്ന രംഗങ്ങളും ഇതിനിടയിലുണ്ടായി. അകത്ത് ഒരു മുഖവും പുറത്ത് വേറൊരു മുഖവും എന്ന ശൈലിയിലായി ഇടതുപക്ഷ നേതാക്കളുടെയൊക്കെ ഒരു രീതി. ആശയപരമായ ഒരു എതിർപ്പിൽ നിന്നാണ് കാരാട്ട് ഈ വിഷയങ്ങൾ തുടങ്ങി വെക്കുന്നതെങ്കിലും സാവധാനം സർക്കാരിനെതിരായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് ന്യൂക്ലിയർ ഡീലിനെ കാരാട്ട് മാറ്റിയെടുത്തു. സുർജിത്തും ജ്യോതിബാസും ബുദ്ധദേവും യെച്ചൂരിയൊക്കെ മോഡറേറ്റ് ചിന്തയുടെ ഭാഗത്ത് നിൽക്കുന്ന ഇടതുപക്ഷക്കാരാണ്. അവരുടെ ഓയിസിനേക്കാൾ മുകളിലായി പ്രകാശ് കാരാട്ടിന്റെ ഓയിസ്. പാർട്ടിയിൽ പ്രകാശ് കാരാട്ട് പറയുന്നതാണ് എല്ലാവരും ഫോളോ ചെയ്യേണ്ടത് എന്ന ശൈലിയിലേക്ക് പ്രകാശ് കാരാട്ട് പതുക്കെ പാർട്ടിയുടെ ആധിപത്യം പിടിച്ചെടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് നാം കാണുന്നത്. CPIയെ സംബന്ധിച്ചിടത്തോളം കാരാട്ടിന്റെ പിടിവാശി ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. CPI നേതാക്കളായ D രാജയും സുധാകർ റെഡ്ഡിയും ഒക്കെ കാരാട്ടിന്റെ ലൈനിന് പൂർണ്ണമായും എതിരായിരുന്നു. കാരാട്ടിന്റെ കടുംപിടുത്തത്തിലുള്ള എതിർപ്പ് രഹസ്യമായിട്ട് ഇവരൊക്കെ പ്രൈം മിനിസ്റ്റർ ഓഫീസുമായി പങ്കുവെച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ പ്രകാശ് കാരാട്ട് മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു അമേരിക്കൻ വിരുദ്ധതയ്ക്ക് എതിരായി സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം CPIയുടെ നേതാക്കൾക്കും CPMൽ തന്നെ മോഡറേറ്റ് നേതാക്കൾക്കും വന്നു ചേർന്നതാണ് ഇതിനിടയിലുണ്ടായ രസകരമായ ഒരു സംഭവം. ഇതേപോലെ തന്നെയായിരുന്നു BJPയുടെയും അവസ്ഥ. വാജ്പേയിയും അരുൺ ജെയ്റ്റ്ലിയെ പോലുള്ള
ജൂനിയർ നേതാക്കളും പൂർണ്ണമായും ഈ കരാറിനെ തള്ളിപ്പറയുന്നതിന് എതിരായിരുന്നു. എന്നാൽ LK അദ്വാനിയെ പോലുള്ള നേതാക്കൾ കരാറിന് എതിരായിരുന്നു. എന്ത് കാരണങ്ങൾ ഉണ്ടാക്കിയാലും വേണ്ടില്ല, മൻമോഹൻ സിംഗിനെ ഈ കരാറിന്റെ പേരിൽ തള്ളിയിടണം എന്നാണ് LK അദ്വാനിയുടെ ഐഡിയോളജിയും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് LK അദ്വാനി മുന്നോട്ട് വെച്ചത്. മൻമോഹൻ സിംഗിന്റെ ദില്ലിയിലെ ഒഫീഷ്യൽ ബംഗ്ലാവ് 7th റോസ്കോസ് റോഡാണ്. അവിടെ ഒരു മീറ്റിംഗ് നടന്നു. BJP നേതാക്കൾക്ക് വേണ്ടിയുള്ള മീറ്റിംഗ് ആണ്. പക്ഷെ അന്ന് LK അദ്വാനി ഉണ്ടായിരുന്നില്ല. വാജ്പേയിയും ജസ്വന്ത് സിംഗും യശ്വന്ത് സിൻഹയും അരുൺ ഷൂറിയും ബ്രിജേഷ് മിശ്രയും ഒക്കെ പങ്കെടുത്തിരുന്നു. സിൻഹയും ഷൗരിയും ഒക്കെ ധാരാളം ചോദ്യങ്ങൾ അറ്റോമിക് എനർജി വിഭാഗത്തിൽ നിന്ന് വന്ന ശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചു. അതുപോലെ പ്രൈം മിനിസ്റ്റർ ഓഫീസിലെ കൺസേൺ കക്ഷികളോട് ചോദിച്ചു. ഇതൊക്കെ കഴിയുമ്പോൾ ജസ്വന്ത് സിംഗ് ആ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, ജെന്റിൽമെൻ, യു ഹാവ് ഡൺ ദ നേഷൻ പ്രൗഡ്. നിങ്ങൾ ഈ രാഷ്ട്രത്തിന് അഭിമാനമാണ് എന്നാണ് ഉദ്യോഗസ്ഥന്മാരോട് ജസ്വന്ത് സിംഗ് പറഞ്ഞത്. ഈ സമയമൊക്കെയും വാജ്പേയി നിശബ്ദനായി കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ചോദ്യവും വാജ്പേയി ചോദിച്ചില്ല എന്നതാണ് സത്യം. ഒന്നും മിണ്ടാതിരിക്കുന്ന വാജ്പേയിയോട് ഇടയ്ക്ക് മൻമോഹൻ സിംഗ് ചോദിച്ചു, അങ്ങേക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയുവാനുണ്ടോ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അത് കേട്ടിട്ട് വാജ്പേയി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. മീറ്റിംഗ് കഴിഞ്ഞ് ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങുന്ന സമയം മൻമോഹൻ സിംഗും വാജ്പേയിയും കൂടി ഒന്നിച്ചാണ് വാതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. കാറിലേക്ക് കയറുന്നതിന് മുമ്പ് മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് വാജ്പേയി മൻമോഹൻ സിംഗിന്റെ കൈ പിടിച്ച് കുലുക്കി തന്റെ സന്തോഷം, തന്റെ സംതൃപ്തി അറിയിക്കുകയാണ് ഉണ്ടായത്. മൻമോഹൻ സിംഗ് ചെയ്തത് ഈ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് എന്ന് ആ ഷെയ്ക്ക് ഹാൻഡിലൂടെ വാജ്പേയി മൻമോഹൻ സിംഗിനെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. അത് കണ്ടപ്പോൾ ഡോക്ടർ സിംഗ് പറഞ്ഞു, അങ്ങ് തുടങ്ങി വെച്ചതിനെ ഞാൻ പൂർത്തീകരിക്കാൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വാജ്പേയി അതേ അർത്ഥത്തിൽ തലയാട്ടുകയും പുഞ്ചിരിക്കുകയും ചെയ്തുകൊണ്ട് പതുക്കെ കാറിലേക്ക് കയറുകയും ചെയ്തു. തുടർന്ന് അടുത്ത 2-3 ആഴ്ചകളിൽ രാഷ്ട്രീയ മേഖല ആകെ കുഴഞ്ഞു മറിയുന്നതാണ് പിന്നെ ദില്ലി കാണുന്നത്. എന്താണ് മൻമോഹൻ സിംഗിന്റെ സർക്കാരിന് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയായി എങ്ങും. ഇടതുപക്ഷം പിന്തുണ പിൻവലിക്കുമോ, ഇടതുപക്ഷവും BJPയും കൂടെ ചേർന്ന് പുതിയ മന്ത്രിസഭ ഉണ്ടാക്കുമോ, ഇടതുപക്ഷ BJPയെ പിന്തുണയ്ക്കുമോ, ഇങ്ങനെ പല തരത്തിലുള്ള ചർച്ചകൾ അവിടെയൊക്കെ മുഴങ്ങുകയാണ്. ഇതിനിടയിൽ ഒരു റൂമർ അവിടേക്ക് ഉണ്ടായത് ഡോക്ടർ സിംഗിനെ രാജിവെപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ചില നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ഒരു ചർച്ചയുണ്ടോ എന്ന് സോണിയോട് അടുപ്പമുള്ള ഒരു നേതാവിനോട് ഒരു പത്രക്കാരൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ആദ്യം മൻമോഹൻ സിംഗ് രാജിവെക്കട്ടെ, ഇവിടെ അനവധി നേതാക്കളുണ്ട്, എല്ലാവരും മൻമോഹൻ സിംഗിനെ പോലെ തന്നെ പ്രധാനമന്ത്രിയാകാൻ കപ്പാസിറ്റി ഉള്ളവരും അതിന് ശക്തരുമാണ്, ലെറ്റ് ഹിം റിസൈൻ, അദ്ദേഹം ആദ്യം രാജിവെക്കട്ടെ. കോൺഗ്രസിന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് ആ സംഭാഷണത്തിൽ പ്രതിഫലിപ്പിക്കുന്നത്. ഈ പറഞ്ഞ നേതാവ് സോണിയുടെ കിച്ചൺ ക്യാബിനറ്റിന്റെ പാർട്ടായതുകൊണ്ട് തന്നെ ഈ വാർത്തയും പതുക്കെ സ്പ്രെഡായി. ഒക്ടോബർ 12 അന്നാണ് സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ സമ്മിറ്റ് മീറ്റിംഗ് ആണ്. പ്രസംഗ മധ്യത്തിൽ സോണിയാഗാന്ധി അസന്നിഗ്ധമായി പറഞ്ഞ ഒരു കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. ന്യൂക്ലിയർ ഡീലാണോ പ്രധാനം അതോ ഗവൺമെന്റിന്റെ ഭാവിയാണോ പ്രധാനം എന്നൊരു ചോദ്യം മുന്നിലേക്ക് വന്നാൽ ഗവൺമെന്റിന്റെ ഭാവിയാണ് പ്രധാനം എന്ന തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തും എന്ന് സോണിയാഗാന്ധി വളരെ വ്യക്തമായി ആ സമ്മിറ്റിൽ അഭിപ്രായപ്പെടുകയുണ്ടായി. സോണിയയുടെ ആ പരാമർശം ലൈവായിട്ട് തന്റെ വീട്ടിലെ TV-യിലൂടെ കണ്ടുകൊണ്ടിരുന്ന മൻമോഹൻ സിംഗിന് തന്റെ ദേഷ്യം മറച്ചുവെക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. സോണിയാഗാന്ധിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അടുത്ത പ്രസന്റേഷൻ ഡോക്ടർ സിംഗിന്റെയാണ്. സോണിയുടെ വാഹന വ്യൂഹം ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ ആ സമ്മേളന ഹാളിൽ നിന്ന് പുറത്തേക്ക് നീങ്ങിയുടൻ തന്നെ മൻമോഹൻ സിംഗിന്റെ വാഹന വ്യൂഹം ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ സമ്മേളന ഹാളിലേക്ക് എത്തി. സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന വീർ സംഘ്വി ഒരു ചോദ്യം മൻമോഹൻ സിംഗിനോട് ചോദിച്ചു. താങ്കൾ ടെലഗ്രാഫ് പത്രത്തിന് നൽകിയ ഒരു ഇന്റർവ്യൂ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. സാധാരണഗതിയിലുള്ള താങ്കളുടെ വ്യക്തിത്വത്തിൽ നിന്ന് മാറിയുള്ള ഒരു ഇന്റർവ്യൂ ആണ് അവിടെ. കുറച്ച് എടുത്തുചാട്ടം ആ ഇന്റർവ്യൂവിൽ താങ്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി കാണുന്നു. താങ്കൾ അങ്ങനെ കരുതുന്നുവോ? ചോദ്യം വളരെ വ്യക്തമാണ്. മൻമോഹൻ സിംഗ് ആണവ നിർവ്യാപന കരാറിനെക്കുറിച്ചും ഇടതുപക്ഷത്തെക്കുറിച്ചും ടെലഗ്രാഫ് പത്രത്തിന്റെ പത്രാധിപരായ മാലിനി ചാറ്റർജിയോട് പറഞ്ഞ കാര്യങ്ങൾ അറിയാതെ സംഭവിച്ചു പോയതാണ് എന്ന ശൈലിയിൽ ആണോ ഇപ്പോൾ മൻമോഹൻ സിംഗ് കാണുന്നത് എന്നാണ് ചോദ്യം. മൻമോഹൻ സിംഗ് വളരെ ഫേമായിട്ട് ഉത്തരം പറഞ്ഞു, നോ, ഐ ഡോണ്ട് തിങ്ക് സോ. ഇല്ല, ഞാൻ അങ്ങനെ കരുതുന്നില്ല. ലെഫ്റ്റ് പാർട്ടികൾ നടത്തിയ ഒരു പബ്ലിക് പ്രസ്താവനയ്ക്ക് മറുപടി പറയുക മാത്രമാണ് ഞാൻ ആ ചർച്ചയിൽ ചെയ്തത്. ഞാൻ ഓവർ സ്റ്റെപ്പ് ചെയ്തതായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ധാരണയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും കാര്യങ്ങൾ അധികമായി പോയി, അമിതമായി പോയി എന്നൊരു ആരോപണം എൻ്റെ പേരിൽ ആർക്കും ഉന്നയിക്കാനാവില്ല. ഐ ആം ഫേം ഓൺ ഇറ്റ്. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. ഇതൊക്കെ പറയുമ്പോഴും തന്റെ നേതാവായ സോണിയാഗാന്ധി
തൊട്ട് മുമ്പ് നടത്തിയ പ്രസ്താവന മൻമോഹൻ സിംഗ് കണ്ടിട്ടാണ് വന്നത്. ആ പ്രസ്താവന വളരെ വ്യക്തമാണ്. സർക്കാരിനെ നിലനിർത്താൻ വേണ്ടി ന്യൂക്ലിയർ ഡീൽ തള്ളിപ്പറയേണ്ട സാഹചര്യം സർക്കാരിന് വന്നാൽ അത് തള്ളിപ്പറയുക തന്നെ ചെയ്യും എന്നാണ് സോണിയാഗാന്ധി വളരെ വ്യക്തമായി ആ മീറ്റിംഗിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മൻമോഹൻ സിംഗ് അതിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ സർക്കാർ പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയല്ല. അനവധി പ്രശ്നങ്ങൾ സമൂഹത്തിനുണ്ട്. ആ ഓരോ പ്രശ്നങ്ങളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളവയാണ്. ഓരോന്നിൻ്റെയും പ്രാധാന്യത്തിനനുസരിച്ച് ഞങ്ങളത് പരിഹരിച്ചുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല എന്ന് കരുതി ജീവിതത്തിന്റെ അവസാനമൊന്നുമല്ല സർക്കാരിൻ്റെയും. വളരെ വ്യക്തമായ മറുപടിയാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത്. സോണിയ പറഞ്ഞതിൽ നിന്ന് മാറ്റി പറഞ്ഞതുമില്ല, എന്നാൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. 2007 സെപ്റ്റംബറിൽ സോണിയ ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ സമ്മിറ്റ് മീറ്റിംഗിൽ ആണവ കരാർ അല്ല, സർക്കാരാണ് പ്രധാനമെന്ന് പറഞ്ഞതോടുകൂടി പൊതു മീറ്റിംഗുകളിൽ ആണവ കരാറിന് അനുകൂലമായി സംസാരിക്കുന്ന സ്വഭാവം മൻമോഹൻ സിംഗ് പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. ആണവ കരാറിന്റെ ഭാവിയെക്കുറിച്ച് ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടി UPA സർക്കാർ 15 അംഗങ്ങളടങ്ങിയ ഒരു ഹൈ പവർ കമ്മിറ്റി തീരുമാനിച്ചു. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് കപിൽ സിബൽ, പ്രണബ് കുമാർ മുഖർജി, പൃഥ്വിരാജ് ചവാൻ തുടങ്ങിയവരൊക്കെ ഉണ്ട്. ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് പ്രകാശ് കാരാട്ട്, സീതാറാം യെച്ചൂരി, D രാജ, AB വർദ്ധൻ തുടങ്ങിയവരൊക്കെയാണ്. ഇവർ സെപ്റ്റംബറിലും ഒക്ടോബറിലും നവംബറിലുമായിട്ട് 6 തവണ മീറ്റിംഗ് കൂടുകയും ആണവ കരാർ നടപ്പിലാക്കുന്നതിന് അനുകൂലമായും പ്രതികൂലമായുമുള്ള വാദമുഖങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. ഇടതുപക്ഷം വളരെ വ്യക്തമായും സൂചിപ്പിക്കുകയാണ്, നമുക്ക് സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റു മാർഗങ്ങൾ നോക്കാം, ആണവ കരാർ വിടാം. ആണവ കരാർ വഴി ലഭിക്കുന്ന സാങ്കേതിക അറിവും ആണവ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ആണവ ഇന്ധനവും ഇന്ത്യക്ക് ഗുണകരമാണ് എന്ന അഭിപ്രായമാണ് പൊതുവെ കോൺഗ്രസിനകത്തുള്ളത്. എന്നാലും ചർച്ച എങ്ങുമെത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2007 നവംബർ 17 AICC സമ്മേളനം ആരംഭിച്ചു. സമ്മേളനത്തിലെ പ്രതിനിധികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മൻമോഹൻ സിംഗ് പറഞ്ഞു, നമ്മൾ അതിപ്രധാനമായ ഒരു കരാറ് ഒപ്പിടുന്നതിൻ്റെ അന്ത്യ ചർച്ചകളിലാണ്. ആ കരാർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുമായിട്ടും അന്താരാഷ്ട്ര ആണവ ഏജൻസിയുമായിട്ടും ഒപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഇതുവരെ തടഞ്ഞു വെക്കപ്പെട്ട സാങ്കേതിക അറിവുകളാണ്. എല്ലാ മേഖലയിലുമുള്ള പുതിയ സാങ്കേതിക അറിവുകളും അതിനാവശ്യമായ ഉപകരണങ്ങളും ലഭിക്കും. കൂടെ നമുക്ക് ഇപ്പോൾ നമ്മുടെ ആണവ നിലയങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സാഹചര്യം ഒഴിവാക്കുകയും ചെയ്യാം. നമ്മുടെ ആണവ നിലയങ്ങൾക്ക് ആവശ്യമായ സമ്പുഷ്ട യുറേനിയം ഇല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അതിനാവശ്യമായ യുറേനിയം നമുക്ക് ആവശ്യത്തിന് ലഭിക്കുകയും നമ്മുടെ ഊർജ്ജ പ്രതിസന്ധി അവസാനിക്കുകയും ചെയ്യും. ഇത്രയും പറഞ്ഞതിന് ശേഷം മൻമോഹൻ സിംഗ് സദസ്സിലും ഡയസിലും ഒക്കെ ഉള്ള എല്ലാവരും ഒന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ പറഞ്ഞു, അതിൻ്റെ അർത്ഥം നമ്മളുടെ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി വേണ്ടാന്ന് വെക്കും എന്നുള്ളതല്ല, നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒരു പാളിച്ചയും ഉണ്ടാകില്ല എന്നതുകൂടി ഞാൻ ഉറപ്പ് നൽകുന്നു എന്ന് മൻമോഹൻ സിംഗ് വളരെ വ്യക്തമായി പറഞ്ഞു. മൻമോഹൻ സിംഗിന് ശേഷമാണ് സോണിയാഗാന്ധി സംസാരിച്ചത്. അവർ പറഞ്ഞു, ഒരു കൂട്ടുകക്ഷി സർക്കാരിനെ നയിക്കാൻ കോൺഗ്രസ് ബാധ്യതപ്പെട്ടു എന്നതുകൊണ്ട് കോൺഗ്രസ് അതിൻ്റെ അസ്തിത്വവും വ്യക്തിത്വവും ആരുടെ മുന്നിലും അടിയുറയി വെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തിൽ ഉറച്ചു നിൽക്കണം. ആണവ കരാർ ഈ രാഷ്ട്രത്തിന് അനിവാര്യമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധിപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകും. പബ്ലിക്കായിട്ട് സോണിയാഗാന്ധി ഇത് പറഞ്ഞതോടുകൂടി കോൺഗ്രസിനകത്ത് ആണവ പദ്ധതിക്കെതിരായിട്ടുണ്ടായിരുന്ന എല്ലാ ചർച്ചകളും അവസാനിക്കുകയാണ്. മൻമോഹൻ സിംഗിന് അനുകൂലമായ ഒരു തരംഗം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ രൂപം കൊണ്ടു. അതേ സമയത്ത് കരാറിൽ നിന്ന് പിന്മാറാനായിട്ട് മൻമോഹൻ സിംഗിനെ രഹസ്യമായി പ്രഷർ ചെലുത്താൻ സോണിയാഗാന്ധി ടീമും ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതും നമ്മൾ ഇതിനിടയിൽ കൂടി വായിക്കേണ്ടതാണ്. UPA സർക്കാരിന്റെ അധ്യക്ഷ എന്ന നിലയിൽ സർക്കാരിനെ പരമാവധി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് സോണിയാഗാന്ധിയുടെ നയം. ഒരു കരാറിന്റെ പേരിൽ മന്ത്രിസഭ വീഴാൻ പാടില്ല എന്ന് സോണിയയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള ഈ പൂച്ചയും എലിയും കളി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2008 ഫെബ്രുവരി 20 എത്തുന്നത്. അന്ന് അമേരിക്കയിൽ നിന്ന് ജോൺ കെറി, ജോ ബൈഡൻ എന്നീ ഡെമോക്രാറ്റിക് സെനറ്റർമാരും ചക്ക് ഹേഗൽ എന്ന റിപ്പബ്ലിക് സെനറ്ററും ഇന്ത്യയിലെത്തി. അവർ അഫ്ഗാനിസ്ഥാനുമായി ബന്ധിപ്പിച്ച ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കമ്മിറ്റിയുടെ പാർട്ടായിട്ടാണ് ഇന്ത്യയിൽ എത്തിയതെങ്കിലും അവസാനം ചർച്ച എത്തി നിന്നത് ആണവ കരാറിലാണ്. മൻമോഹൻ സിംഗിനോട് ജോൺ കെറി വളരെ വ്യക്തമായി സൂചിപ്പിച്ചു, ഇപ്പോൾ ഭരിക്കുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്. വരുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഉറപ്പായിട്ടും ഡെമോക്രാറ്റുകൾക്കായിരിക്കും വിജയം. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാണ് എന്നറിയാനുള്ള പ്രൈമറി ഇലക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിലാരി ക്ലിന്റനും
ബറാക്ക് ഒബാമയും തമ്മിലാണ് മത്സരം. ഒബാമയോ ഹിലാരിയോ ആര് വിജയിച്ച് പാർട്ടി കാൻഡിഡേറ്റ് ആയാലും അവരായിരിക്കും പ്രസിഡന്റ് ആവാൻ സാധ്യതയുള്ളത്. അവരിൽ ആരെങ്കിലും ഒരാളാണ് പ്രസിഡന്റ് ആകുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആണവ കരാറിന് എതിരായിട്ടുള്ള ഒരു നയമായിരിക്കും അവരെടുക്കുക. കാരണം ഡെമോക്രാറ്റുകളുടെ അടിസ്ഥാന നയം തന്നെ ആണവ ആയുധ നിർമ്മാണ മേഖലയിലേക്ക് പുതിയതായി ഒരു രാജ്യത്തിനെയും പ്രവേശനം കൊടുക്കണ്ട എന്നുള്ളതാണ്. ആണവ നിർവ്യാപനമാണ് അവരുടെ ലൈൻ. എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഇപ്പോൾ ഉള്ള സർക്കാരിന് മാത്രമേ പറ്റൂ. അതും ബുഷ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് മാത്രം. ബുഷ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് മറ്റൊരു അനുകൂല ഘടകമുള്ളത് സെനറ്റിലും റിപ്പബ്ലിക്കൻസിനാണ് ഭൂരിപക്ഷം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സെനറ്റർമാരിലും കുറേ മാറ്റങ്ങൾ വരും. അവിടെ സ്വാഭാവികമായും ഡെമോക്രാറ്റുകൾ ഭൂരിപക്ഷം നേടാനുള്ള സാധ്യതയുണ്ട്. മൻമോഹൻ സിംഗ് ഇവരുടെ വാക്കുകളൊക്കെ സശ്രദ്ധം കേട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് മാത്രം തീരുമാനമെടുക്കാൻ കഴിയുന്ന അവസരമല്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം മറുപടി ഒന്നും പറയാത്തത്. അന്ന് വൈകുന്നേരം ജോൺ കെറി പത്രക്കാരോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടി വിശദമാക്കി. ഇപ്പോൾ നിലവിലുള്ള സെനറ്റർമാരിൽ പാർട്ടി വ്യത്യാസമില്ലാതെ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും ആണവ കരാറിന് അനുകൂലമായ ഒരു തീരുമാനം എടുക്കുന്ന മാനസികാവസ്ഥയിലാണ്. എന്നാൽ നവംബറിൽ നടക്കുന്ന ഇലക്ഷനിൽ ജയിച്ചു വരാൻ സാധ്യതയുള്ള പല സെനറ്റർമാരുടെ അഭിപ്രായം അതാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ കരാറിന് അനുകൂലമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഇപ്പോൾ മാത്രമാണെന്ന് ജോൺ കെറി പത്രസമ്മേളനത്തിൽ അസന്നിഗ്ധമായി വ്യക്തമാക്കി. പത്രങ്ങളിൽ വാർത്തയൊക്കെ വന്നു. ഈ വാർത്ത സ്വാഭാവികമായും മറ്റ് അനവധി പ്രതികരണങ്ങളിലേക്ക് എത്തിച്ചു. അങ്ങനെ എത്തിയ ഒരു പ്രതികരണമാണ് ബ്രിജേഷ് മിശ്രയുടേത്. ബ്രിജേഷ് മിശ്ര വാജ്പേയി സർക്കാരിന്റെ കാലഘട്ടത്തിൽ വാജ്പേയി സർക്കാരിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് കൂടിയായിരുന്നു. 2005 ആദ്യമായി മൻമോഹൻ സിംഗ് ആണവ കരാറ് അവതരിപ്പിക്കുന്ന സമയത്ത് അതിനെതിരായിട്ട് സംസാരിച്ച വ്യക്തിയാണ് ബ്രിജേഷ് മിശ്ര. പക്ഷേ ഇപ്പോൾ ബ്രിജേഷ് മിശ്ര പൂർണ്ണമായും ആണവ കരാർ ഒപ്പിടുന്നതിന് അനുകൂലമായി സംസാരിച്ചു തുടങ്ങി. കരൺ താപ്പറുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ കരൺ താപ്പർ ചോദിച്ചു, അപ്പോൾ എപ്പോഴാണ് ഈ കരാറ് ഒപ്പിടാൻ പറ്റിയ സമയമായി അങ്ങ് കാണുന്നത്? ബ്രിജേഷ് മിശ്രയ്ക്ക് വ്യക്തമായ ഉത്തരമുണ്ടായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ ഒപ്പിടേണ്ടത്. വളരെ വ്യക്തമായ ബ്രിജേഷ് മിശ്രയുടെ ഈ മറുപടി പിറ്റേ ദിവസം ലോക്സഭയിൽ മൻമോഹൻ സിംഗ് അങ്ങനെ തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. LK അദ്വാനി ഒഴികെയുള്ള മിക്കവാറും BJP നേതാക്കൾക്കൊക്കെ ബ്രിജേഷ് മിശ്രയുമായിട്ട് നല്ല ബന്ധമുള്ളത് കൊണ്ട് തന്നെ ആ അഭിപ്രായത്തെ മറ്റുള്ളവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ അദ്വാനിയോട് ഇഷ്ടമുള്ള നേതാക്കളും അദ്വാനിയൊക്കെ ഒരു നിശബ്ദത പാലിക്കുകയും ചെയ്തു. 2008 മാർച്ച് 16 ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെക്കുറിച്ച് സമഗ്രമായി പഠനം നടത്തിയിട്ടുള്ള മുൻ IAS ഉദ്യോഗസ്ഥനും പ്രതിരോധ മേഖലയുടെ അവസാന വാക്കെന്ന് പറയാൻ കഴിയുന്ന ആളുമായ K. സുബ്രഹ്മണ്യം ഒരു ലേഖനം എഴുതി. ആണവ കരാറിന്റെ പേരിൽ ഇടതുപക്ഷം പറയുന്നത് കേട്ടു നിൽക്കുന്ന കോൺഗ്രസ് കാണിക്കുന്ന തെറ്റാണ്. കോൺഗ്രസ് സ്വന്തം സത്വം എന്താണെന്ന് തിരിച്ചറിയണം. സ്വന്തം അസ്തിത്വം തിരിച്ചറിഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കണം. ഇടതുപക്ഷത്തിനെ ഒഴിവാക്കിക്കൊണ്ട് കോൺഗ്രസ് ആണവ കരാറിന് അനുകൂലമായി തീരുമാനമെടുക്കേണ്ട സമയമാഗതമായിരിക്കുന്നു എന്ന് K. സുബ്രഹ്മണ്യം അസന്നിഗ്ധമായി വ്യക്തമാക്കി. ഈ K. സുബ്രഹ്മണ്യത്തിന്റെ മകനാണ് ഇപ്പോഴത്തെ നമ്മുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കർ. സുബ്രഹ്മണ്യത്തിന്റെ വാക്കുകൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരു വല്ലാത്ത ഊർജ്ജമാണ് നൽകിയത്. പത്രങ്ങളിലും അതിനനുസരിച്ചുള്ള ചർച്ചകൾ ചൂടുപിടിക്കാൻ തുടങ്ങി. 90% പത്രങ്ങളും ആണവ കരാറിന് അനുകൂലമായ ശൈലിയിലുള്ള ലേഖനങ്ങളും മറ്റുമായി മുന്നേറിയപ്പോൾ ദി ഹിന്ദുവും ഡെക്കാൻ ക്രോണിക്കിളും ഏഷ്യൻ ഏജും ഒക്കെ എതിരഭിപ്രായവുമായിട്ട് മുന്നോട്ട് വന്നു. പൊതുവെ ഒരു ഇടതുപക്ഷ സമീപനമുള്ള പത്രമാണ് ദി ഹിന്ദു എന്ന് പറയുന്നത്. അതുപോലെ കുറെ ഉറുദു പത്രങ്ങൾ, മുസ്ലിം മൈൻഡ് സെറ്റിനെ സ്വാധീനിക്കാൻ കഴിയുന്ന പത്രങ്ങളാണ് അവയൊക്കെ. അവ പൂർണ്ണമായിട്ടും കരാറിനെതിരായിട്ടുള്ള ലേഖനങ്ങൾക്കാണ് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ മൻമോഹൻ സിംഗിന് ശരിക്കും നല്ല ആത്മവിശ്വാസം നൽകുന്നുണ്ടായിരുന്നുവെങ്കിലും UPA എന്ന നിലയിൽ കൂടുന്ന സമയത്തൊക്കെ ഇടതുപക്ഷം കൂടി ഉള്ളപ്പോൾ ആണവ കരാറിനെ കുറിച്ച് ഒരു വാക്കും സംസാരിക്കാതിരിക്കുക എന്നൊരു നയമാണ് മൻമോഹൻ സിംഗ് പൊതുവെ ഈ കാലഘട്ടത്തിൽ തുടർന്നത്. മെയ് 22 UPA സർക്കാരിന്റെ 4ാം വാർഷികമാണ്. മൻമോഹൻ സിംഗിന്റെ ബംഗ്ലാവിൽ എല്ലാ നേതാക്കളും ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും നമ്മുടെ പ്രണബ് കുമാർ മുഖർജി ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. അതുപോലെ ഇടതുപക്ഷത്ത് നിന്ന് പ്രകാശ് കാരാട്ടും, സിതാറ യെച്ചൂരിയും, D. രാജയും, AB ബദ്രനും ഉൾപ്പെടെ എല്ലാ സഖാക്കളുമുണ്ട്. എല്ലാവരും കൂടെ കൂടിയിരിക്കുന്ന കണ്ടപ്പോൾ പത്രക്കാര് പല ചോദ്യങ്ങളും ചോദിക്കുന്ന കൂട്ടത്തിൽ ആണവ കരാറിനെ കുറിച്ച് മൻമോഹൻ സിംഗിനോട് പലപ്പോഴും കുത്തി ചോദിച്ചു. സിംഗ് കേട്ട ഭാവം കാണിച്ചില്ല. ആണവ കരാറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഉത്തരം പറയുവാൻ സിംഗ് തയ്യാറായില്ല എന്നുള്ളത് ഈ തരുണത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ആണവ കരാറ് പൊതു ചർച്ചയിൽ വരാതിരിക്കാനുള്ള സിംഗിന്റെ ബോധപൂർവമായ ശ്രമത്തിന്റെ പിന്നിലെ രഹസ്യത്തെക്കുറിച്ച് ഇടതുപക്ഷത്തിന് വലിയ ധാരണയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇതിനിടയിൽ അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടായി. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില പെട്ടെന്ന് കുതിച്ചു കയറി. ഇന്ത്യയിൽ
പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുവാൻ UPA സർക്കാർ നിർബന്ധിതമായി. അതിനെക്കുറിച്ച് ജനങ്ങളോട് സംസാരിക്കാനായിട്ട് ജൂൺ 4-ന് മൻമോഹൻ സിംഗ് TV-യിലൂടെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു. ഇന്ധനം എന്ന നിലയിൽ നമ്മൾ പെട്രോളിയത്തിനെ മാത്രം നോക്കിക്കണ്ടാൽ നമ്മുടെ ഭാവി ഇരുണ്ടതാകും എന്നാണ് മൻമോഹൻ സിംഗ് ആ പ്രക്ഷേപണത്തിൽ സൂചിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞു, മറ്റ് ഇന്ധനങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു, പ്രത്യേകിച്ചും ആണവ ഇന്ധനത്തെക്കുറിച്ച്. ആണവ ഇന്ധനമാണ് ഇതിന് ഏക പരിഹാരമെന്ന് ജൂൺ 4-ന്റെ തന്റെ പ്രക്ഷേപണത്തിൽ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞതുകൊണ്ട് പിറ്റേന്ന് രാവിലെ ഇടതുപക്ഷം ഒരു പത്രസമ്മേളനം നടത്തി. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ സർക്കാരിന് 2 ആഴ്ചത്തെ സമയം കൊടുക്കുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ കൂടിയ പെട്രോൾ ഡീസൽ വില പിൻവലിച്ചില്ല എങ്കിൽ ഞങ്ങൾ ഈ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കും. സത്യത്തിൽ ആണവ കരാറിനെ കുറിച്ചുള്ള മൻമോഹൻ സിംഗിന്റെ സംഭാഷണമാണ് അവരെ ചൊടിപ്പിച്ചത് എന്നത് വ്യക്തമാണെങ്കിലും ആണവ കരാറിനെ കുറിച്ച് ഒരു വാക്കും പറയാതെ അവരും ഒരു എലിയും പൂച്ചയും കളിക്കുന്ന ശൈലിയിൽ പെട്രോൾ ഡീസൽ വില ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ജൂൺ 21-ന് ഞങ്ങളുടെ ഹൈ പവർ കമ്മിറ്റി ദില്ലിയിൽ കൂടുകയാണ്. ഇടതുപക്ഷത്തെ എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ കൂടുന്ന ആ മീറ്റിംഗിൽ വെച്ച് ഈ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ തുടരണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പ്രകാശ് കാരാട്ട് വളരെ വ്യക്തമായി പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ചു. ജൂൺ 11-ന് മൻമോഹൻ സിംഗിന്റെ വീട്ടിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. പുതുതായിട്ട് വിവിധ രാജ്യങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് ആണ്. എല്ലാ ചെറുപ്പക്കാരാണ്. ആദ്യമായി വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് പോകാൻ തയ്യാറാകുന്നതിന് മുന്നോടിയായിട്ട് പ്രധാനമന്ത്രിയെ കാണുവാനായിട്ട് അവരെത്തിയതാണ്. അവരോട് മൻമോഹൻ സിംഗ് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. രാഷ്ട്രത്തെക്കുറിച്ച്, അയൽ രാജ്യങ്ങളെക്കുറിച്ച്, രാഷ്ട്രത്തിൻ്റെ വിദ്യാഭ്യാസ പ്രക്രിയകളെക്കുറിച്ച്, ആരോഗ്യ മേഖലയെക്കുറിച്ച്, ഊർജ്ജ സംവിധാനങ്ങളെക്കുറിച്ച്, ഗതാഗതത്തെക്കുറിച്ച് ഒക്കെ സംസാരിച്ചു. ആ കൂട്ടത്തിൽ അദ്ദേഹം ആണവ കരാറിനെക്കുറിച്ചും സംസാരിക്കുന്നു. ആണവ കരാറിൻ്റെ ആവശ്യകതയും ആണവ കരാർ വന്നാൽ സാങ്കേതിക മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന വളർച്ചയെക്കുറിച്ചൊക്കെ അതിമനോഹരമായി ഒരു പ്രൊഫസർ ക്ലാസ് എടുക്കുന്നത് പോലെ മൻമോഹൻ സിംഗ് അവരോട് സംസാരിച്ചു. ഒരു പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് അതും എഴുതി വയ്ക്കാത്ത ഒരു പ്രസംഗം ഇതേ ശൈലിയിൽ ലഭിക്കുക എന്നൊക്കെ പറയുന്നത് IFS ഓഫീസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമാണ്. ശരിക്കും എക്സ്പീരിയൻസ് ഉള്ള മൻമോഹൻ സിംഗ് ഏകദേശം 1 മണിക്കൂറോളമാണ് ഈ ചെറുപ്പക്കാരോട് സംസാരിച്ചത്. അത് അപ്പടി തന്നെ റെക്കോർഡ് ചെയ്യപ്പെട്ട് പിറ്റേന്ന് പത്രങ്ങളിലൊക്കെ വാർത്തയായി. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം മൻമോഹൻ സിംഗിന്റെ മനസ്സിൽ ഇപ്പോഴും ആണവ കരാർ ഉണ്ട് എന്നുള്ളൊരു സൂചന പബ്ലിക്കായി ലഭിക്കുന്ന ഒരു വാർത്ത കൂടി ലഭിക്കുകയാണ്. പ്രകാശ് കാരാട്ടിന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ജൂൺ 13-ന് ആസാമിൽ നടന്ന ഒരു പൊതുസമ്മേളനത്തിൽ സോണിയാഗാന്ധിയും വളരെ വ്യക്തമായി സൂചിപ്പിച്ചു, നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ സാങ്കേതിക അറിവുകൾ തടസ്സമില്ലാതെ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അതിന് തടസ്സം നിൽക്കുന്ന എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് പുതിയ കരാറുകൾ ഒപ്പിടണം. ആണവ കരാർ നമുക്ക് കൂടിയേ തീരൂ എന്ന് സോണിയാഗാന്ധി സൂചിപ്പിക്കുകയാണ്. പ്രകാശ് കാരാട്ട് തന്റെ പിടി മുറുക്കുകയാണ്. പ്രകാശ് കാരാട്ട് നേരിട്ട് മൻമോഹൻ സിംഗിനെ വിളിക്കുന്നു, വിരട്ടുന്നു. അതിന്റെ ഫലം ജൂൺ 18-ന് രാവിലെ 9 മണിക്ക് നമ്മൾ കാണുകയാണ്. മൻമോഹൻ സിംഗിന്റെ ബംഗ്ലാവിൽ രാവിലെ സോണിയാഗാന്ധി എത്തിയിരിക്കുകയാണ്. കൂടെ പ്രണബ് കുമാർ മുഖർജിയുമുണ്ട്. തലേദിവസം സോണിയാഗാന്ധിയെ മൻമോഹൻ സിംഗ് ഫോണിൽ വിളിച്ചിരുന്നു. താൻ രാജിവെക്കാൻ പോവുകയാണ് എന്നാണ് സോണിയാഗാന്ധിയോട് മൻമോഹൻ സിംഗ് പറഞ്ഞത്. അത് കേട്ട മാത്രയിൽ അതിരാവിലെ തന്നെ സോണിയ മൻമോഹൻ സിംഗിന്റെ വീട്ടിലേക്ക് ഓടിയെത്തിയിരിക്കുകയാണ്. പ്രണബ് കുമാർ മുഖർജി കൂടി വിളിച്ചു വരുത്തി. 2 പേരോടും മൻമോഹൻ സിംഗ് വളരെ വ്യക്തമായി സൂചിപ്പിച്ചു, അന്താരാഷ്ട്ര ആണവ ഏജൻസിയുമായിട്ടുള്ള അവസാനവട്ട ചർച്ച നടക്കാൻ പോവുകയാണ്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കരാർ ഒപ്പിടും. ആ കരാർ ഒപ്പിടുന്നതിന് മുമ്പ് അതിൻ്റെ കരട് ഇടതുപക്ഷത്തിനെ കാണിക്കണമെന്നാണ് ഇടതുപക്ഷം ആവശ്യപ്പെടുന്നതെന്നാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത്. ഒരു രഹസ്യരേഖ ചർച്ച ചെയ്ത് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാരണവശാലും ഇടതുപക്ഷത്തെ കാണിക്കാൻ കഴിയില്ല എന്ന് മൻമോഹൻ സിംഗ് തീർത്തു പറഞ്ഞു. അങ്ങനെ കാണിച്ചില്ല എങ്കിൽ ഞങ്ങൾ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് പ്രകാശ് കാരാട്ടിന്റെ ഭീഷണിക്ക് വഴങ്ങി ഇനി ഭരിക്കാൻ താനില്ല എന്ന് മൻമോഹൻ സിംഗ്. സോണിയും പ്രണബ് കുമാർ മുഖർജിയും ആകെ വിഷമവൃത്തത്തിലായി. 2 പേരും കൂടി പല ശൈലിയിൽ സംസാരിച്ച് മൻമോഹൻ സിംഗിനെ കൊണ്ട് രാജിവെപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. മൻമോഹൻ സിംഗ് സോണിയാഗാന്ധിയോട് വളരെ വ്യക്തമായി പറഞ്ഞു, നമുക്ക് ഈ ഇടതുപക്ഷത്തിനെ വെച്ച് മുന്നോട്ട് പോകാനാവില്ല. ഒന്നുകിൽ അവരെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക, ഭരണത്തിന് എന്ത് സംഭവിച്ചാലും നമുക്ക് അത് അങ്ങനെ തന്നെ കാണാം. രണ്ടാമത്തെ കാര്യം, ഇടതുപക്ഷം പറയുന്നത് പോലെ ഭരിക്കുക. പക്ഷെ അങ്ങനെ ഭരിക്കുമ്പോൾ നയിക്കാൻ പ്രധാനമന്ത്രിയായിട്ട് മറ്റൊരാളെ തേടണം. ഞാൻ എന്തായാലും ഇല്ല. ഇതാണ് മൻമോഹൻ സിംഗ് സോണിയോട് പറഞ്ഞത്. സോണിയും പ്രണബ് കുമാറും കൂടി ഒരുപാട് ആശ്വാസ വാക്കുകൾ പറഞ്ഞു നോക്കിയെങ്കിലും മൻമോഹൻ സിംഗ് പിടിച്ചെടുത്ത് തന്നെ നിൽക്കുകയാണ്. അവിടെ നിന്ന് ഇറങ്ങിയ പ്രണബ് കുമാർ നേരെ പോയത് പ്രകാശ് കാരാട്ടിനെ കാണാനാണ്. പ്രകാശ് കാരാട്ടിനടുത്ത് സീതാറാം യെച്ചൂരിയുണ്ട്.
രണ്ടുപേരോടും പ്രണബ് കുമാർ ആവശ്യപ്പെട്ടത് ഒരു കാര്യമാണ്, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ എങ്ങനെയെങ്കിലും മൻമോഹൻ സിംഗിനെ പറഞ്ഞ് സമ്മതിപ്പിക്കാം. കാരണം പ്രകാശ് കാരാട്ട് ഒരു കാരണവശാലും പിന്മാറില്ല എന്നുള്ളത് പ്രണബ് കുമാറിന് അറിയാം. അതുകൊണ്ട് തന്നെ മൻമോഹൻ സിംഗിനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാം എന്നാണ് പ്രകാശ് കാരാട്ടിനോട് പറഞ്ഞത്. ഒരു കാരണവശാലും നിങ്ങൾ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കരുത്. ജൂൺ 21 മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുമെന്നാണ് പ്രകാശ് കാരാട്ട് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ജൂൺ 20 രാത്രി. പിറ്റേന്ന് എന്തായാലും തന്റെ മന്ത്രിസഭയുടെ പിന്തുണ പ്രകാശ് കാരാട്ട് പിൻവലിക്കുമെന്നുള്ള കാര്യത്തിൽ മൻമോഹൻ സിംഗിന് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത്. അമേരിക്കയിൽ നിന്നാണ് കോൾ. മുലായം സിംഗ് യാദവ് നേതൃത്വം കൊടുക്കുന്ന സമാജ്വാദ് പാർട്ടിയുടെ അനിഷേധ്യനായ നേതാവ് അമർ സിംഗ് ആണ് US നിന്ന് വിളിക്കുന്നത്. അദ്ദേഹം അവിടെ ചികിത്സയുമായി ബന്ധിപ്പിച്ച് ഹോസ്പിറ്റലാണ്. ചികിത്സയ്ക്ക് കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്താണ് കോൾ. രണ്ടുപേരും കൂടി കുശലാന്വേഷണങ്ങൾക്ക് ഒടുവിൽ അമർ സിംഗ് സൂചിപ്പിച്ചു, മുലായം സിംഗ് യാദവിന്റെ പാർട്ടിക്ക് മൻമോഹൻ സിംഗിനെ സപ്പോർട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്നാണ് സൂചിപ്പിച്ചത്. അത് കേട്ടതും ഒരു സന്തോഷം മൻമോഹൻ സിംഗിന്റെ ഉള്ളിൽ ഉണ്ടായി വന്നു. കാരണം 29 MPമാരുള്ള വലിയൊരു പാർട്ടിയാണ് സമാജ്വാദി പാർട്ടി. സമാജ്വാദി പാർട്ടി UPA സപ്പോർട്ട് ചെയ്താൽ ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചാൽ ഒന്നും സംഭവിക്കത്തില്ല. ആവശ്യത്തിനുള്ള നമ്പറുണ്ട്. ഈ വാർത്ത 2 ദിവസത്തിനകത്ത് പുറത്തെത്തി. പ്രകാശ് കാരാട്ട് ഈ വാർത്ത അറിഞ്ഞു. അദ്ദേഹം നേരെ ഓടി അഖിലേഷ് യാദവിന്റെ വീട്ടിലെത്തി. ദില്ലിയിൽ അഖിലേഷ് യാദവിന് ഒരു വസതിയുണ്ട്. അവിടെ മുലായം സിംഗ് യാദവ് ഉണ്ടായിരുന്നു. മുലായം സിംഗ് യാദവിനോടും അഖിലേഷ് യാദവിനോടും പ്രകാശ് കാരാട്ട് വളരെ വ്യക്തമായി അഭ്യർത്ഥന നടത്തി. ഒരു കാരണവശാലും UPA സർക്കാരിന് പിന്തുണ കൊടുക്കരുത്. അവര് മുസ്ലിം സമൂഹത്തിന് എതിരായിട്ട് അമേരിക്കയുമായിട്ട് കരാർ ഒപ്പിടാൻ പോവുകയാണ്. മുലായം സിംഗ് യാദവ് പ്രകാശ് കാരാട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്നതിന് ശേഷം പറഞ്ഞു, മിസ്റ്റർ പ്രകാശ് കാരാട്ട്, ഞങ്ങളുടെ ഒരു ഹൈ പവർ കമ്മിറ്റി ഈ ജൂലൈ 3 കൂടുകയാണ്. ആ കമ്മിറ്റി ചർച്ച ചെയ്യട്ടെ, അപ്പൊ നമുക്ക് തീരുമാനമെടുക്കാം. എന്തായാലും പ്രകാശ് പറഞ്ഞ കാര്യം ഞാൻ കമ്മിറ്റിയിൽ അവതരിപ്പിക്കാം. മുലായത്തിന്റെ മറുപടി അത്ര സംതൃപ്തി പ്രകാശിന് നൽകിയില്ല. അതുകൊണ്ട് തന്നെ ജൂൺ 25 ജൂൺ 22 വീണ്ടും പോയി അഖിലേഷ് യാദവിന്റെ സാന്നിധ്യത്തിൽ മുലായത്തിനെ കാണാൻ പ്രകാശ് കാരാട്ട് ശ്രമിച്ചിരുന്നു. ഒരുപാട് തരത്തിൽ സ്ക്രൂ ചെയ്ത് നോക്കിയാണ്. ഒരു കാരണവശാലും മുലായം സിംഗ് യാദവ് മൻമോഹൻ സിംഗിന് പിന്തുണ കൊടുക്കരുത്. ഇതാണ് പ്രകാശ് കാരാട്ടിന്റെ ആവശ്യം. പ്രകാശ് കാരാട്ട് പിന്തുണ പിൻവലിച്ചാൽ അപ്പം മന്ത്രിസഭ വീഴണം. ഇതാണ് പ്രകാശ് കാരാട്ടിന്റെ ആഗ്രഹം. അങ്ങനെ പ്രകാശ് കാരാട്ട് മുലായം സിംഗ് യാദവിനെ ഇങ്ങനെ സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ജൂലൈ 3 എത്തി. ജൂലൈ 3 ആയപ്പോൾ അമർ സിംഗും അമേരിക്കയിൽ നിന്ന് എത്തി. അമർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് സമാജ്വാദി പാർട്ടിയുടെ മീറ്റിംഗ് കൂടുന്നത്. അവിടെ അവർ പലതരത്തിലുള്ള ചർച്ചകൾ ചെയ്തപ്പോൾ മുസ്ലിം സമൂഹത്തിന് ഇത് എതിരാണോ എന്നൊരു ചർച്ചയാണ് പൊതുവെ വന്നത്. കാരണം മുസ്ലിം വോട്ട് ബാങ്കിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയാണ് മുലായം സിംഗ് യാദവിന്റെ പാർട്ടി. പൊതുവെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭയ്ക്ക് പിന്തുണ കൊടുക്കുന്നത് നല്ലതാണെന്നുള്ളൊരു അഭിപ്രായം അമർ സിംഗ് എല്ലാവരെ കൊണ്ടുപിടിപ്പിച്ചു. അതിനുശേഷം കൂടുതൽ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകാൻ വേണ്ടി മുലായം സിംഗ് യാദവും അമർ സിംഗും കൂടി നേരെ പോയി APJ അബ്ദുൽ കലാമിനെ കണ്ടു. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയാണെന്ന് മാത്രവുമല്ല, ആണവ മേഖലയിലെ വിദഗ്ധൻ കൂടിയാണല്ലോ APJ അബ്ദുൽ കലാം. അതുമാത്രമല്ല, സമൂഹത്തിലും ലോകത്തിലും ഇത്രയും സ്വീകാര്യതയുള്ള ഒരു ഇന്ത്യൻ വ്യക്തി വേറെ ഇല്ല എന്നതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. APJയോട് അഭിപ്രായം ചോദിച്ചു. APJ പറഞ്ഞു, നമ്മൾ കരാർ ഒപ്പിടുക തന്നെ വേണം. ഏറ്റവും അനുകൂലമായ കരാറാണ്. ഭാരതത്തിന് ഏറ്റവും അനിവാര്യമായും ആവശ്യമുള്ള കരാറാണ്. ഈ കരാർ നമ്മുടെ ഒരുപാട് സാങ്കേതിക തടസ്സങ്ങളെ അതിജീവിക്കാൻ സഹായിക്കും. നമുക്കൊരു കുതിച്ചുചാട്ടം അനിവാര്യമാണ്. ആ കുതിച്ചുചാട്ടത്തിന് നമ്മളെ സഹായിക്കാൻ ഈ കരാർ സഹായിക്കുമെന്ന് APJ വ്യക്തമാക്കി. APJ അങ്ങനെ വ്യക്തമാക്കിയ കാര്യം പിറ്റേന്ന് പത്രങ്ങളിലും വാർത്തയായി. പ്രകാശ് കാരാട്ട് ഇതുവരെയും മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചിട്ടില്ല. നമ്പർ ഗെയിം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് G8 ഉച്ചകോടി ജപ്പാനിൽ നടക്കുന്നത്. ജൂലൈ 8 G8 ഉച്ചകോടിയിലെ പ്രത്യേക ക്ഷണിതാവായിട്ട് മൻമോഹൻ സിംഗ് ജപ്പാനിലേക്ക് തിരിച്ചു. ജപ്പാനിലേക്ക് പോകുന്ന വിമാനത്തിൽ വെച്ച് മൻമോഹൻ സിംഗ് ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ മൻമോഹൻ സിംഗ് വളരെ വ്യക്തമായി സൂചിപ്പിച്ചു, സർക്കാർ അന്താരാഷ്ട്ര ആണവ ഏജൻസിയുമായി അവസാനവട്ട ചർച്ച നടത്താനും കരാർ ഒപ്പിടാനും തീരുമാനിക്കാൻ പോവുകയാണെന്നല്ല പറഞ്ഞ തീരുമാനിച്ചു. ആകാശത്താണല്ലോ, ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ആ പ്രസ്താവന അങ്ങനെ തന്നെ ചാനലുകളിൽ ഫ്ലാഷ് ആയിട്ട് വന്നു. ഇവിടെ കോൺഗ്രസ് പാർട്ടിക്കും ഇടതുപക്ഷത്തിന് ഇരിക്കപ്പുറതി ഇല്ലാതെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മൻമോഹൻ സിംഗ് അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. മൻമോഹൻ സിംഗ് ജപ്പാനിൽ ചർച്ചയിലിരിക്കെ ജൂലൈ 9 പ്രകാശ് കാരാട്ട് പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞു, ഞങ്ങൾ UPA സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നു. പ്രകാശ് കാരാട്ടിന്റെ പ്രസ്താവന കേട്ട ഉടൻ പ്രണബ് കുമാർ മുഖർജി ഒരു പത്രസമ്മേളനം നടത്തി. കോൺഗ്രസ് ഇതുവരെ ആണവ കരാർ ഒപ്പിടാൻ വേണ്ടി വ്യക്തമായി തീരുമാനം എടുത്തിട്ടില്ല, ചർച്ചയിലിരിക്കുന്നേ ഉള്ളൂ എന്നൊക്കെയുള്ള ശൈലിയിലാണ് പ്രണബ് കുമാർ മുഖർജി പറഞ്ഞത്. പക്ഷേ സമയം കഴിഞ്ഞു പോയിരുന്നു. G8 ഉച്ചകോടിയിൽ വെച്ച് തന്നെ മൻമോഹൻ സിംഗ് ആണവ ഏജൻസിക്ക് വ്യക്തമായ ഉത്തരവ് കൊടുത്തിരുന്നു, ഞങ്ങൾ കരാർ ഒപ്പിടാൻ റെഡിയാണ് എന്നുള്ള കാര്യം. തന്നിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മൻമോഹൻ സിംഗ്
ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ് അവിടെ നടന്നത്. പിറ്റേന്ന് രാവിലെ അദ്ദേഹം ഇന്ത്യയിൽ മടങ്ങിയെത്തി. അദ്ദേഹം നേരെ പോയി രാഷ്ട്രപതി പ്രതിഭ പാട്ടീലിനെ കണ്ടു. അദ്ദേഹം രാഷ്ട്രപതിയോട് പറഞ്ഞു, ഞാൻ വിശ്വാസ വോട്ട് തേടാൻ പോവുകയാണ്. ഒരു സർക്കാർ വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ എതിരഭിപ്രായമുള്ള ആൾക്കാർക്ക് എതിർത്ത് വോട്ട് ചെയ്യാം, അനുകൂല അഭിപ്രായമുള്ളവർക്ക് അനുകൂലിച്ച് വോട്ട് ചെയ്യാം. BJP എന്ന പ്രതിപക്ഷ പാർട്ടിയോടൊപ്പം ഇതുവരെ ഭരണപക്ഷത്തുണ്ടായിരുന്ന ഇടതുപക്ഷം കൂടി ചേരുമ്പോൾ അതൊരു വലിയ ഭാഗമാവുകയാണ്. അവരെ എതിർത്ത് വോട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. നമ്പർ ഗെയിം ആരംഭിക്കുകയാണ്. ഏത് ഭാഗത്താണ് ആൾ കൂടുതൽ എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ എല്ലാ ചാനലുകളും വെച്ച് പിടിപ്പിക്കുകയാണ്. പത്രങ്ങളിലൊക്കെ രണ്ട് തരത്തിലുള്ള അഭിപ്രായമാണ് വരുന്നത്. പത്രങ്ങളിൽ പൊതുവെ പ്രായമായ ആളുകൾ ഉള്ളത് കൊണ്ടായിരിക്കാം അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള അഭിപ്രായങ്ങളാണ്. പക്ഷെ ചാനലുകളൊക്കെ ചെറുപ്പക്കാരാണ് ഇപ്പോൾ കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ചാനലുകൾക്ക് വെച്ചടിക്കുകയാണ്, ആണവ കരാർ കൂടിയേ തീരൂ, രാഷ്ട്രത്തിന് അനിവാര്യമായ ഒന്നാണ് ആണവ കരാർ, അതുകൊണ്ട് തന്നെ മൻമോഹൻ സിംഗ് സർക്കാർ ഇവിടെ നിലനിൽക്കേണ്ടത് ആവശ്യമാണെന്നുള്ള ശൈലിയിൽ ചാനലുകൾ വെച്ച് അലക്കുകയാണ്. ജൂലൈ 21 ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ അപ്രതീക്ഷിതമായ ചില കോണുകളിൽ നിന്നുള്ള സഹായം കൂടി മൻമോഹൻ സിംഗിന് ലഭിക്കുകയാണ്. ഹൈദരാബാദിൽ നിന്നുള്ള സുൽത്താൻ ഒവൈസി, അതുപോലെ ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഒമർ അബ്ദുള്ള, മുഫ്തി മുഹമ്മദ് സെയ്ദിന്റെ മകൾ ഒക്കെ മൻമോഹൻ സിംഗ് സർക്കാരിന് അനുകൂലമായി സംസാരിച്ചു തുടങ്ങി. രാഷ്ട്രത്തിന് അനുയോജ്യമായ കരാറിലാണ് മൻമോഹൻ സിംഗ് സർക്കാർ ഒപ്പിടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിസഭ തുടരേണ്ടത് ഈ രാഷ്ട്രത്തിന്റെ അനിവാര്യമായ ആവശ്യമാണെന്നൊക്കെയാണ് അവർ പ്രസംഗിച്ചത്. എതിർത്തും അനുകൂലിച്ചുമുള്ള അനവധി പ്രസംഗങ്ങളാണ്. കൂട്ടത്തിൽ LK അദ്വാനിയും സംസാരിച്ചു. LK അദ്വാനി പറഞ്ഞു, ഈ സർക്കാർ അധികാരത്തിൽ തുടരാൻ ഒട്ടും അർഹതയുള്ള സർക്കാരല്ല. കാരണം ഇവർക്ക് ഭൂരിപക്ഷമില്ല. ഭൂരിപക്ഷം തികയ്ക്കാൻ വേണ്ടി ഞങ്ങളുടെ MP-മാർക്ക് വരെ പണം കൊടുക്കാനുള്ള ശ്രമത്തിലാണെന്നാണ് ഞാൻ കേട്ടത്. അത് കേട്ടതും എല്ലാവരും ഒന്ന് ചിരിച്ചു. കാരണം അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് വേറെ ആരും പറഞ്ഞു കേട്ടിരുന്നുമില്ല. അതുമാത്രമല്ല, മുലായം സിംഗ് യാദവിന്റെ ടീം രംഗത്തുള്ളത് കൊണ്ട് തന്നെ ഭൂരിപക്ഷം ഉണ്ടെന്നുള്ളതാണ് ഏകദേശ ധാരണ. ജൂലൈ 22 വൈകുന്നേരം 4 മണിക്ക് മൻമോഹൻ സിംഗിന്റെ പാർലമെന്റിലെ മുറി. സോണിയാഗാന്ധിയും പ്രണബ് കുമാർ മുഖർജിയും കപിൽ സിബലും മറ്റ് മുതിർന്ന നേതാക്കളൊക്കെ അദ്ദേഹത്തിന് ചുറ്റുമുണ്ട്. ഒരു വാർത്ത IBN CNN നെറ്റ്വർക്കിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജീവ് സർദേശായി ഒരു സ്റ്റിംഗ് ഓപ്പറേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കോൺഗ്രസിന്റെ ചില നേതാക്കൾ BJP MP-മാർക്ക് പണം കൊടുത്ത് അവരെ കരാറിന് അനുകൂലമായി വോട്ടിടാൻ പ്രേരിപ്പിക്കുന്നു എന്നാണ് രാജീവ് സർദേശായി ചാനലിൽ ഫ്ലാഷായിട്ട് കാണിച്ചതും വാർത്തയിൽ പറഞ്ഞതും. അതുമാത്രമല്ല, അങ്ങനെ ലഭിച്ച പണം സൂട്ട്കേസിൽ കൊണ്ടുവന്ന് ലോക്സഭ സെക്രട്ടറി ജനറലിന്റെ മേശപ്പുറത്ത് വെച്ചിരിക്കുകയുമാണ്. ഇപ്പോൾ ലോക്സഭയിൽ പണമടങ്ങിയ പെട്ടിയുമുണ്ട്, അത് കിട്ടിയെന്ന് പറയുന്ന ആളുകളുമുണ്ട്. മൻമോഹൻ സിംഗിന്റെ മുറിയിൽ ചുറ്റും കൂടി നിൽക്കുന്നവർക്ക് മൻമോഹൻ സിംഗിന്റെ മുഖം വളരെ വ്യക്തമായി കാണാം. ശരിക്കും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന മൻമോഹൻ സിംഗ്. ജീവിതത്തിൽ ആദ്യമായി ആ മനുഷ്യൻ കരയാൻ പോവുകയാണോ എന്ന് തോന്നുന്ന ശൈലിയിൽ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ്. ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. സത്യത്തിന് വിരുദ്ധമായി ഒരു കാര്യവും ഇതുവരെയും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ഇതാ പണം കൊടുത്ത് തന്റെ മന്ത്രിസഭയ്ക്ക് അനുകൂലമായി വോട്ട് മറിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഫ്ലാഷ് ആയിരിക്കുന്നത്. ഈ സമയത്ത് ബഹളം കാരണം പാർലമെന്റ് നിർത്തിവെച്ചിരിക്കുകയാണ്. ഒന്നും നടത്താൻ കഴിയാത്ത അവസ്ഥ. ആകെ ബഹളമാണ്. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സ്പീക്കർ സോമനാഥ് ചാറ്റർജി എല്ലാ പാർട്ടികളുടെയും ലീഡേഴ്സിന്റെ ഒരു മീറ്റിംഗ് വിളിക്കാൻ തീരുമാനിച്ചു. സോമനാഥ് ചാറ്റർജി മീറ്റിംഗ് വിളിക്കുന്ന കാര്യം അറിഞ്ഞപ്പോൾ തന്നെ പ്രകാശ് കാരാട്ട് വല്ലാതെ ക്ഷുഭിതനാവുകയാണ്. തലേ ദിവസം 21 തന്നെ പ്രകാശ് കാരാട്ട് സോമനാഥ് ചാറ്റർജിയോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. സ്പീക്കർ സ്ഥാനം രാജിവെക്കാനാണ് പ്രകാശ് കാരാട്ട് ആവശ്യപ്പെട്ടത്. പക്ഷെ സോമനാഥ് ചാറ്റർജി പ്രകാശ് കാരാട്ടിന്റെ തീരുമാനത്തിന് വഴങ്ങിയിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ലോകസഭയിൽ വിശ്വാസ വോട്ട് തേടുന്ന ദിവസത്തിൽ തന്നെ സ്പീക്കർ രാജിവെക്കുക എന്ന് പറഞ്ഞാൽ അത് ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുമാത്രമല്ല, ഇടതുപക്ഷം ഇപ്പോൾ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുകയാണ്. സർക്കാരിന് കൊടുത്തിരുന്ന പിന്തുണ പിൻവലിക്കാനായിട്ട് ഇടതുപക്ഷം ഉന്നയിക്കുന്ന ഒരു കാരണവും നിലനിൽക്കുന്നതല്ല. തികച്ചും അനാവശ്യമായ കാരണങ്ങളുടെ പേരിലാണ് നമ്മുടെ പാർട്ടി, നമ്മുടെ ഇടതുപക്ഷം സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നത്. ഇതാണ് സോമനാഥ് ചാറ്റർജിയുടെ അഭിപ്രായം. സോമനാഥ് ചാറ്റർജിയുടെ അച്ഛൻ നിർമ്മൽ ചാറ്റർജി അറിയപ്പെടുന്ന ഒരു ലോയറും ഒരു വലിയ വാഗ്മിയും വിദ്യാഭ്യാസ വിചക്ഷണമൊക്കെയാണ്. അദ്ദേഹം അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനുമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പഞ്ചാബിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു കോൺവക്കേഷൻ ചടങ്ങിനെത്തിയിരുന്നു. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് നേടിയ വിദ്യാർത്ഥിക്ക് അവാർഡ് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് 1950. അന്ന് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഫസ്റ്റ് റാങ്ക് നേടിയത്
മറ്റാരുമായിരുന്നില്ല, ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. സോമനാഥ് ചാറ്റർജിയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് അദ്ദേഹം അവാർഡ് ഏറ്റുവാങ്ങുന്നത്. അതിനൊക്കെ ശേഷം 1992 PV നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മൻമോഹൻ സിംഗ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് സോമനാഥ് ചാറ്റർജി എക്കണോമിക് ടൈംസ് എന്ന പത്രവും ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് മൻമോഹൻ സിംഗിന് നേരെ ആക്രോശിച്ചു വന്ന ഒരു രംഗമുണ്ട്. മൻമോഹൻ സിംഗ് അന്ന് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിനെ കുറിച്ചുള്ള അനവധി സൂചനകൾ എക്കണോമിക് ടൈംസ് പ്രസിദ്ധീകരിച്ചിരുന്നു. മൻമോഹൻ സിംഗ് ചാരനാണ്, മൻമോഹൻ സിംഗ് IMFന് വേണ്ടി ഇന്ത്യയുടെ ബഡ്ജറ്റ് ചോർത്തി കൊടുത്തിരിക്കുന്നു എന്നൊക്കെയാണ് അന്ന് സോമനാഥ് ചാറ്റർജി ആരോപിച്ചത്. കാലം ഒരുപാട് കഴിഞ്ഞപ്പോൾ സോമനാഥ് ചാറ്റർജിയും മൻമോഹൻ സിംഗും നല്ല സുഹൃത്തുക്കളായിരുന്നു. മൻമോഹൻ സിംഗ് സ്ഥിരമായി രാജ്യസഭാ മെമ്പർ ആകുന്നതോടുകൂടിയാണ് അത് സംഭവിക്കുന്നത്. അതിനൊക്കെ ശേഷമാണ് മൻമോഹൻ സിംഗ് നയിക്കുന്ന സർക്കാരിൻ്റെ സ്പീക്കറായി സോമനാഥ് ചാറ്റർജി വരുന്നത്. അദ്ദേഹം CPMന്റെ ലോക്സഭാ മെമ്പറാണ്. ഇടതുപക്ഷം അന്നത്തെ കോൺഗ്രസ് സർക്കാരിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരുന്നു. യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്ന UPAയുടെ ഒരു പാർട്ടായിരുന്നു ഇടതുപക്ഷം. അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് UPAക്കുള്ള പിന്തുണ ഇടതുപക്ഷം പിൻവലിച്ചിട്ടും സോമനാഥ് ചാറ്റർജി സ്പീക്കർ പദവിയിൽ നിന്ന് ഒഴിയാൻ വിസമ്മതിക്കുകയാണ്. അതാണ് 21ന്റെ കഥ. 22-ന് വൈകുന്നേരമായപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. സോമനാഥ് ചാറ്റർജി പാർട്ടി ലീഡേഴ്സിന്റെ മീറ്റിംഗ് വിളിച്ചാൽ കുഴപ്പമാകുമെന്ന് പ്രകാശ് കാരാട്ടിന് വളരെ വ്യക്തമായി അറിയാം. ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള സോമനാഥ് ചാറ്റർജിയുടെ കഴിവിനെക്കുറിച്ച് മറ്റാരും പറഞ്ഞ് പ്രകാശ് കാരാട്ടിന് അറിയേണ്ട കാര്യമില്ല. പ്രകാശ് കാരാട്ട് ആ മീറ്റിംഗ് നടത്താതിരിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ സോമനാഥ് ചാറ്റർജി പാർട്ടി ലീഡേഴ്സിന്റെ മീറ്റിംഗ് വിളിക്കുക തന്നെ ചെയ്തു. ആ മീറ്റിംഗിൽ വെച്ച് സോമനാഥ് ചാറ്റർജി വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. അതൊരു ആരോപണമാണ്. BJPയുടെ മെമ്പർമാരാണ് നോട്ടുകൾ കൊണ്ടുവന്നത്. അവർ പറയുന്നു അവർക്ക് നിലവിലുള്ള ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആരോ ഓഫർ ചെയ്ത പണമാണെന്ന്. അവർ പറയുന്നതാണ്. പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. അത് നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. തെളിവില്ലാത്ത ഒരു കാര്യം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പേരിൽ സർക്കാർ രാജിവെക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. സർക്കാരിന് ഈ സഭയിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ സർക്കാർ തുടരുക തന്നെ ചെയ്യും. ഭൂരിപക്ഷം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. മൻമോഹൻ സിംഗിന് മറുപടി പറയാനുള്ള അവസരം കൊടുക്കണം. അതിനുശേഷം വോട്ടെടുപ്പ് നടക്കട്ടെ. ഭൂരിപക്ഷം മൻമോഹൻ സിംഗ് സർക്കാരിനാണെങ്കിൽ അവർ ഭരിക്കും, ഇല്ലെങ്കിൽ സ്വാഭാവികമായി സർക്കാർ വീഴും. വളരെ വ്യക്തമായിട്ടാണ് ഇത് പറയുന്നത്. ആ സമയത്ത് LK അദ്വാനി പറഞ്ഞു, തെളിവില്ലെന്ന് ആരാ പറഞ്ഞത്? TV ന്യൂസ് ചാനലുകളിൽ വാർത്ത കാണിക്കുന്നുണ്ടല്ലോ. CNN IBN ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ വഴിയാണ് ഈ സംഭവം പിടിച്ചെടുത്തത്. അവർ ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവർ അവരുടെ ചാനൽ ടെലികാസ്റ്റ് ചെയ്യുകയാണ്. LK അദ്വാനി ഇത് പറയുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു കാര്യം സംഭവിച്ചിരുന്നു. മൻമോഹൻ സിംഗിന്റെ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ പൃഥ്വിരാജ് ചവാൻ CNN IBNന്റെ എഡിറ്റർ ഇൻ ചീഫായ രാജ്ദീപ് സർദേശായിയെ വിളിക്കുകയാണ്. സർദേശായിയാണ് നേരത്തെ അനൗൺസ് ചെയ്തത്, ഞങ്ങൾ വൈകുന്നേരം 5 മണിക്ക് ഒരു സ്റ്റിംഗ് ഓപ്പറേഷനെ കുറിച്ചുള്ള വിവരം ടെലികാസ്റ്റ് ചെയ്യുന്നുവെന്ന്. അതിന് തൊട്ടു മുമ്പാണ് പൃഥ്വിരാജ് ചവാൻ രാജീവ് സർദേശായിയെ വിളിക്കുന്നത്. പൃഥ്വിരാജ് ചവാൻ രാജീവ് സർദേശായിയുടെ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്. ഇവിടെ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. ആ ആരോപണത്തിന് തെളിവെന്ന് പറയുന്നത് നിങ്ങൾ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിലെ വീഡിയോ ആണ്. അതൊരു തെളിവാണ്. ആ തെളിവ് അന്വേഷണ ഏജൻസികൾ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്താൽ ഉറപ്പായും അതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിക്കാനും CNN IBN തയ്യാറായിരിക്കണം. രാജീവ് സർദേശായിയും തയ്യാറായിരിക്കണം. പൃഥ്വിരാജ് ചവാന്റെ വാക്കുകൾക്ക് ഒരു ഇടർച്ചയും ഉണ്ടായിരുന്നില്ല. അതിശക്തമായിട്ടുള്ള പൃഥ്വിരാജ് ചവാന്റെ വാക്കുകൾ കേട്ടിട്ടാകണം 5 മണിക്ക് ന്യൂസ് ഫ്ലാഷ് കാണിക്കുമെന്ന് പറഞ്ഞ രാജീവ് സർദേശായി ആ സ്റ്റിംഗ് ഓപ്പറേഷനെ കുറിച്ചുള്ള ഒരു സൂചനകളും 5 മണിക്ക് കാണിച്ചില്ല. ഇത് അറിയാതെ ലീഡേഴ്സിന്റെ മീറ്റിംഗിൽ LK അദ്വാനി സോമനാഥ് ചാറ്റർജിയോട് പറയുകയാണ്, ഇപ്പൊ കാണിക്കും 5 ആയി 5:30 ആയി 6 ആയി ഒന്നും സംഭവിച്ചില്ല. സോമനാഥ് ചാറ്റർജി പറഞ്ഞു, ഇനി നമുക്ക്
മൻമോഹൻ സിംഗ് മറുപടി പറയാനായിട്ട് ലോക്സഭയിലെത്തി. തലേദിവസം രാവിലെ തുടങ്ങിയ ചർച്ചയാണ്. അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് അഭിപ്രായങ്ങളുണ്ടായി. ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിൽ ഇത്ര മനോഹരമായി ചർച്ച നടന്ന വേറെ ഏതെങ്കിലും വിശ്വാസ വോട്ടെടുപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതിമനോഹരമായ ചർച്ചയായിരുന്നു. ഓരോ പാർട്ടിയും അവർക്ക് പറയാനുള്ള അഭിപ്രായം അതിശക്തമായി വ്യക്തമായ എവിഡൻസുകളിലൂടെ അവതരിപ്പിച്ചപ്പോൾ അതിന് എതിര് നിൽക്കുന്ന ആളുകൾ അതേപോലെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനോഹരമായി അവരുടെ അഭിപ്രായങ്ങളും അവതരിപ്പിക്കുകയുണ്ടായി. കേൾക്കുന്നവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്ന ശൈലിയിലാണ് രണ്ട് ഭാഗത്തു നിന്നും സംസാരിച്ചത്. UPയുടെ സ്ഥിരം എതിരാളിയായിരുന്ന ഒവൈസിയും അതുപോലെ ഒമർ അബ്ദുള്ളയും മെഹബൂബയൊക്കെ UP സർക്കാർ ഇപ്പൊ ഏർപ്പെടാൻ പോകുന്ന ആണവ കരാർ ഇന്ത്യക്ക് നല്ലതാണ് എന്ന അഭിപ്രായത്തിലാണ് സംസാരിച്ചത്. മുസ്ലിം സമൂഹത്തിന് എതിരാണ് കരാറെന്നാണ് ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രത്തിനെതിരാണ് എന്നാണ് BJPയുടെ സംസാരം. അത് രണ്ടുമല്ല, രാഷ്ട്രത്തിന് അനുയോജ്യമായ സംവിധാനമാണ്, ആരെയും വേർതിരിക്കുന്ന ഒരു സംഭവമല്ലെന്നാണ് അനുകൂലിച്ച് സംസാരിക്കുന്നവരൊക്കെ പറയുന്നത്. എല്ലാ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ അഭിപ്രായങ്ങൾക്ക് എല്ലാം കൂടി ചേർന്ന് അതിമനോഹരമായ ഒരു മറുപടി പറയാൻ വേണ്ടി മൻമോഹൻ സിംഗ് എണീക്കുകയാണ്. മൻമോഹൻ സിംഗ് മറുപടി പറയാൻ എണീറ്റതും ഇടതുപക്ഷത്തെ എംപിമാരും BJPയുടെ എംപിമാരും സഭയിൽ ഒരിക്കൽ കൂടി ചാടി ഇറങ്ങിയാണ്, നടുത്തളത്തിലേക്ക് ഇറങ്ങിയാണ്. അതിഭീകരമായ ബഹളം. ഒരു കാരണവശാലും മൻമോഹൻ സിംഗിനെ സംസാരിക്കാൻ അനുവദിക്കില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച മട്ടിലുള്ള ഒരു ബഹളമാണ് അവിടെ നമ്മൾ കാണുന്നത്. ഇതിന് വർഷങ്ങൾക്ക് മുമ്പ് 1997 അന്ന് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന സീതാറാം കേസരി അന്നത്തെ ദേവഗൌഡ സർക്കാരിന് പിന്തുണ പിൻവലിച്ചിരുന്നു. പിന്തുണ പിൻവലിക്കപ്പെട്ട ദേവഗൌഡ സർക്കാർ ഇതേപോലെ വിശ്വാസ പ്രമേയം അവതരിപ്പിച്ചിരുന്നു. വിശ്വാസ പ്രമേയത്തിന്റെ ചർച്ചയ്ക്ക് ഒടുവിൽ ദേവഗൌഡ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ഇന്ത്യയുടെ പാർലമെന്റ് ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു പ്രസംഗം. ഏകദേശം 6 മണിക്കൂറോളമാണ് ദേവഗൌഡ സംസാരിച്ചത്. ഉന്നയിക്കപ്പെട്ട മുഴുവൻ ആരോപണങ്ങൾക്കും എണ്ണി എണ്ണി മറുപടി പറഞ്ഞുകൊണ്ട് മനോഹരമായ ഇംഗ്ലീഷിൽ സകല ആളുകൾക്കും മനസ്സിലാകുന്ന ശൈലിയിൽ നിർത്തി ഓരോ കാര്യങ്ങളായിട്ട് ദേവഗൌഡ അവതരിപ്പിച്ചത് അത് കണ്ടവർക്കും അത് കേട്ടവർക്കും വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഞാൻ അന്ന് ദില്ലിയിൽ ഉള്ള സമയമാണ്. പിറ്റേ ദിവസത്തെ പത്രങ്ങളൊക്കെയും ദേവഗൌഡയുടെ ആ പ്രസംഗമാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്തത്. വിശ്വാസ പ്രമേയം വോട്ടിനിട്ടപ്പോൾ ദേവഗൌഡ സർക്കാരിന് വേണ്ടത്ര വോട്ട് കിട്ടാതെ ആ പ്രമേയം പരാജയപ്പെട്ടിരുന്നു എങ്കിലും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് ദേവഗൌഡയുടെ പ്രസംഗമാണ്. ആ പ്രസംഗമാണ് യഥാർത്ഥത്തിൽ മൻമോഹൻ സിംഗിന്റെ ഊർജം. ആ പ്രസംഗത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അതുപോലെ തനിക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾ, തന്റെ ഗവൺമെന്റിനെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾ, ഇതിനൊക്കെ കൃത്യമായി മറുപടി പറയാൻ വേണ്ടി വളരെ ശ്രദ്ധാപൂർവം ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ട ഒരു പ്രസംഗവുമായിട്ടാണ് മൻമോഹൻ സിംഗ് യഥാർത്ഥത്തിൽ സഭയിൽ വന്നത്. പക്ഷേ അദ്ദേഹത്തിന് അത് പ്രസന്റ് ചെയ്യാൻ ഒരു അവസരം ലഭിക്കുന്നില്ല. അദ്ദേഹത്തിന് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. അതീവ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഒരു വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച പ്രധാനമന്ത്രിക്ക് അതിന് മറുപടി പറയാനുള്ള അവസരം ലഭിക്കാതെ പോയത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരേ ഒരു തവണയാണ്. അത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാര്യത്തിൽ മാത്രമാണ്. ചതി അതിന് എല്ലാ ശൈലിയിലും അവിടെ നടമാടി എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. മൻമോഹൻ സിംഗ് എഴുതി തയ്യാറാക്കിയ ആ പ്രസംഗം അദ്ദേഹം മേശപ്പുറത്ത് വെക്കുകയാണ്. അത് സർക്കുലേറ്റ് ചെയ്ത മാധ്യമങ്ങൾക്കും അംഗങ്ങൾക്കും കിട്ടുകയാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുകയാണ്, 3 വർഷങ്ങൾക്ക് മുമ്പാണ് ആണവ കരാറിനെ കുറിച്ചുള്ള ചർച്ച തുടങ്ങുന്നത്. നമ്മുടെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ആ തടസ്സങ്ങൾ അതിജീവിക്കുവാൻ ആണവ കരാറിൽ നമ്മൾ ഒപ്പിടേണ്ടതുണ്ട്. അത് വളരെ വ്യക്തമായി നിങ്ങൾ ഇടതുപക്ഷക്കാർക്കും അറിയാം. നിങ്ങൾ കൂടി സമ്മതിച്ചിട്ടാണ് കരാറിന്റെ ചർച്ച ഞാൻ തുടങ്ങി വെക്കുന്നത്. ഓരോ പ്രാവശ്യവും നിങ്ങൾ വല്ലാത്തൊരു വീറ്റോ അധികാരം ഉപയോഗിച്ചിരുന്നു. പരമാവധി തടസ്സങ്ങൾ ഉണ്ടാക്കുവാൻ നിങ്ങൾ ബോധപൂർവ്വം ശ്രമിച്ചിരുന്നു. നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും പരിഗണനയ്ക്കെടുക്കുകയും അവയൊക്കെ കരാറിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും നിങ്ങൾ അവസാനം ചതിയന്മാരെ പോലെ എന്റെ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു. തികച്ചും ചതിയായിപ്പോയി. ആ ചതിയെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ. എനിക്കൊരു ബാല്യമുണ്ടായിരുന്നു. 10 വയസ്സ് വരെ ഞാൻ താമസിച്ച ഗ്രാമം. ആ ഗ്രാമത്തിൽ കുടിവെള്ളം ലഭിക്കണമെങ്കിൽ അനേകം കിലോമീറ്ററുകൾ നടന്നുപോയി തലച്ചുമടായി കൊണ്ടുവരണം. എനിക്ക് ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ പഠിക്കണമെങ്കിൽ മണ്ണെണ്ണ വിളക്ക് മാത്രമാണ് ശരണം. ആശുപത്രിയില്ലാത്ത, റോഡില്ലാത്ത, വ്യവസായമില്ലാത്ത, കൃഷിസ്ഥലങ്ങൾ പോലും വെള്ളമില്ലാത്തതുകൊണ്ട് കൃഷി ചെയ്യാൻ പറ്റാത്ത എൻ്റെ ഗ്രാമം. ആ ഗ്രാമത്തിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ പഠിച്ചത്. ആ കൊച്ചു ബാല്യത്തിൽ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു. എൻ്റെ നാടിനെക്കുറിച്ച്, എൻ്റെ നാട്ടുകാരെക്കുറിച്ച് ഒക്കെ ഞാൻ കണ്ടിരുന്ന സ്വപ്നങ്ങൾ
ഞാൻ വളർന്നു വന്നപ്പോൾ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ഒരു പൊസിഷനിലേക്ക് ഞാൻ എത്തി. ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. ഇനി ഇന്ത്യയുടെ ഒരു ഗ്രാമത്തിലും പ്രകാശം എത്താതിരിക്കരുത് എന്ന് കരുതിയിട്ടാണ് ആണവ കരാറുമായി ഞാൻ മുന്നോട്ട് വന്നത്. ഒരുപാട് സാങ്കേതിക സഹായങ്ങൾ നമുക്ക് കിട്ടുന്ന മേഖലയാണ്. ആ സ്വപ്നങ്ങളെ, ആ കൊച്ചു പയ്യന്റെ സ്വപ്നങ്ങളെയാണ് യഥാർത്ഥത്തിൽ നിങ്ങളിവിടെ തല്ലി ഉടയ്ക്കാൻ ശ്രമിച്ചത്. ഇങ്ങനെ പോകുന്ന ഒരു പ്രസംഗമാണ് മൻമോഹൻ സിംഗ് തയ്യാറാക്കിയത്. വളരെ വികാരപരമായി തയ്യാറാക്കിയിരിക്കുന്ന അതിമനോഹരമായ പ്രസംഗമാണ്. ആ പ്രസംഗത്തിലുള്ള കാര്യങ്ങൾ പറയുവാനോ അത് വായിക്കാൻ പോലുമോ സമ്മതിക്കാതെ ഒരു ബഹളം തന്നെയാണ് BJPയും ഇടതുപക്ഷവും കൂടെ ചേർന്ന് ആ സമയത്ത് ലോക്സഭയിൽ ചെയ്തത്. അവസാനം സോമനാഥ് ചാറ്റർജി പറഞ്ഞു, നമുക്ക് ഇനി വോട്ടെടുപ്പാണ് വേണ്ടത്. വോട്ടെടുപ്പ് നടത്താതിരിക്കാനുള്ള സകല ശ്രമങ്ങളും ഇടതുപക്ഷവും BJPയും കൂടി ചെയ്തെങ്കിലും കൃത്യമായി പേപ്പർ ബാലറ്റിലൂടെ തന്നെ അവിടെ വോട്ടെടുപ്പ് നടക്കുകയാണ്. 256 വോട്ടിനെതിരെ 275 വോട്ടിന് മൻമോഹൻ സിംഗ് സർക്കാർ അവതരിപ്പിച്ച വിശ്വാസ പ്രമേയം പാസ്സാവുകയാണ്. സകല ഓടുകളെയും സകല എതിരാളികളെയും തരിപ്പണമാക്കിക്കൊണ്ടുള്ള അതിശക്തമായ വിജയം. അന്ന് എല്ലാ TV ചാനലുകളിലെയും വാർത്തകളോടൊപ്പം അല്ലെങ്കിൽ വിവിധ പരിപാടികളോടൊപ്പം സാവധാനം നമ്മൾ കേൾക്കുന്ന ഒരു പാട്ടുണ്ട്. സിംഗ് ഈസ് കിങ് എന്ന ഒരു മ്യൂസിക്കാണ്. അക്ഷയ് കുമാറിന്റെ സിംഗ് ഈസ് കിങ് എന്ന സിനിമ ഇറങ്ങാൻ പോകുന്നതിനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന്റെ പാട്ട് റിലീസ് ചെയ്യപ്പെട്ടിരുന്നു. ആ പാട്ടാണ് സകല TV ചാനലുകളും എയർ ചെയ്തിരുന്നത്. സിംഗ് ഈസ് കിങ് മൻമോഹൻ സിംഗിന്റെ ഒരു വലിയ വിജയമായി അത് അവതരിപ്പിക്കപ്പെടുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 2008 സെപ്റ്റംബർ 6 ന്യൂക്ലിയർ സപ്ലൈ ഗ്രൂപ്പിന്റെ തീരുമാനം പുറത്തു വന്നു. ന്യൂക്ലിയർ സപ്ലൈയുമായി ബന്ധിപ്പിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും അവർ പിൻവലിക്കുന്നു. ഇന്ത്യക്ക് ഇനി ധൈര്യമായി ആണവ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിലും ആണവ ഊർജം ഉണ്ടാക്കുന്നതിലും സഹകരിക്കാം. അതിനുവേണ്ടി ചൈനയെയും പാകിസ്ഥാനെയും പറഞ്ഞ് സമ്മതിപ്പിച്ചത് ജോർജ് ബുഷാണ്. ബുഷിന്റെ അതിശക്തമായ ഇടപെടൽ അക്കാര്യത്തിലുണ്ടായിരുന്നു. ബുഷ് മൻമോഹൻ സിംഗിന് കൊടുത്ത വാക്ക് കൃത്യമായി പാലിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് വോട്ടിന് കോഴ എന്നതിന്റെ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണം പല ശൈലിയിലാണ് നടന്നത്. പാർലമെന്റിനകത്തുണ്ടായ ഒരു സംഭവം എന്ന നിലയിൽ സോമനാഥ് ചാറ്റർജി ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുത്തിരുന്നു. ആ കമ്മിറ്റി അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ആ അന്വേഷണങ്ങൾക്കൊടുവിൽ ഒരു കഥ ഉണ്ടാവുകയാണ്. LK അദ്വാനിയുടെ ഒരു സന്തത സഹചാരി അമർ സിംഗിന്റെ ഗ്രൂപ്പിലെ ഒരാളെ സമീപിക്കുന്നു. വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം. ഒരു ഓഫർ ഉണ്ട്, ഞങ്ങൾ വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം, ഞങ്ങൾക്ക് എന്ത് തരും എന്ന് LK അദ്വാനിയുടെ സഹായി അമർ സിംഗിന്റെ സഹായിയോട് ചോദിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വിലപേശ നടക്കുന്നു. അവസാനം ഒരു നിശ്ചിത വിലയ്ക്ക് 4 BJP MPമാർ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നു. പക്ഷെ മുൻകൂറായി പണം വേണം. ഇതാണ് BJP MPമാരുടെ അഭിപ്രായം. അങ്ങനെ ആ സഹായി ഒരു പ്രത്യേക സ്ഥലത്ത് ഈ പണം കൊടുക്കാനായിട്ട് ഏർപ്പാട് ചെയ്യുന്നു. അവിടെ നേരത്തെ കൂട്ടി റെഡിയായിരുന്ന CNN IBNന്റെ ടീം അത് ക്യാമറയിൽ പകർത്തുന്നു. വളരെ രഹസ്യമായി പ്ലാൻ ചെയ്ത ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ. CNN IBNനെ LK അദ്വാനി ചട്ടം കെട്ടിയിരുന്നത് വോട്ടെടുപ്പിന് തൊട്ട് മുമ്പ് അത് ടെലികാസ്റ്റ് ചെയ്യണമെന്നാണ്. ആ കാര്യം നടക്കാതെ പോയി. കാരണം പൃഥ്വിരാജ് ചവാൻ എന്ന പാർലമെന്ററി കാര്യ മന്ത്രി അന്ന് രാജ്ദീപ് സർദേശായിയെ വിളിച്ച് കാര്യമായി എന്ന് വിരട്ടിയതാണ്. എന്തായാലും തെഹൽക്ക എന്ന ന്യൂസ് പോർട്ടൽ ഇതിനിടയിൽ കുറെ കാര്യങ്ങൾ കൂടി പുറത്തുകൊണ്ടുവന്നു. ഇത് പൂർണ്ണമായും LK അദ്വാനി പ്ലാൻ ചെയ്ത ഒരു ഗെയിമാണെന്നാണ് തെഹൽക്കയുടെ വെളിപ്പെടുത്തൽ. എന്തായാലും കോടതി അമർ സിംഗ് ഉൾപ്പെടെയുള്ള പലരെയും അറസ്റ്റ് ചെയ്യുകയും കേസ് ചാർജ് ചെയ്യുകയും വിചാരണ നടത്തുകയും ചെയ്തപ്പോൾ ഈ പറഞ്ഞതുപോലെ തെഹൽക്ക പറഞ്ഞ വാദത്തോടാണ് ഏതാണ്ട് ഒത്തുവന്നതുകൊണ്ട് എല്ലാവരും വെറുതെ വിടുകയാണ്. LK അദ്വാനി എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഒരു വൻ വീഴ്ചയായിട്ടാണ് പിൽക്കാലത്ത് അത് രേഖപ്പെടുത്തപ്പെട്ടത്. എന്തായാലും 2009 ആയപ്പോൾ പൊതു ഇലക്ഷൻ വരികയാണ്. മൻമോഹൻ സിംഗ് തന്നെയാണ് നേതാവ്. മൻമോഹൻ സിംഗിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് UPA സർക്കാർ അധികാരത്തിന് വേണ്ടി വീണ്ടും മത്സരിക്കുകയാണ്. മൻമോഹൻ സിംഗിന് ഏകദേശം ജനുവരിയോട് അടുപ്പിച്ച് ഒരു ഹാർട്ട് ഫെയിലിയർ ഉണ്ടായിരുന്നു. ഒരു ഓപ്പറേഷൻ നടന്നിരുന്നു. ശരിക്കും ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടത്തിൽ നിന്ന് അദ്ദേഹം വീണ്ടും തിരിച്ചു വരികയാണ്. എന്നിട്ടും ആ വേനലിൽ മൻമോഹൻ സിംഗ് പറക്കാവുന്ന അത്രയും ദൂരം പറന്നുകൊണ്ട് പോകാവുന്ന സ്ഥലങ്ങൾ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് അദ്ദേഹം തന്റെ ഗവൺമെന്റിന് വേണ്ടി വീണ്ടും വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതിന്റെ ഫലം ഒരു ചരിത്രമാണ്. 1957 രണ്ടാമത്തെ പൊതു ഇലക്ഷൻ വിജയിച്ച നെഹ്റുവിന് മാത്രം അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞ അതേ നേട്ടം 5 വർഷത്തെ ഭരണം പൂർത്തിയാക്കിയ മൻമോഹൻ സിംഗ് നേടുകയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സീറ്റ് വൻതോതിൽ വർദ്ധിപ്പിക്കുകയാണ്. നെഹ്റുവിന് ശേഷം ഒരേ ഒരാൾക്ക് മാത്രം കഴിഞ്ഞ കാര്യം. 145 സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസ് 209 സീറ്റിലേക്ക് വളരുന്നു. രാജീവ് ഗാന്ധി 89 നേടിയ സീറ്റുകളേക്കാൾ കൂടുതൽ. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നവരെ ആകെ 2 പ്രധാനമന്ത്രിമാർക്ക് മാത്രമാണ് 5 വർഷ കാലാവധി പൂർത്തീകരിച്ചിട്ട് ഇലക്ഷൻ നടത്താനും ആ ഇലക്ഷനിൽ കൂടുതൽ സീറ്റുകൾ നേടുവാനും കഴിഞ്ഞിട്ടുള്ളത്.
മൻമോഹൻ സിംഗ് വർദ്ധിത വീര്യത്തോടെ പ്രധാനമന്ത്രിയായെങ്കിലും അവിടെ മുതൽ കഥ ആകെ തിരിയുകയാണ്. മൻമോഹൻ സിംഗിനെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാൻ അനുവദിക്കാതെ സോണിയാഗാന്ധി തന്റെ മകൻ രാഹുൽ ഗാന്ധിയുടെ വളർച്ചയ്ക്ക് വേണ്ടി കളമൊരുക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് കടന്നു. രാജയെ മന്ത്രിയാക്കരുതെന്ന് മൻമോഹൻ സിംഗ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അതിനെ നിരസിച്ചുകൊണ്ട് DMKയുടെ താല്പര്യങ്ങൾക്ക് അനുകൂലമായി നീക്കാൻ വിധിക്കപ്പെട്ട ആളെന്ന നിലയിൽ സോണിയാഗാന്ധി രാജയെ മന്ത്രിസഭയിലെടുക്കാൻ മൻമോഹൻ സിംഗിനോട് ആവശ്യപ്പെടുന്നു. അതുമാത്രമല്ല, ധനകാര്യ വിദഗ്ധനായ മൻമോഹൻ സിംഗിനോട് ഒരു ചോദ്യം പോലും ചോദിക്കാതെ ധനകാര്യ വകുപ്പ് മന്ത്രിയായി പ്രണബ് കുമാർ മുഖർജിയെ സോണിയാഗാന്ധി പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ എല്ലാ കാര്യത്തിലും സോണിയുടെ ഇടപെടലുകൾ അതിശക്തമായ വർഷമാണ് രണ്ടാമത്തെ മൻമോഹൻ സിംഗിന്റെ ടൈം എന്ന് പറയുന്നത്. അതിന്റെ ഫലം അടുത്ത ഇലക്ഷനിൽ നമ്മൾ കണ്ടു. കോൺഗ്രസും UPയും അതിധീര്യമായി തകർന്നു വീഴുന്ന കാഴ്ച. ചരിത്രം ഇങ്ങനെയൊക്കെയാണ്. അടിക്ക് തിരിച്ചടി ഉടൻ തന്നെ കിട്ടും. എന്തായാലും ആണവ കരാർ നിർബന്ധ ബുദ്ധിയോടെ നടപ്പിലാക്കിയ മൻമോഹൻ സിംഗിന്റെ ചരിത്രം ഇന്ത്യയുടെ കൂടി ഒരു ചരിത്രമാണ്. ഒരുപാട് കളിയാക്കലുകൾക്ക്, ഒരുപാട് ഒറ്റപ്പെടുത്തലുകൾക്ക് വിധേയനായിട്ടുള്ള ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അത് ഉറപ്പായും മൻമോഹൻ സിംഗ് ആണ്. പക്ഷേ കാലം ചരിത്രത്തെ ഒരിക്കൽ കൂടി തിരിച്ചു വായിക്കാൻ നിർബന്ധിതനാകുമ്പോൾ മൻമോഹൻ സിംഗ് ആ കളിയാക്കലുകൾക്കും ആ കുറ്റപ്പെടുത്തലുകൾക്കും അപ്പുറത്ത് രാഷ്ട്രത്തിന് വേണ്ടി നിലനിന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയുവാൻ നമുക്കേവർക്കും അവസരമുണ്ടാകുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇതുവരെ മൻമോഹൻ സിംഗും ആണവ കരാറും എന്ന കഥ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് M Life ൽ നിന്ന് BS ചന്ദ്രമോഹൻ.